നമുക്ക് ആരംഭിച്ചേക്കാം. നമുക്ക് തുടങ്ങിയാലോ? ആരംഭിച്ചേക്കാം. ശരി. അപ്പോൾ നമുക്ക് സാധാരണ ഉള്ള പോലെ തന്നെ വർത്തമാന പുസ്തകത്തിന്റെ മുഖവരയുടെ ആദ്യ ഖണ്ഡിക പ്രാർത്ഥനാപൂർവ്വം വായിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഉടയ തമ്പുരാന്റെ അനന്ത കാരുണ്യത്താലും പണ്ട് മുതലേ അന്യമതസ്ഥരുടെയും നാനാജാതി ജനങ്ങളുടെയും ഇടയിൽ ഈശോ മിശിഹായുടെ തിരുനാമം പ്രഘോഷിക്കുകയും അതിനനുസരിച്ച് ഏറിയ ത്യാഗം സഹിച്ച് വലിയ നിഷ്ഠയോടും ചിട്ടയോടും കൂടെ തങ്ങളുടെ കാരണവന്മാർ നടന്നു കാണിച്ചു തന്ന മര്യാദയ്ക്കും ജീവിതക്രമത്തിനും തങ്ങളാലാകുന്നത് പോലെ ഒരു ഭംഗം വരുത്താതെ ജീവിച്ചു പോന്ന ജനതയാകയാലും ഈ ജനതയുടെ ഇടയിൽ ആദ്യമായി സുവിശേഷം അറിയിച്ചവനും ക്രൈസ്തവ സഭയ്ക്ക് അടിസ്ഥാനമിട്ടവനുമായ മാർത്തോമാസ്ലിഹായുടെ യോഗ്യതകളാലും ഈജിപ്തിലെ അനേകം രാജാക്കന്മാരുടെ ഭരണത്തിൻ കീഴിൽ ഇസ്രായേൽ മക്കളെ ദൈവം വർദ്ധിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്തു എന്നതുപോലെ തന്നെ നമ്മുടെ സഭയെയും അനേകം രാജാക്കളുടെയും പ്രഭുക്കളുടെയും ഭരണത്തിൻ കീഴിൽ യാതൊരു നാശവും ക്ലേശവും വരുത്താതെ അന്നു മുതൽ ഇന്നുവരെ ദൈവം കാത്തു പാലിച്ചു പോരുകയും ചെയ്തു. എന്നിരുന്നാലും ഈ അവസാന കാലത്ത് പുരുഷന്റെ ശത്രുക്കൾ അവന്റെ സന്തതികൾ തന്നെ എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഈ സമുദായത്തിന്റെ ഭരണാധികാരികൾ തന്നെ അതിനെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നുവെന്ന് ദൈവം കണ്ടു. ഏത് സഭാ സമൂഹത്തിനും അതിന്റെ തലവനും ഭരണാധികാരിയും അതാത് സമൂഹത്തിൽ നിന്ന് തന്നെ ഉണ്ടാകാതെ ആ ജനതയ്ക്ക് കരുത്തും ശക്തിയും ഉണ്ടാകയില്ലെന്നുറച്ച് പണ്ട് ഈജിപ്ത് ദേശത്ത് പീഡിപ്പിക്കപ്പെട്ടിരുന്ന ഇസ്രായേൽ മക്കളെ മോചിപ്പിക്കുവാൻ അളവില്ലാത്ത തന്റെ കരുണയാൽ അവരുടെ തന്നെ ജാതിയിലും കുലത്തിലുമുള്ള മൂശ എന്ന പ്രവാചകനെ അയച്ച് അവരെ രക്ഷിച്ചതുപോലെ നമ്മുടെ ജാതിയിലും കുലത്തിലും ആരാധനാക്രമത്തിലും പെട്ട ആലങ്ങാട്ട് നഗരിയിൽ കരിയാറ്റി എന്ന് പറയപ്പെടുന്ന തറവാട്ടിൽ പിറന്ന മാർ യൗസേപ്പ് എന്ന ദേഹത്തെ നമ്മുടെ ജാതിക്ക് തലവനും സഭാധികാരിയുമായി ദൈവം നിയോഗിക്കുകയും ചെയ്തു. ഈ വെബിനാറിൽ ലോകത്തിന്റെ വിവിധ ഭാഗത്തു നിന്ന് പങ്കെടുക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. പ്രിയപ്പെട്ട വയസ്സച്ച മൈക്കിൾ തരകൻ സാർ, ഇന്നത്തെ പ്രബന്ധാവതാരകൻ ജോസുകുട്ടി, ഇതിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ത്യൻ ദേശീയതയുടെ വളർച്ചയും പുരോഗതിയും ഒരുപക്ഷെ നമ്മിൽ പലരും കേട്ടിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും. എന്നാൽ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ ക്രൈസ്തവരുടെ പങ്ക് തമസ്കരിക്കാനും അവർ യാതൊരു പങ്കും വഹിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ പുതിയ ആഖ്യാനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അതിനാൽ തന്നെ വർത്തമാന പുസ്തകവും സുറിയാനി ഉറവിടങ്ങളും ഹെന്തോ എന്ന ആ പ്രയോഗത്തിന്റെ അതിവിശാലമായ ആശയ സമുച്ചയത്തെ മനസ്സിലാക്കാൻ നമുക്ക് ആവശ്യമാണ്. കേൾക്കുന്നില്ല. ഡോക്ടർ മ്യൂട്ട് ആയി പോയേ. ഇന്നത്തെ നമ്മുടെ കാര്യവിചാരത്തിന്റെ അധ്യക്ഷൻ ഡോക്ടർ പയസ് മലയക്കണ്ടത്തിൽ അച്ഛനാണ്. ഹെന്തോ അക്കാദമിയുടെ പല പരിപാടികളിലും പ്രൗഢഗംഭീരമായ പ്രബന്ധങ്ങൾ അച്ഛൻ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ അച്ഛനെ പ്രത്യേകം ഈ സദസ്സിനെ പരിചയപ്പെടുത്തണം എന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും പുതുതായി ചേർന്നിട്ടുള്ളവരുടെ അറിവിലേക്ക് അച്ഛനെ ഒന്ന് പരിചയപ്പെടുത്താം. കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ചരിത്രത്തിൽ റാങ്കോടുകൂടി BA MA ബിരുദങ്ങൾ, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ചരിത്രത്തിൽ തന്നെ MPhilഉം PhDയും, അതിനുശേഷം ലിസ്ബൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പോർച്ചുഗീസ് ഭാഷയിൽ ഡിപ്ലോമ, അതുപോലെ പോർച്ചുഗീസ് പാലിയോഗ്രഫിയിൽ ഡിപ്ലോമ, അതിനുശേഷം ജർമ്മനിയിലെ ഹൈഡൽബർഗ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പോസ്റ്റ് ഡോക്ടറൽ റിസർച്ച്, അങ്ങനെ ഉള്ള വിദ്യാഭ്യാസ യോഗ്യതകൾ. പിന്നീട് വളരെ നീണ്ട അധ്യാപന പരിചയം. പാലാ സെന്റ് തോമസ് കോളേജിൽ നിന്ന് തുടങ്ങി ഗോവ യൂണിവേഴ്സിറ്റി, കാലടി ശ്രീശങ്കര യൂണിവേഴ്സിറ്റി, പിന്നീട് ഏറെക്കാലം ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ ചരിത്ര വിഭാഗത്തിലെ പ്രൊഫസറായിട്ടാണ് അച്ഛൻ റിട്ടയർ ചെയ്തത്. റിട്ടയർ ചെയ്തതിന് ശേഷം അച്ഛൻ ഇപ്പോൾ കോതമംഗലം രൂപതയുടെ വികാരി ജനറലായി സേവനം ചെയ്യുന്നു. അറിയപ്പെടുന്ന ചരിത്രകാരനാണ്. പ്രത്യേകിച്ച് ഇൻഡോ പോർച്ചുഗീസ് ചരിത്രം
മെഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി, അതോടൊപ്പം തന്നെ അച്ഛൻ്റെ പ്രധാനപ്പെട്ട ഇൻട്രസ്റ്റ് ആയ സെന്റ് തോമസ് ക്രിസ്ത്യൻസ്, ഈ 3 മേഖലകളിലും അറിയപ്പെടുന്ന വിദഗ്ധനാണ് അച്ഛൻ. ഇന്ന് ഇപ്പോൾ ഇത്രയും തിരക്കേറിയ ഔദ്യോഗിക ജോലിക്ക് ഇടയിലും അച്ഛൻ നമ്മളോടൊപ്പം ഈ വെബിനാറിന് അധ്യക്ഷപദം അലങ്കരിക്കാൻ സമ്മതിച്ചതിനും ഇവിടെ വന്നു ചേർന്നതിനും അച്ഛനെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രബന്ധാവതാരകൻ ജോസുകുട്ടി എബ്രഹാമിനെ ഞാൻ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇവിടെ ഇന്ന് വന്നു ചേർന്നിരിക്കുന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് മൈക്കിൾ തരകൻ സാറിനെയും ബാക്കി ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും പങ്കെടുക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് പ്രബന്ധാവതാരകനെ പരിചയപ്പെടുത്തുവാനും യോഗ നടപടിക്രമങ്ങൾ നിയന്ത്രിക്കുവാനും പയസച്ചനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി. താങ്ക് യു വെരി മച്ച് ഡോക്ടർ അമ്മൽ, ജോസുകുട്ടി, സ്നേഹബഹുമാനപ്പെട്ട പ്രൊഫസർ മൈക്കിൾ തരകൻ, ആധുനികരായ ചരിത്ര പണ്ഡിതരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആദ്യമേ തന്നെ നല്ല ദിവസത്തിന്റെ മംഗളങ്ങൾ, സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന നല്ല ദിവസത്തിന്റെ മംഗളങ്ങൾ, പരിശുദ്ധ കന്യാമറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാളിന്റെ മംഗളങ്ങൾ അതെല്ലാവരും നേരുകയാണ്. അപ്പൊ ഈ ദിവസം ഏറ്റവും ഉചിതമായ ഒരു വിഷയമാണ് നമ്മൾ ജോസുകുട്ടിയുടെ പ്രബന്ധത്തിലൂടെ നമ്മൾ വിശകലനം ചെയ്യുന്നത്, മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ഇന്ത്യൻ ദേശീയതയില് ക്രൈസ്തവരുടെ സംഭാവന, ഈ ദേശീയ കാഴ്ചപ്പാട് രൂപപ്പെട്ട് വരുന്നതിനൊക്കെ വഹിച്ച വലിയ സംഭാവന, ഇന്ത്യ എന്നൊരാശയം അതെന്ന് സുറിയാനി പാരമ്പര്യം എങ്ങനെയാണ് മനസ്സിലാക്കപ്പെട്ടിരുന്നത്, ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഇമേജറി അല്ലെങ്കിൽ ഒരു ഐഡിയ, ഒരു നോഷൻ എങ്ങനെയാണ് നമ്മുടെ സഭ പശ്ചാത്തലത്തില്, നമ്മുടെ സഭ പാരമ്പര്യത്തില്, സുറിയാനി രേഖകളിൽ എല്ലാം മനസ്സിലാക്കപ്പെട്ടിരുന്നത് എന്ന് വിശദമായി ജോസുകുട്ടി പറയും. അതോടൊപ്പം തന്നെ ഇന്ത്യൻ ദേശീയതയ്ക്ക് ക്രൈസ്തവ നൽകിയ സംഭാവനകളൊക്കെ അതിനകത്ത് വിശകലനം ചെയ്യപ്പെടും. ജോസുകുട്ടി നമുക്കറിയാം വളരെ തീക്ഷ്ണതയുള്ള ഒരു യുവ ചരിത്രകാരനും യുവ സത്യാന്വേഷിയും കൂടിയാണ്. അപ്പോൾ സുറിയാനിയിൽ കിട്ടാവുന്ന രേഖകളെല്ലാം അദ്ദേഹം സമാഹരിച്ച് അതിനെക്കുറിച്ച് വളരെ സസൂക്ഷ്മം പഠനം നടത്തുന്ന വ്യക്തിയാണ്. ഒത്തിരി സമയങ്ങൾ ഞങ്ങൾ സംസാരിക്കാനായിട്ടും ഇടപെടാനൊക്കെ അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സഭയിൽ ഇത്രയും തീക്ഷ്ണതയോടെ സുറിയാനിയെക്കുറിച്ചും സുറിയാനി പാരമ്പര്യത്തെക്കുറിച്ചും നമ്മുടെ ഇന്നലകളെ കുറിച്ചും പഠിക്കുന്ന ഒരുപറ്റം യുവാക്കൾ ഈ അക്കാഡമിയോട് ബന്ധപ്പെട്ടുണ്ട് എന്നത് ഞാൻ അഭിമാനപൂർവ്വം ഓർമ്മിക്കുകയും നിങ്ങളെ അഭിനന്ദിക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് ജോസുകുട്ടിയോ അല്ലെങ്കിൽ എന്തോ അക്കാഡമിക്ക് വിളിക്കുന്ന എല്ലാ പരിപാടിയിലും സമയമുള്ളതുപോലെ ഞാൻ പങ്കെടുക്കാൻ ശ്രമിക്കാറുണ്ട്. അതൊന്ന് നിങ്ങൾ കാണിക്കുന്ന തീക്ഷ്ണതയും ചരിത്രവും സത്യവും കണ്ടെത്താൻ നിങ്ങൾ നടത്തുന്ന ആത്മാർത്ഥമായ ശ്രമവും ഒക്കെ ശ്ലാഘനീയമായതുകൊണ്ടും അതേറെ പ്രോത്സാഹിപ്പിക്കപ്പെടണം എന്നുള്ളത് കൊണ്ടും കൂടിയാണ്. അപ്പം ജോസുകുട്ടിയുടെ ഈ വലിയ സത്യാന്വേഷണം, ചരിത്രാന്വേഷണം ഇന്നലകളിൽ ഇതൊരു ഓൾട്ടർനേറ്റീവ് നറേറ്റീവാണ് ചെന്ന് വ്യക്തമായിട്ട് പറഞ്ഞാൽ. കാരണം ഇന്ന് അറബി സോഴ്സിൽ എങ്ങനെയാണ് ഇന്ത്യ മനസ്സിലാക്കപ്പെട്ടതെന്ന് ഏറെ പഠിക്കപ്പെടുന്നത് അൽ ഹിന്ദ് എന്നാണ്, അല്ലെങ്കിൽ നമ്മുടെ സംസ്കൃത പാരമ്പര്യത്തിൽ എങ്ങനെ ഇന്ത്യ മനസ്സിലാക്കപ്പെട്ടു എന്ന് പഠിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ സുറിയാനി പാരമ്പര്യത്തിലെ ഹെന്തോ എന്ന പദത്തിലൂടെ അത് എത്രമാത്രം വിശാലമായ ഒരു സങ്കല്പമാണ് ഇന്ത്യയെ ദ്യോതിപ്പിക്കാൻ വേണ്ടി വെച്ചതെന്ന് ഉള്ള പഠനം അതിൽ നടന്നിട്ടില്ല. അപ്പൊ ഈ പഠനത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട്. കാരണം ഈ മനസ്സിലാകാത്ത ഭാഷയിലുള്ള വിവരങ്ങള് അത് ഇല്ല എന്ന് വെക്കുന്ന ഒരു കാഴ്ചപ്പാട് ചരിത്രകാരന്മാരുടെ രൂപപ്പെട്ടു വരുന്ന പശ്ചാത്തലത്തിലാണ് ഇങ്ങനെയൊരു ഉറവിടങ്ങളുണ്ട്. ഇവിടെ ഈ അറബി ഉറവിടങ്ങളോടൊപ്പം തന്നെ ഇവിടുത്തെ സംസ്കൃത ഉറവിടത്തോടൊപ്പം തന്നെ സുറിയാനി ചരിത്ര ഉറവിടങ്ങളുണ്ട്. അതാവ് ഇതൊന്നും പഠിക്കപ്പെട്ടിട്ടില്ല എന്ന് ചരിത്രകാരന്മാരുടെ മുന്നിൽ വയ്ക്കുന്ന ഒരു യജ്ഞം കൂടിയായിട്ടല്ല കാണുന്നത്. എന്നിട്ട് അതിലൂടെ രൂപപ്പെട്ടു വരുന്ന ഒരു ഇന്ത്യയെക്കുറിച്ചുള്ള മനസ്സിലാക്കൽ, ഇന്ത്യയെക്കുറിച്ചുള്ള ധാരണകൾ, ഇന്ത്യയെക്കുറിച്ചുള്ള അത് ഭൂമിശാസ്ത്രപരമായി മാത്രമല്ല, അത് ചില ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ചില പൈതൃകങ്ങൾ, ചില പാരമ്പര്യങ്ങൾ, ചില മൂല്യങ്ങളെല്ലാം ചോദിപ്പിക്കുന്ന ഒരു ഇമേജായി, ഒരു നോഷനായി, ഒരു ഐഡിയ ആയിട്ട് എങ്ങനെയാണ് സുറിയാനി കൃതികളിൽ പരാമർശിക്കപ്പെടുന്നത് എന്നൊക്കെ ജോസുകുട്ടി അത് വിശകലനം ചെയ്യുന്നത് ഉറപ്പാണ്. ആക്സൽ ജൂഡസ് തോമസിന്റെ സുറിയാനി തർജ്ജമ തൊട്ട്, ടീച്ചിങ് ഓഫ് മാർ അദ്ധായിയുടെ കൃതി തൊട്ട്, എഫ്രൈമിന്റെ നിസിബിൻ കവിത, സിർലോണയുടെ കൃതി, സറുഗനിലെ ജോക്കബിന്റെ കൃതികള്, അതോടൊപ്പം തന്നെ തെയോദോർ ബാർക്കോണിയുടെ കൃതികള്, ഡേനിഷ് ബാർ സലീബിയുടെ കൃതികള്, അങ്ങനെ ധാരാളം കൃതികളിൽ ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങള്,
അത് പല വിധത്തിൽ വിവരിക്കപ്പെടുന്നുണ്ട്. കലാമിന, കിലാമിന, മിലാഫ്, അല്ലെങ്കിൽ മൗലൂഫ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൈലാപ്പൂരിനെയും കലാമിന അല്ലെ കിലാമിന, കിലീമന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോളമണ്ഡലം അല്ലെങ്കിൽ കൊറമാണ്ടിലൊക്കെ ദ്യോതിപ്പിക്കുന്ന പദങ്ങളായിട്ട് വരുന്നുണ്ട്. അങ്ങനെ പല പദങ്ങളും സുറിയാനിയിലെ പല കൃതികളിലും വരുന്നതായിട്ട് വിശകലനം ചെയ്യപ്പെടുന്ന, അതിനെക്കുറിച്ച് സസൂക്ഷ്മം പഠിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ജോസ് കുട്ടിയുടെ ഈ ഒരു പ്രബന്ധ അവതരണം. ഞങ്ങൾ ഏറ്റവും സാഹൂതം കാത്തിരിക്കുകയാണ്. ഏറ്റവും സമയം ഞാൻ അധികം കളയുന്നില്ല. ജോസ് കുട്ടിക്ക് നല്ല ഭാവങ്ങൾ ആശംസിച്ചുകൊണ്ട് ജോസ് കുട്ടിയെ ശ്രമിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വളരെ മിടുക്കനായ, വളരെ ത്രെഡ് ബെയർ അനാലിസിസ് നടത്തുന്ന, വിവിധ ലെയറുകളെ വിശകലനം ചെയ്ത് അതിൽ നിന്ന് സത്യനാംശം പുറത്തെടുക്കുന്ന ഒരു സമീപന രീതിയുള്ള ജോസ് കുട്ടിയെ ഈ പ്രബന്ധം അവതരിപ്പിക്കാനായിട്ട് സ്നേഹപൂർവ്വം ഞാൻ ക്ഷണിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല സമയം ആശംസിക്കുകയും ചെയ്യുന്നു. നന്ദി പൈസച്ച, സ്നേഹം നിറഞ്ഞ പൈസച്ച, ബഹുമാനപ്പെട്ട മൈക്കിൾ തെരൻ സാർ, ഡോക്ടർ അമൽ ആന്റണി, ബിനു, മറ്റ് സൗഹൃദയിലെ സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഒറ്റ വാക്കിൽ ഈശംശിയായി സ്തുതിയായിരിക്കട്ടെ. പൈസച്ചൻ പറഞ്ഞ കാര്യങ്ങളും ഡോക്ടർ അമൽ ആന്റണി പറഞ്ഞ കാര്യങ്ങളും ചേർത്ത് വായിക്കുമ്പോൾ എനിക്ക് ഒരു ചെറിയ തിരുത്തലുണ്ട്. 16-ാം നൂറ്റാണ്ട് വരെയുള്ള, കൃത്യമായി പറഞ്ഞാൽ 1504 വരെയുള്ള സുറിയാനി സഭയുടെ ചരിത്രം, ആ ചരിത്രം എപ്രകാരം ഇന്ത്യയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയുവാനാണ് ഞാൻ ശ്രമിക്കുന്നത്. 18-ാം നൂറ്റാണ്ടിലെയോ 19-ാം നൂറ്റാണ്ടിലെയോ 20-ാം നൂറ്റാണ്ടിലെയോ ദേശീയ പ്രസ്ഥാനവുമായിട്ട് അതിനെ ബന്ധപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നുമില്ല. അതിന് എന്തെങ്കിലും ബന്ധമുള്ളതായിട്ട് എനിക്ക് കണ്ടെത്താനും സാധിച്ചിട്ടില്ല. മറിച്ച് അതിനു മുമ്പ് ഇന്ത്യ എന്നൊരു ആശയത്തെ സുറിയാനി രേഖകൾ എങ്ങനെ കണ്ടു എന്ന് പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ 1504 വരെയുള്ള രേഖകളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതും പൗരസ്ത്യ സുറിയാനി പാരമ്പര്യത്തിലുള്ള രേഖകൾ മാത്രമേ സ്വീകരിച്ചിട്ടുള്ളൂ. പാശ്ചാത്യ സുറിയാനി സഭാപിതാക്കന്മാരുടെ രേഖകൾ സ്വീകരിച്ചിട്ടില്ല. കാരണം പൗരസ്ത്യ സുറിയാനി സഭാപിതാക്കന്മാരാണ് കുറെ കൂടി കൃത്യമായിട്ട് ഇന്ത്യയെ പറ്റി കാഴ്ചപ്പാടുള്ളവർ. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് 16-ാം നൂറ്റാണ്ട് വരെയുള്ള രേഖകൾ മാത്രം സ്വീകരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 16-ാം നൂറ്റാണ്ട് ഉൾപ്പെടുത്താത്തത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 16-ാം നൂറ്റാണ്ടിലാണ് ഏറ്റവും അധികം സുറിയാനി രേഖകൾ കിട്ടുന്നത്. അത് തന്നെ ഒരു പ്രത്യേക പഠനം ആവശ്യമുള്ളതാണ്. കാരണം ഈ പോർച്ചുഗീസ് കാലഘട്ടത്തിലാണ് നമുക്ക് ഏറ്റവും അധികം സുറിയാനി രേഖകൾ കിട്ടുന്നത്. അപ്പൊ അത് തന്നെ ഒരു പ്രത്യേക വിഷയമായിട്ട് എടുക്കേണ്ടത് കൊണ്ടും ഈ വിഷയം ഒരു 40 മിനിറ്റിനുള്ളിൽ അവതരിപ്പിച്ച് തീരാത്തത് കൊണ്ടുമാണ്, കുറച്ചും കൂടി കൂടുതൽ ഗവേഷണം ആ മേഖലയിൽ ആവശ്യമുള്ളത് കൊണ്ടുമാണ് അത് ഒഴിവാക്കിയത്. അപ്പൊ നമുക്ക് നേരിട്ട് വിഷയങ്ങളിലേക്ക് വരാം. ഞാനിവിടെ പറഞ്ഞു സുറിയാനി രേഖകൾ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ എന്നുള്ളത്. അപ്പോൾ അത് ഗ്രീക്ക്, ലത്തീൻ രേഖകൾ അങ്ങനെ വരുമ്പോൾ ഒഴിവാക്കപ്പെടേണ്ടി വരും. അപ്പൊ നിങ്ങൾ ചോദിച്ചേക്കാം അതിൽ സമഗ്രത ഉണ്ടോ എന്ന്. കാരണം പല ഉറവിടങ്ങളിൽ നിന്ന് എടുക്കുമ്പോഴല്ലേ ഒരു വിഷയത്തിന് സമഗ്രത ഉണ്ടാകുന്നത്. പക്ഷെ സുറിയാനി രേഖകൾക്ക് അതിനാൽ തന്നെ സമഗ്രത ഉണ്ടെന്നുള്ളതാണ് സത്യം. കാരണം ഈ സുറിയാനി സഭാപിതാക്കന്മാര് ജീവിച്ചിരുന്നത്, ബഹുഭൂരിപക്ഷം പേരും ജീവിച്ചിരുന്നത് ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന സസാനിയൻ പേർഷ്യയിലും അതിനു ചുറ്റുമാണ്. അപ്പൊ ആ സുറിയാനി സഭാപിതാക്കന്മാർക്ക് ഇന്ത്യ എന്നത് വളരെ വ്യക്തമാണ്. അവരുദ്ദേശിക്കുന്ന ഇന്ത്യ എന്ന് പറയുന്നത് ദക്ഷിണേന്ത്യ ഉൾപ്പെടുന്ന, നമ്മൾ ജീവിക്കുന്ന കേരളം ഉൾപ്പെടുന്ന ഒരു വിശാലമായ ഇന്ത്യ തന്നെയാണ്. അതേസമയം ഗ്രീക്ക്, ലത്തീൻ സഭാപിതാക്കന്മാർക്ക്, ഉദാഹരണത്തിന് ഇന്ത്യയെ പറ്റി ഏറ്റവും അധികം എഴുതിയത് യൂസേബിയസ് ആണ്. യൂസേബിയസിന് അതുപോലെ തന്നെ ലത്തീൻ സഭാപിതാവായ ജെറോമിനും ഇന്ത്യ എന്തുമാത്രം വ്യക്തമാണ് അല്ലെങ്കിൽ അവ്യക്തമാണ് എന്ന കാര്യത്തിൽ നമുക്ക് ധാരണയില്ല. പക്ഷെ സുറിയാനി സഭാപിതാക്കന്മാരുടെ, പ്രത്യേകിച്ച് പൗരസ്ത്യ സുറിയാനി സഭാപിതാക്കന്മാരുടെ കാര്യം എടുക്കുമ്പോൾ അവർ പറയുന്ന ഇന്ത്യ നമ്മൾ താമസിക്കുന്ന ഇന്ത്യ ഉൾപ്പെടുന്ന കുറെ കൂടി വിശാലമായ ഒരു ഇന്ത്യയാണ്. അതിൽ ദക്ഷിണേന്ത്യ ഉൾപ്പെടും, കേരളം ഉൾപ്പെടും. അപ്പം ആ ഇന്ത്യ അവർക്ക് വളരെ വ്യക്തമാണ്. കാരണം അവർ ഇന്ത്യയോട് ചേർന്നാണ് അവർ താമസിക്കുന്നത്. പൗരസ്ത്യ സുറിയാനി രേഖകൾ ഏതെടുത്താലും, അത് ആരാധനാക്രമം ആകട്ടെ, കവിതകളാകട്ടെ, എഴുത്തുകളാകട്ടെ, ഏതെടുത്താലും ഇന്ത്യയോടൊപ്പം വെക്കുന്ന ഒരു പേരാണ് തോമാസ് ലീഹായുടെ പേര്. ഇന്ത്യ എവിടെയൊക്കെ പരാമർശിക്കപ്പെടുന്നുണ്ടോ അവിടെയെല്ലാം തോമാസ് ലീഹായുടെ പേര് പരാമർശിക്കപ്പെടുന്നുണ്ട്. ഇത്തരത്തില് 16 രേഖകളാണ് ഞാനിവിടെ പങ്കുവെക്കുന്നത്. അതില് പൈസച്ചൻ പറഞ്ഞ പോലെ ഏറ്റവും ആദ്യം വരുന്ന രേഖ
മൂന്നാം നൂറ്റാണ്ടില് AD 250 മുമ്പ് എദേസായിൽ വിരചിതമായ യൂദാ തോമായുടെ നടപടികളാണ്. ഇത് ഇന്ത്യയും തോമാശ്ലീഹയുമായിട്ട് പൂർണ്ണമായും ബന്ധിപ്പിച്ച് താരതമ്യം ചെയ്തുകൊണ്ടുള്ള ഒരു രേഖയാണ്. ഇത് ചരിത്രമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. എന്നാൽ ചരിത്രം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് താനും. ഇവിടെ 3 രാജ്യങ്ങളിലായിട്ടാണ് തോമാശ്ലീഹ സുവിശേഷ പ്രവർത്തനം നടത്തുന്നത്. അതിൽ അദ്ദേഹം പാലസ്തീനായിൽ നിന്ന് കപ്പൽ മാർഗം ആദ്യം സാന്താറോക്കിൽ വരുന്നു. പിന്നെ സാന്താറോക്കിൽ നിന്ന് വീണ്ടും കപ്പൽ മാർഗം ഗുണ്ടഫറിന്റെ രാജ്യത്ത് വരുന്നു. ഗുണ്ടഫർ എന്ന് പറയുന്നത് ഒരു ചരിത്ര പുരുഷനാണ്. AD 50 വരെ ഗുണ്ടഫറിന്റെ വടക്ക് പടിഞ്ഞാറ് ഇന്ത്യയിലുള്ള രാജ്യമുണ്ടായിരുന്നു, ഇൻഡോ പാർത്തിയൻ സാമ്രാജ്യം ഉണ്ടായിരുന്നു. അതിനുശേഷം അത് നശിപ്പിക്കപ്പെട്ടു. പിന്നീട് ഈ ഗുണ്ടഫറിന്റെ രാജ്യത്ത് നിന്ന് അദ്ദേഹം കരമാർഗമാണ് മൂന്നാമത്തെ രാജ്യത്ത് മസ്തായുടെ രാജ്യത്തെത്തുന്നു. അവിടെ വെച്ച് അദ്ദേഹം രക്തസാക്ഷിത്വം വരിക്കുന്നു. മസ്തായുടെ രാജ്യം ദക്ഷിണേന്ത്യ ആയിരിക്കാനുള്ള എല്ലാ സാധ്യതയും ഈ കൃതിയിൽ കാണുന്നുണ്ട്. കാരണം മൈലാപ്പൂരിന്റെ ഒരു പശ്ചാത്തലം, പ്രത്യേകിച്ച് തോമാശ്ലീഹയെ വധിക്കാനായിട്ട് രാജകങ്കരന്മാർ കൊണ്ടുപോകുമ്പോൾ ഒരു ഉയർന്ന കുന്നിലേക്കാണ്, ചെറിയൊരു ഉയർന്ന കുന്നിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടെ വെച്ച് അദ്ദേഹത്തെ വധിക്കുന്നു. അതിനുശേഷം രാജാക്കന്മാർക്ക് തുല്യമായ ഒരു ശവകുടീരത്തിലാണ് അദ്ദേഹത്തെ സംസ്കരിക്കുന്നത്. ഈ തോമാശ്ലീഹയെ വധിച്ചതിന് ശേഷം മസ്തായ രാജാവ് പശ്ചാത്താപ വിവശനാവുന്നു. അദ്ദേഹം തോമാശ്ലീഹയുടെ കബറിടത്തിങ്കൽ ചെന്ന് നോക്കിയപ്പോൾ തോമാശ്ലീഹയുടെ കബറിടത്തിങ്കൽ അസ്ഥികളില്ല. അത് പടിഞ്ഞാറേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നു. ഈ വസ്തുത പങ്കുവെച്ചുകൊണ്ടാണ് യൂദാ തോമായുടെ 13ാമത്തെ ആക്ട്സ്, അതായത് അവസാനത്തെ അധ്യായം അവസാനിക്കുന്നത്. അതായത് ഈ AD 250 മുമ്പ് തന്നെ തോമാശ്ലീഹയുടെ അസ്ഥികൾ ഇന്ത്യയിൽ നിന്നും പടിഞ്ഞാറേക്ക്, നമ്മുടെ പാരമ്പര്യത്തിലും അതുകൊണ്ട്, ഏദേസായിലേക്ക് മാറ്റപ്പെട്ടിരുന്നു അല്ലെങ്കിൽ കൊണ്ടുപോയിരുന്നു എന്ന്. അപ്പൊ 250 മുമ്പ് തന്നെ ഈ ഒരു പ്രോസസ്സ്, ഈ അസ്ഥികളുടെ കൈമാറ്റം നടന്നിരുന്നു എന്ന് ഈ രേഖ സാക്ഷ്യപ്പെടുത്തുന്നു. ഇവിടം കൊണ്ട് ഈ 3 രാജ്യങ്ങളിലെ പ്രേക്ഷിത പ്രവർത്തനത്തെ അവലോകനം ചെയ്യുമ്പോൾ ഈ ഒരു രേഖ അവസാനിക്കേണ്ടതാണ്. പക്ഷേ കൂനമാകലച്ചൻ അതിന് ഈ അടുത്തിടയ്ക്ക് അതിന്റെ ഈ ആക്ട്സ് ഓഫ് തോമസിന്റെ, അതായത് യൂദാ തോമായുടെ സുറിയാനിയിൽ എഴുതപ്പെട്ട ആദ്യ നടപടികളും പിന്നീട് അതിന്റെ ഗ്രീക്ക് ലത്തീൻ പതിപ്പുകളും താരതമ്യം ചെയ്തുകൊണ്ട് റംബാൻ പാട്ടുമായി ബന്ധപ്പെടുത്തി ഒരു താരതമ്യ പഠനം നടത്തുകയുണ്ടായി. അതിൽ അദ്ദേഹം പറയുന്നത് തോമാശ്ലീഹ ആദ്യം വന്നിറങ്ങുന്ന സാന്താ റോക്ക്, സാന്ത എന്ന് വെച്ചാൽ ചന്ദനം എന്നാണ് സുറിയാനി അർത്ഥം, റൂക്ക് എന്ന് വെച്ചാൽ കര. അപ്പൊ മലയജക്കരയാണ്, അതായത് മലങ്കര, ലോകത്തിലെ ഏറ്റവും വിശിഷ്ടമായ ചന്ദനം കിട്ടുന്ന കേരളത്തിലെ മലയജക്കരയാണ് പിന്നീട് മാലിങ്കര, മലങ്കര ആയതെന്നും. അപ്പൊ തോമാശ്ലീഹ പ്രേക്ഷിത പ്രവർത്തനം നടത്തിയ 3 രാജ്യങ്ങള് ചേര, പാണ്ഡ്യ, ചോള രാജ്യങ്ങളാണെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. പക്ഷെ ഈ അവകാശം ചരിത്രകാരന്മാര് വളരെ ആഴത്തിൽ അതിന്റെ ഒരു സാധ്യത പഠിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഗുണ്ടഫർ എന്ന് പറയുന്ന ഒരു ചരിത്ര പുരുഷൻ ഇതിനിടയ്ക്ക് കടന്നു വരുമ്പോൾ. അപ്പൊ ഇതാണ് ഏറ്റവും ഒന്നാമത്തെ രേഖ. രണ്ടാമത്തെ രേഖ എന്ന് പറയുന്നത് AD 290 കാരണം 3ാം നൂറ്റാണ്ടിലെ സഭാചരിത്രമാണ് ഈ രണ്ടാമത്തെ രേഖ പങ്കുവെക്കുന്നത്. സുറിയാനി ഭാഷയിലാണ് അത് വിരചിതമായെന്ന് കരുതുന്നു. പക്ഷെ അതിന്റെ ഗ്രീക്ക് വെർഷനും നമുക്ക് ഗ്രീക്ക് വെർഷനിലാണോ എന്ന് ചില പണ്ഡിതന്മാർ അവകാശപ്പെടുന്നു. പക്ഷേ സുറിയാനിയുള്ള രേഖയാണ് നമുക്കിന്ന് ലഭ്യമായിട്ടുള്ളത്. 1ാം നൂറ്റാണ്ട് മുതലുള്ള സഭാചരിത്രം പറയുന്നു. ഇതൊരു ജുറിഡിക്കൽ രേഖയാണ്. 11 സ്ലീഹന്മാരെ പറ്റിയും തോമാശ്ലീഹയെ പറ്റി പറയുന്നു. 11 സ്ലീഹന്മാരെ പറ്റി പറയുമ്പോൾ 11 പേരും റോമാ സാമ്രാജ്യത്തിന്റെ ഇന്ന ഇടങ്ങളിലാണ് സുവിശേഷം അറിയിച്ചതെന്നും ഈ ഡിഡസ്കാലിയ എന്ന ഗ്രീക്ക് ഭാഷയിൽ അറിയപ്പെടുന്ന സ്ലീഹന്മാരുടെ പ്രബോധനം പറയുന്നു. പക്ഷെ തോമാശ്ലീഹയെ സംബന്ധിച്ച് വരുമ്പോൾ തോമാശ്ലീഹ ഇന്ത്യയിലാണ് റോമാ സാമ്രാജ്യത്തിന് വെളിയിൽ ഇന്ത്യയിലാണ് സുവിശേഷം പ്രസംഗിച്ചതെന്ന് ഈ രേഖ പറയുന്നു. ഈ രേഖ പറയുന്ന ഇപ്രകാരമാണ്: ഇന്ത്യയും അതിലെ രാജ്യങ്ങളും അതിന്റെ അതിർത്തി രാജ്യങ്ങളും അതിന്റെ അങ്ങേ കടൽക്കരയിലുള്ളവർ പോലും, അങ്ങേ കടൽക്കരയിലുള്ളത് എന്താണ്, ഈ കിഴക്കൻ തീരമാണോ ഉദ്ദേശിച്ചത് നമുക്ക് വ്യക്തതയില്ല, എന്നാലും അങ്ങേ കടൽക്കരയിലുള്ളവർ പോലും തങ്ങളുടെ നായകനും ഭരണകർത്താവുമായ യൂദാ തോമായിൽ നിന്ന് കൈവെപ്പ് വഴി പൗരോഹിത്യം സ്വീകരിച്ചു. അപ്പൊ ഇന്ത്യ മുഴുവനും സുവിശേഷം പ്രസംഗിച്ചത് തോമാശ്ലീഹയാണ് എന്ന് ഈ 3ാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തിൽ വിരചിതമായ സ്ലീഹന്മാരുടെ പ്രബോധനം പറയുന്നു. മൂന്നാമത്തെ രേഖ എന്ന് പറയുന്നത് AD 295-നും 300-നും ഇടയില് ബർസയിലെ മെത്രാനായ മാർ ദാവീദ് ഇന്ത്യ സന്ദർശിച്ചു എന്ന് പറയുന്ന രേഖയാണ്. ഇത് ക്രോണിക്കിൾ ഓഫ് സീർട്ടൽ, അതായത് സീർട്ടിലെ ദിനവൃത്താന്തം എന്ന് 9ാം നൂറ്റാണ്ടിലും 11ാം നൂറ്റാണ്ടിനും ഇടയിൽ
ഈ കാലഘട്ടത്തിന്റെ ഇടയിൽ എപ്പോഴോ വിരചിതമായ അറബി ഭാഷയിലാണ് വിരചിതമായിരിക്കുന്നത്. പക്ഷെ ഇതിന്റെ ഉറവിടം എടുത്തിരിക്കുന്നത് സുറിയാനി രേഖകളെയാണ്. അപ്പം ഈ ക്രോണിക്കിൾ ഓഫ് സീർട്ട് പറയുന്നു 295-നും 300-നും ഇടയ്ക്ക് ബെർസയിലെ മെത്രാൻ ദാവീദ് ഇന്ത്യയിലെത്തി സുവിശേഷം അറിയിച്ചു. ഏത് ഇന്ത്യ എന്നൊന്നും പറയുന്നില്ല, ഇന്ത്യയിലെത്തി സുവിശേഷം അറിയിച്ചു എന്ന് പറയുന്നു. പക്ഷേ ഇവിടെ നമുക്കൊരു പാരമ്പര്യമുണ്ട്. AD 293-നോടടുത്ത് ചോളമണ്ഡലത്തിലെ മൈലാപ്പൂരുള്ള വെള്ളാള നസ്രാണികള് തമിഴ്നാട്ടിലെ മതമർദ്ദനത്തെ തുടർന്ന്, ചോളമണ്ഡലത്തിലെ മതമർദ്ദനത്തെ തുടർന്ന് കൊല്ലം ഭാഗത്തേക്ക് കുടിയേറി എന്നൊരു പാരമ്പര്യം, ശക്തമായ പാരമ്പര്യം നമുക്കുണ്ട്. ഇത് രണ്ടും കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഒരുപക്ഷെ തോമാസ് ലീഹായിൽ നിന്ന് കിട്ടിയ ഒരു പൗരോഹിത്യ പിന്തുടർച്ച നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ഇന്ത്യൻ സഭയുടെ താല്പര്യപ്രകാരമായിരിക്കാം, അല്ലെങ്കിൽ ആവശ്യപ്രകാരമായിരിക്കാം മാർ ദാവീദ് ഇന്ത്യയിൽ എത്തിച്ചേർന്നത്. അപ്പം ഏതായാലും രേഖാപരമായിട്ട് ഇന്ത്യയിലേക്ക് വന്ന ആദ്യത്തെ സുറിയാനി മെത്രാൻ എന്ന് പറയുന്നത് 295-നും 300-നും ഇടയ്ക്ക് വന്നു എന്ന് കരുതുന്ന ബെർസയിലെ മാർ ദാവീദാണ്. ഇത് ക്രോണിക്കിൾ ഓഫ് സീർട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ആദിമ സുറിയാനി സഭയുടെ ചരിത്രം 650 വരെയുള്ള കാലഘട്ടത്തിന്റെ ചരിത്രം ഏറ്റവും നന്നായി പറയുന്ന രേഖയാണ് ക്രോണിക്കിൾ ഓഫ് സീർട്ട് അഥവാ സീർട്ടിലെ ദിനവൃത്താന്തം. ഇത് സീർട്ടിൽ നിന്ന് കണ്ടെത്തിയതുകൊണ്ട് മാത്രമാണ് ഈ പേര് വന്നത്. ഇനി ഈ രേഖ നമുക്ക് വരും. 4-മത്തെ രേഖ സുറിയാനി സഭാപിതാക്കന്മാരിൽ അഗ്രഗണ്യനായ മാർ അപ്രയമാണ്. അപ്രയമിന്റെ പ്രത്യേകത AD 363 വരെ അദ്ദേഹം നിസീബീസിലായിരുന്നു. നിസീബീസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സസാനിയൻ പൗരസ്ത്യ റോമൻ സാമ്രാജ്യത്തിലെ കച്ചവട സംഘങ്ങൾ ഒന്നു ചേരുന്ന സ്ഥലമാണ് നിസീബീസ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യയിൽ നിന്ന് വരുന്ന കച്ചവടക്കാരിൽ നിന്ന് വിവരങ്ങൾ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരു സ്ഥലത്താണ് AD 363 വരെ അദ്ദേഹം താമസിക്കുന്നത്. അതിനുശേഷമാണ് പിന്നീട് അദ്ദേഹം ഏതേസയിലേക്ക് മാറുന്നത്. 373 അദ്ദേഹം മരിക്കുന്നു. അദ്ദേഹത്തിന്റെ നിസീബിയൻ ഗാനങ്ങളിൽ പറയുന്ന ഒരു വസ്തുത വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് കറുത്തവരുടെ ഇന്ത്യ എന്ന് ഉദ്ദേശിക്കുന്നത് പൂർണ്ണമായും കറുത്തവരെയല്ല, നമുക്ക് അങ്ങനെ അത് എടുക്കാൻ പറ്റുള്ളൂ. സൂര്യപ്രകാശം അടിച്ച് തൊലി മങ്ങിപ്പോയ കറുത്തവരെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് എന്റെയൊക്കെ ചാച്ചനൊക്കെ പാടത്ത് പണിയാൻ പോകുമ്പം, കരിപ്പാടത്ത് പണിയാൻ പോകുമ്പം ആ പീരീഡിൽ കറുത്തിരിക്കും. പിന്നെ പണികളെല്ലാം കഴിഞ്ഞ് കൃഷിയില്ലാത്ത കാലഘട്ടം വരുമ്പോൾ പിന്നെ അവർ വെളുക്കും. അപ്പൊ ഈ സൂര്യപ്രകാശം അടിച്ച് കറുത്തവരുടെ ഇന്ത്യയില് അവിടുത്തെ അന്ധകാരം നീക്കുവാനായിട്ടാണ് തോമാസ് ലീഹ അയക്കപ്പെട്ടതെന്നും അവിടെ തന്നെ അദ്ദേഹം രക്തസാക്ഷിത്വം വരിച്ചെന്നും അദ്ദേഹത്തിന്റെ അസ്ഥികള് എദേസായിലേക്ക് കൊണ്ടുപോയ ധന്യനായ വർത്തക പ്രമാണിയെ പറ്റിയും ഈ കാവ്യം പറയുന്നു. ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, കറുത്തവരുടെ ഒരു ഇന്ത്യ. എന്തുകൊണ്ടാണ് മാർ അപ്രയം അങ്ങനെ പറയുന്നത്? കാരണം 1-ാം നൂറ്റാണ്ടിലെ ഫ്യൂറ്റിംഗേറിയൻ ടേബിൾ നോക്കുമ്പോൾ അവിടെ നമ്മൾ ഒരു മോൾഭാഗത്ത് ഒരു ആര്യക്ക കാണുന്നുണ്ട്, താഴെ ഒരു ദമരിക കാണുന്നുണ്ട്. ദമരിക എന്നത് തമിഴകം എന്നാണ് എടുത്തിരിക്കുന്നെങ്കിൽ പോലും ദ്രാവിഡ ദേശം എന്ന് എടുക്കുന്ന കുറെ കൂടി അതിന്റെ ഒരു ഫോണറ്റിക്സിനോട് ചേർന്ന് നിൽക്കുന്നതാണെന്ന് തോന്നുന്നു. അപ്പൊ ഒരു ദക്ഷിണേന്ത്യയെ തന്നെയാണ്, ഒരു ദ്രാവിഡ ദേശത്തെ തന്നെയാണ് അപ്രയം ഉപയോഗിച്ചത് അല്ലെങ്കിൽ ഉദ്ദേശിച്ചത് എന്ന് നമുക്ക് ഈ നിഗമനത്തിൽ നിന്ന്, അല്ലെ അദ്ദേഹത്തിന്റെ ഈ കാവ്യത്തിൽ നിന്ന് അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പിന്നീട് ഹുയാൻ സാങ്ങിന്റെ മാപ്പിലെല്ലാം ദ്രാവിഡ ദേശം കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്നുണ്ട്. അപ്പം അപ്രയം ഉദ്ദേശിച്ച ഇന്ത്യ ദക്ഷിണേന്ത്യ തന്നെ ആയിരിക്കാനാണ് സാധ്യത കൂടുതൽ, പ്രത്യേകിച്ച് കറുത്തവരുടെ ഇന്ത്യ എന്ന് പറയുന്നത്. അത് എത്യോപ്യ വേറെ ഏതൊരു ഭാഗവുമായിരിക്കാൻ യാതൊരു സാധ്യതയില്ല. കാരണം സുറിയാനി സഭാപിതാവായ അപ്രയമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് ദക്ഷിണേന്ത്യ ആയിരിക്കാൻ സാധ്യത. മാത്രമല്ല, ഈ തോമാസ് ലീഹയുടെ അസ്ഥികളെ പറ്റിയും ശൗഡ്യത്തെ പറ്റിയൊക്കെ പറയുമ്പോൾ ലോകത്ത് അസ്ഥികള് അല്ലെങ്കിൽ തോമാസ് ലീഹയുടെ കബറിടം ഇവിടെയാണെന്ന് അവകാശപ്പെടുന്ന ഏക ഒരു സമൂഹം ദക്ഷിണേന്ത്യ മാത്രമാണ്. മൈലാപ്പൂരാണ് ഈ ഇന്ത്യയിലെ ദക്ഷിണേന്ത്യയിലുള്ള സെന്റ് തോമസ് ക്രിസ്ത്യൻസ് ആണ്. ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ അപ്രയം ഉദ്ദേശിച്ച ഈ സുറിയാനി രേഖയിലെ ഇന്ത്യ ദക്ഷിണേന്ത്യ ആകുവാനുള്ള സാധ്യത വളരെ അധികമാണ്. ഇനി 4-മത്തെ രേഖ എന്ന് പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു രേഖയാണ്. നമ്മളധികം ചർച്ച ചെയ്യാത്ത, നമ്മുടെ മുഖ്യധാരയിലേക്ക് വരാത്ത ഒരു രേഖയാണ്. AD 390-നോടനുബന്ധിച്ച് ഇത് പേർഷ്യൻ രക്തസാക്ഷികളെ പറ്റി പറയുന്ന ഒരു രേഖയാണ്. സുറിയാനി ഭാഷയിലുള്ള ഒരു രേഖയാണ്. ഇത് പോൾ ബെഡ്ജാൻ ഇത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ രേഖ നമ്മുടെ കയ്യിലുണ്ട്, സുറിയാനിയുള്ള ഈ രേഖ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ ഇവരൊക്കെ പ്രസിദ്ധീകരിക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നം, ബെഡ്ജാൻ സുറിയാനിയിൽ നിന്ന് ലത്തീനിലേക്കാണ് തർജ്ജമ ചെയ്തിരിക്കുന്നത്, ഇംഗ്ലീഷിലേക്ക് കൊണ്ടുവരിക. അപ്പം
ലത്തീൻ അറിയാവുന്ന ഒരാൾക്ക് അത് ഇംഗ്ലീഷിലേക്ക്, പക്ഷെ നമുക്ക് സുറിയാനി ഉറവിടം അറിയാവുന്നത് കൊണ്ട് സുറിയാനിയുള്ള ഈ രേഖ നമ്മുടെ കൈവശമുണ്ട്. അത് വിശദമായ പഠനത്തിന് വിധേയമാക്കേണ്ടതുമാണ്. അപ്പൊ ഈ 390 ഈ രേഖയിൽ പറയുന്ന പ്രകാരം ഇന്ത്യയിലെ മാർത്തോമാസ്ലിഹായുടെ ദേറിയയിലെ അധിപനായിരുന്ന കശീശമാർ സാദോയി, അദ്ദേഹത്തിന്റെ ഗുരുവര്യനായ മാർ യൗനാനെ പറ്റി, കശീശമാർ യൗനാനെ പറ്റി പറയുന്ന ഒരു രേഖയാണ്. 60ഓളം പേജുകളുണ്ട് ഈ രേഖ. ഈ രേഖയിൽ പറയുന്ന പ്രകാരം ഇന്ത്യയിലെ മാർത്തോമാസ്ലിഹായുടെ ദേറ അത് നാശാവസ്ഥയിലായിരുന്നു. അത് പുനരുദ്ധരിക്കുവാൻ വേണ്ടി വന്ന അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ യൗനാൻ, സന്യാസിവര്യനായ യൗനാൻ, അദ്ദേഹം ഇവിടെ വന്നു, ഈ ദേറ പുനരുദ്ധരിച്ചു. ഈ ദേറയെ പറ്റി പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ദേറ ഇരിക്കുന്ന ദ്വീപിന്റെ പേര് മിലാൻ എന്നാണ്. ഇവിടെ 200ഓളം സന്യാസി വര്യന്മാരുണ്ട്. ഈ ദേറ സ്ഥിതി ചെയ്യുന്നത് കറുത്ത ദ്വീപ് അഥവാ ബ്ലാക്ക് ഐലൻഡ് എന്ന് പറയുന്ന ദ്വീപിനോട് ചേർന്നാണ്. ഇവിടെ നിന്ന് ധാരാളം പവിഴമുത്തുകൾ കിട്ടുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ ദേറ 1504 ഇവിടെ വന്ന 4 മെത്രാന്മാര് അന്ന് പാത്രികീസ് നയിക്കുന്ന ആ നീണ്ട കത്തിൽ പറയുന്ന മൈലാപ്പൂരിലെ ദേറയാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ AD 590 ടൂറിലെ ഗ്രിഗറി ഒരു ഇന്ത്യയിലെ ഒരു ദേറയെ പറ്റി പറയുന്നുണ്ട്. പക്ഷെ എവിടെയാണെന്ന് പറയുന്നില്ല. പക്ഷെ 1504 വന്ന മെത്രാന്മാര് മൈലാപ്പൂരിലെ ദേറയെ പറ്റി തന്നെയാണ് പറയുന്നത്. അപ്പൊ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ ദേറ, ഈ സാദോയി വിവരിക്കുന്ന പേർഷ്യൻ രക്തസാക്ഷികളെ പറ്റി പറയുന്ന ഈ ഗ്രന്ഥത്തിലെ ദേറ മൈലാപ്പൂരിലെ ദേറയാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ദേറയുടെ സമീപത്ത് ഈന്തപ്പനയുണ്ട് എന്ന് പറയുന്നതാണ്. ഈന്തപ്പനകൾ ഉണ്ട് എന്ന് പറയുന്നത് നമുക്കൊരു സംശയത്തിന്റെ ഒരു ആനുകൂല്യം, ഇത് ഇപ്പൊ പേർഷ്യൻ ഗൾഫിലാണോ അതോ മൈലാപ്പൂരാണോ എന്നുള്ളൊരു സംശയം നമുക്ക് ഇവിടെ ജനിപ്പിക്കുന്നു. പക്ഷെ ഈ രേഖ നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് ഏകദേശം 60ഓളം പേജുകളുള്ള ഈ സുറിയാനി ഭാഷയിലുള്ള പേർഷ്യൻ രക്തസാക്ഷികളെ പറ്റി, അതിൽ പ്രത്യേകിച്ച് സാദോയെ പറ്റി പറയുന്ന ഈ ഭാഗം ഒരു 60ഓളം പേജുകളുണ്ട്. അത് സൂക്ഷ്മമായിട്ട് തർജ്ജമ ചെയ്താൽ ഇതിനൊരു ഉത്തരം കിട്ടും എന്ന് ഞാൻ കരുതുന്നു. ഇപ്പോഴത്തെ തിരക്കുകൾ കഴിഞ്ഞാൽ അത് ഗൗരവമായിട്ടിരുന്ന് തർജ്ജമ ചെയ്യണമെന്ന് തന്നെയാണ് കരുതുന്നത്. പക്ഷെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു രേഖയാണ്. കാരണം ഇതിന്റെ സാഹചര്യ തെളിവുകളെല്ലാം മൈലാപ്പൂരുമായിട്ട് ചേർന്ന് പോകുന്നുണ്ട്. പക്ഷെ ഈ ഒരു ഈന്തപ്പനകളുടെ ഒരു സാന്നിധ്യം, അതിന്റെ ഒരു സംശയത്തിന്റെ ആനുകൂല്യം, ഇത് ഈന്തപ്പനകള് കേരളത്തിലോ തമിഴ്നാട്ടിലോ ഒന്നും കാണാത്ത ഒരു സാധനമായതുകൊണ്ട് പേർഷ്യൻ ഗൾഫിന്റെ തീരങ്ങളിലാണോ അതോ മൈലാപ്പൂരാണോ എന്നുള്ളൊരു ഒരു സംശയത്തിന്റെ ആനുകൂല്യം നൽകി നമ്മൾ അടുത്ത രേഖയിലേക്ക് കടക്കുകയാണ്. അതും ക്രോണിക്കിൾ ഓഫ് സീർട്ടാണ്. അപ്പൊ അതൊരു പ്രത്യേക രേഖയായിട്ട് എടുക്കുന്നില്ല, കാരണം മൂന്നാമത് ഞാൻ പറഞ്ഞ രേഖയാണ്. അപ്പൊ ഞാനിത് പറയുന്നത് അതിന്റെ ക്രൊണോളജിക്കൽ ഓർഡറാണ്. അതായത് രേഖയുടെ പഴക്കം വെച്ചല്ല, അതിൽ പറയുന്ന സംഭവങ്ങളുടെ ഒരു കാലഗണന വെച്ചാണ് ഞാനിത് പറഞ്ഞിരിക്കുന്നത്. അതിൽ പറയുന്ന പ്രകാരം ഈ ക്രോണിക്കിൾ ഓഫ് സീർട്ട് ഏറ്റവും അധികം മുൻഗണന കൊടുക്കുന്ന പീരീഡ് എന്ന് പറയുന്നത് 5ാം നൂറ്റാണ്ടിലാണ്. അതിൽ പറയുന്ന പ്രകാരം സസാനിയൻ ചക്രവർത്തിയായ യാസ്തിഗാഡ്, അന്ന് പൗരസ്ത്യ സുറിയാനി കാത്തോലിക്ക ആയിരുന്ന മാർ ആഹായിയുടെ പീരീഡ് എന്ന് പറയുന്ന 411-നും 415-നും ഇടയ്ക്കാണ്. വളരെ ഒരു ചെറിയ പീരീഡിലെ അദ്ദേഹം പാത്രിക അല്ലെ കാത്തോലിക്ക ആയിരുന്നുള്ളൂ. യാസ്തിഗാഡിന്റെ പീരീഡ് എന്ന് പറയുന്ന 399 മുതൽ 420 വരെയാണ്. അപ്പൊ ഈ 411-നും 415-നും ഇടയ്ക്ക് ഈ ആഹായിയെ യാസ്തിഗാഡ് ചക്രവർത്തി പേർഷ്യയിലേക്ക് അയക്കുകയാണ്. എന്തിനാണ് അയക്കുന്നത്? ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നും പവിഴങ്ങൾ കയറ്റി വരുന്ന കപ്പലുകൾ കടൽ കൊള്ളക്കാരുടെ ആക്രമണത്തിന് ഇരയാകുന്നു. അതേപറ്റി അന്വേഷിക്കാൻ പാത്രികീസിനെ ചക്രവർത്തി കൽപ്പിച്ച് പേർഷ്യയിലേക്ക് അയക്കുകയാണ്. പാത്രികീസ് തന്നെ വേണം ഇത് അന്വേഷിക്കാൻ, പാത്രികീസിന് വേറെ ജോലിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അപ്പൊ പേർഷ്യയിലേക്ക് അയക്കുകയാണ്. ഈ രേഖ പ്രകാരം നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഈ 5ാം നൂറ്റാണ്ടിന്റെ ആദ്യത്തിൽ ഇന്ത്യയിലും ചൈനയിലും പേർഷ്യയിൽ നിന്ന് ക്രൈസ്തവര് കച്ചവടത്തിനായി എത്തിയിരുന്നുവെന്ന്. അതല്ലെങ്കിൽ ക്രൈസ്തവരില്ലെങ്കിൽ ഫാഴ്സിൽ നിന്നും ധാരാളമായിട്ട് ക്രൈസ്തവര് ഇന്ത്യയിലേക്കും ചൈനയിലേക്കും എത്തിയിരുന്നു, സാധനങ്ങൾ കയറ്റി തിരിച്ചു പോയിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടായിരിക്കണം സസാനിയൻ ചക്രവർത്തി പാത്രികീസിനെ തന്നെ ഫാഴ്സിലേക്ക് അയച്ച് ഈ കാര്യത്തിന് ഒരു നിജസ്ഥിതി അറിയാൻ വേണ്ടി, ഫാഴ്സിൽ ചെന്നാൽ നിജസ്ഥിതി അറിയാം, അപ്പൊ ഫാഴ്സിലേക്ക് അയച്ച് നിജസ്ഥിതി അറിയാൻ വേണ്ടി അയക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആർഗ്യുമെന്റ് ആണ്, വളരെ പ്രധാനപ്പെട്ട രേഖയാണ്. അടുത്ത രേഖ എന്ന് പറയുന്നത് 6ാമത്തെ രേഖ
9-ാം നൂറ്റാണ്ടിലെ സുറിയാനി സഭ കണ്ട ഏറ്റവും പ്രസിദ്ധരായ വിശുദ്ധഗ്രന്ഥ വ്യാഖ്യാതാക്കളിൽ ഒരാളായ മെർവിലെ ഈശോദാദിന്റെ സാക്ഷ്യമാണ്. അദ്ദേഹം റോമാക്കാർക്കുള്ള ലേഖനത്തിന്റെ അതിന്റെ വ്യാഖ്യാനത്തിന്റെ കൊളോഫോണില് അവസാനം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഈ രേഖ, സുറിയാനി ഭാഷയിലുള്ള ഈ വിശുദ്ധ ഗ്രന്ഥം 425 5-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തില് എദേസായിലെ പ്രസിദ്ധനായ തർജ്ജമക്കാരൻ മാർ ഖോമായി അദ്ദേഹത്തോടൊപ്പം ഇന്ത്യക്കാരനായ ഒരു കത്തനാർ ദാനിയേലും കൂടെ കൂടിയാണ് ഗ്രീക്ക് ഭാഷയിൽ നിന്ന് ഈ സുറിയാനി ഈ വിശുദ്ധ ഗ്രന്ഥം ഈ ഗ്രീക്ക് ഭാഷയിൽ നിന്ന് ഈ വിശുദ്ധ ഗ്രന്ഥം സുറിയാനിയിലേക്ക് തർജ്ജമ ചെയ്തിരിക്കുന്നതാണ്. അതായത് AD 425 ഇന്ത്യക്കാരനായ ഒരു കത്തനാർ ദാനിയേല് എദേസൻ കലാലയങ്ങളുമായി ബന്ധപ്പെട്ടിരുന്നെന്നും അദ്ദേഹം ഗ്രീക്കിൽ നിന്നും സുറിയാനിയിലേക്ക് തർജ്ജമ ചെയ്യാൻ അന്നത്തെ പ്രസിദ്ധ വിശുദ്ധഗ്രന്ഥ തർജ്ജമക്കാരനായ മാർ കോമായിയെ സഹായിച്ചുവെന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. 9-ാം നൂറ്റാണ്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിന്റെ അർത്ഥം ഇന്ത്യയിൽ അന്നത്തെ കത്തനാർമാരുടെ മാധ്യമ ഭാഷ സുറിയാനി ആയിരുന്നെന്നും അവർക്ക് ആഗോള നിലവാരത്തിലുള്ള ഒരു പാണ്ഡിത്യം ഉണ്ടായിരുന്നെന്നും എദേസൻ കലാലയങ്ങളുമായിട്ട് അവർ ബന്ധപ്പെട്ടിരുന്നെന്നും ഒക്കെയാണ് ഈ രേഖ സാക്ഷ്യപ്പെടുത്തുന്നത്. അപ്പം ഇതാണ് 6-ാമത്തെ പ്രധാനപ്പെട്ട രേഖ. അത് 9-ാം നൂറ്റാണ്ടിലെ വിശുദ്ധഗ്രന്ഥ വ്യാഖ്യാതാവ് മെർവിലെ ഈശോദാദാണ് പറയുന്നത്. 7-ാമത്തെ അതിപ്രധാനപ്പെട്ട രേഖ, അതിനുമുമ്പ് ഒരു രേഖയുണ്ട്, അത് കോസ്മോസിന്റെ രേഖയാണ്. കോസ്മോസിന്റെ ഗ്രീക്ക് ഭാഷയിലുള്ള രേഖ ആയതുകൊണ്ട് നമ്മൾ അത് ഒഴിവാക്കുകയാണ്. കാരണം കോസ്മോസിന്റെ രേഖയുടെ പ്രാധാന്യം സൊക്കോട്രയിലെയും ഇന്ത്യയിലെ കല്യാണിലെയും മലങ്കരയിലെയുമുള്ള അതുപോലെ തന്നെ ശ്രീലങ്കയിലുമുള്ള നസ്രാണികളെ പറ്റി പറയുന്നുണ്ട്. പക്ഷെ ഗ്രീക്ക് ഭാഷ സുറിയാനി ഉറവിടം അല്ലാത്തതുകൊണ്ട് നമ്മൾ ഒഴിവാക്കുകയാണ്. പക്ഷെ ഇതുമായിട്ട് ചേർന്ന് പോകേണ്ടതാണ് അത്. കാരണം കോസ്മോസിന്റെ ഒരു നേരിട്ടുള്ള ഒരു സാക്ഷ്യമായതുകൊണ്ട് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. 7-ാമത്തെ സുറിയാനി രേഖ എന്ന് പറയുന്നത് ഈസ്റ്റ് സിറിയൻ പാത്രികീസായ പൗരസ്ത്യ സുറിയാനി സഭാപിതാവായ ഈശോയാബ് മൂന്നാമൻ, അദ്ദേഹത്തിന്റെ കാലഘട്ടം AD 649 മുതൽ 659 വരെയാണ്. അതായത് ക്രോണിക്കിൾ ഓഫ് സിർട്ടിന്റെ പീരീഡ് കഴിഞ്ഞാണ് ഇദ്ദേഹത്തിന്റെ കാലഘട്ടം. അപ്പൊ അദ്ദേഹം ഫാഴ്സിലെ മെത്രാപോലീത്തയായ ശിമയോൻ അയച്ച കത്തുകൾ നമുക്ക് ഇന്ന് ലഭ്യമാണ്. സുറിയാനി ഭാഷയിൽ അയച്ച കത്തുകൾ ഇന്ന് ലഭ്യമാണ്. അതിൽ ഒരു കത്തിൽ ഇപ്രകാരം പറയുന്നു: ഇന്ത്യൻ സഭ ശിമയോന്റെ പൂർവികര് സെലൂഷ്യാസ് ടെസിഫോണുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചതുകൊണ്ട് ഇന്ത്യൻ സഭയ്ക്ക് പൗരോഹിത്യ പിന്തുടർച്ച നഷ്ടപ്പെട്ടിരിക്കുന്നു. സഭാ നിയമങ്ങൾ ശിമയോൻ പാലിക്കാത്തത് കൊണ്ട്, ശിമയോൻ സഭാ നിയമങ്ങൾ അനുസരിക്കാത്തത് കൊണ്ട് ഇന്ത്യൻ സഭ സുവിശേഷ വെളിച്ചത്തിൽ നിന്ന് അകന്ന് ഇരുളിലായിരിക്കുന്നുവെന്ന് പാത്രിയർക്കീസ് വിലപിക്കുന്നു. ഈ ശിമയോൻ അയച്ച കത്തിൽ വിലപിക്കുന്നു. ഇതിൽ നിന്ന് 2 കാര്യങ്ങൾ നമുക്ക് വ്യക്തമാണ്. ഒന്ന്, ഈ 7-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ഇന്ത്യൻ സഭ സെലൂഷ്യാസ് ടെസിഫോണിൽ നിന്ന് വേർപെട്ട പാഴ്സ് അതിരൂപതയുടെ കീഴിലായിരുന്നെന്നും അതിനു മുമ്പ് ഇന്ത്യൻ സഭ സെലൂഷ്യാസ് ടെസിഫോണിന്റെ കീഴിലായിരുന്നെന്നും ഈ പാത്രികീസിന്റെ കത്തിൽ നമുക്ക് അങ്ങനെ ഒരു നിയമനത്തില്ല. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കത്തിൽ പറയുന്ന ഇന്ത്യ എന്ന ഐഡന്റിറ്റി, ഇന്ത്യ ഹെന്തോ എന്നത് വളരെ വ്യക്തമായിട്ട് ഇവിടെ പറയുന്നുണ്ട് പാത്രികീസ്. പേർഷ്യൻ അതിർത്തി മുതല് ഏറെക്കുറെ 1200 പാരസോങ്, അതായത് കിലോമീറ്റർ കണക്കില് ഏകദേശം 6500 കിലോമീറ്ററോളം ഇന്ത്യയും ഇന്ത്യൻ ഓഷ്യനിലെ ഇന്ത്യൻ ഉൾക്കടലിലെ ശ്രീലങ്ക ഉൾപ്പെടുന്ന ചെറുതും വലുതുമായ അനേകം ദ്വീപുകൾ ഉൾപ്പെട്ട് ചൈനയുടെ ഇങ്ങേയറ്റത്തെ അതിർത്തി വരെയായ കൊല്ല വരെ ഉൾപ്പെടുന്ന സ്ഥലങ്ങളെയാണ് ഇന്ത്യ എന്ന ഹെന്തോ എന്ന ഒറ്റ വാക്കുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ ഇന്ത്യ എന്നൊരു ചെറിയ ഭൂഭാഗത്തെ അല്ല വിശേഷിപ്പിക്കുന്നത്. പേർഷ്യൻ അതിർത്തി മുതൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചെറുതും വലുതുമായ അനേകം ദ്വീപുകളെ ഉൾക്കൊണ്ടുകൊണ്ട് ചൈനയുടെ ഇങ്ങേയറ്റത്തെ അതിർത്തി വരെയായ കൊല്ല വരെയുള്ള ഏകദേശം 6500 പരം കിലോമീറ്ററുകളുള്ള ഒരു വലിയ ഭൂഭാഗത്തെയാണ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇത് 18-ാം നൂറ്റാണ്ടിൽ 1785 എഴുതപ്പെട്ട വർത്തമാന പുസ്തകത്തിൽ ഈ ആശയം കാണാൻ സാധിക്കും. ഇന്ത്യൻ സഭയ്ക്ക് കീഴില് 2 രൂപതകൾ ഉണ്ടായിരുന്നു പാറമാക്കൽച്ചൻ പറയുന്നത്. ഒന്ന് സൊക്കോട്രയിലും മറ്റേത് ഇൻഡോ ചൈനയിലും, അതായത് മാൻസീനായാലും അല്ലെ മഹാ ചൈനയിലുമായിരുന്നു. അതാ ഇൻഡോ ചൈന എന്നറിയാം. 1504 ഇവിടേക്ക് വന്ന മെത്രാന്മാര് ഇന്ത്യയുടെ മാത്രം മെത്രാന്മാരല്ല, ഇന്ത്യയുടെയും ജാവയുടെയും ചൈനയിലെയും മാൻസീനായിലെയും ഇന്തോ ചൈനയിലെയും മെത്രാന്മാരാണ്.
അപ്പോൾ ഇതൊരു ഒരു ഒരു ഇന്ത്യ എന്ന് ഒരൊറ്റപ്പെട്ട സംഭവമോ ഒരൊറ്റപ്പെട്ട എൻറ്റിറ്റിയോ അല്ല, വിശാലമായ ഒരു എൻറ്റിറ്റിയാണ്. അതുപോലെ തന്നെ ഈ ഒരു ലിസ്റ്റിൽ വരുന്നില്ലെങ്കിൽ പോലും 1563 കുറവലങ്ങാടുകാരൻ മാർ യൂസേപ്പിന്റെ ശിഷ്യൻ 1560 ഇവിടെ ഉണ്ടായിരുന്നത് മാർ യോഹന്നാൻ സൂലാക്കായുടെ സഹോദരനായ മാർ യൂസേപ്പാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്ന കുറവലങ്ങാടുകാരൻ പള്ളി വീട്ടിൽ യാക്കോബ് കത്തനാര് എഴുതിയിരിക്കുന്ന സുറിയാനി ഭാഷയിൽ എഴുതിയിരിക്കുന്ന സുവിശേഷങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥത്തില് അതിന്റെ കൊളോഫോണിൽ പറയുന്നുണ്ട് മാർ യൂസേപ്പ് ഇന്ത്യയുടെയും ചൈനയുടെയും മെത്രാപ്പോലീത്തയാണെന്നുള്ളത്. അപ്പം 16-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തില് ചൈനയിൽ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു. 1367 ചൈനയിൽ ക്രിസ്ത്യാനിറ്റി നിരോധിക്കുന്നുണ്ടെങ്കിൽ പോലും അവിടെ ക്രിസ്ത്യാനിറ്റി തുടർച്ചയായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ത്യ എന്ന് പറയുന്നത് വളരെ വ്യക്തമാണ്, പേർഷ്യക്കും ചൈനയ്ക്കും ഇടയ്ക്ക് കിടക്കുന്ന ഒരു പ്രത്യേക ഭൂഭാഗത്തെ തന്നെയാണ് സുറിയാനി സഭാപിതാക്കന്മാര് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്ത അതിപ്രധാനപ്പെട്ട രേഖ 8ാമത് പൗരസ്ത്യ സുറിയാനി സഭ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കീർത്തി കേട്ട പാത്രികീസായ മാർ തിമോത്തി ഒന്നാമന്റെ കത്താണ്. അദ്ദേഹം ധാരാളം കത്തുകൾ ഇന്ത്യയെ സംബന്ധിച്ചിരുന്നു. അതിലെ ഒരു പ്രധാനപ്പെട്ട കത്ത് അദ്ദേഹത്തിന്റെ കാലഘട്ടം AD 789-നും 823-നും ഇടയ്ക്കാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ഈ തെരേസാപ്പള്ളി ചെപ്പേടുമായി ബന്ധപ്പെട്ട ഒരു കുടിയേറ്റമൊക്കെയാണ്, അതിന്റെ അവസാന ഘട്ടത്തിലാണ്. അത് നമുക്ക് പറയാം. അപ്പൊ ഇന്ത്യയിലെ മെത്രാൻ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് മാർ തിമോത്തി ഇന്ത്യൻ സഭയുടെ, ഇന്ത്യയിലെ വിശ്വാസികളുടെ തലവനായ അർക്കദിയാക്കോന് കത്തെഴുതുകയാണ്. വിശ്വാസികളുടെ തലവൻ എന്ന് പറയുന്നത് സാധാരണ മെത്രാനാണ്, അർക്കദിയാക്കോനാണ് എഴുതുന്നത്. അതിന്റെ അർത്ഥം 9-ാം നൂറ്റാണ്ടിൽ ജാതി വ്യവസ്ഥ പ്രബലപ്പെട്ടു വരുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്ത്യൻ സഭയുടെ അർക്കദിയാക്കോൻ ജാതിക്ക് തലവനായി, നസ്രാണികളുടെ മുഴുവൻ തലവനായി മാറി എന്ന് തന്നെയാണെന്ന് തോന്നുന്നു. ഇന്ത്യൻ സഭയുടെ തലവനായ അർക്കദിയാക്കോന് കത്തെഴുതുന്നുണ്ട്. അപ്പൊ ഒരു പ്രത്യേക ഇന്ത്യൻ സഭയെ തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അടുത്ത ലിഖിതം അല്ലെങ്കിൽ അടുത്ത രേഖ എന്ന് പറയുന്നത്, 9ാമത്തെ രേഖ എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്നല്ല കിട്ടുന്നത്, ചൈനയിൽ നിന്നാണ് കിട്ടുന്നത്. അത് AD 781 സിയാൻഹു എന്ന സ്ഥലത്ത് കല്ലിൽ കൊത്തിവെച്ചിരിക്കുന്ന ഒരു സുറിയാനി രേഖയാണ്. ആ രേഖ AD 781 താങ് രാജവംശ കാലത്ത് എഴുതപ്പെട്ടത് തന്നെ 631 സുറിയാനി മിഷണറിമാര്, ആലപ്പൻ എന്ന് പറഞ്ഞ സുറിയാനി മിഷണറി ആദ്യമായിട്ട് ചൈനയിൽ എത്തിയതിന്റെ 150-ാം വാർഷികം ആഘോഷിച്ചാണ്. നമ്മൾ കണ്ടു 411-415 ക്രിസ്ത്യാനികൾ ഓൾറെഡി ചൈനയിൽ എത്തി, നമുക്ക് ക്രോണിക്കൽ ഓഫ് സിറ്റിൽ കണ്ടു. പക്ഷെ പേർഷ്യൻ മിഷണറിമാര് എത്തിയതിന്റെ 150-ാം വാർഷികമാണ് ഈ AD 781 സിയാൻഹു ലിഖിതം പറയുന്നത്. ഈ ലിഖിതത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ വളരെ ഡെവലപ്ഡ് ആയ ഒരു ചർച്ചിനെയാണ് നമുക്ക് ഈ രേഖയിൽ കാണാം. അർക്കദിയാക്കോനുണ്ട്, മെത്രാനുണ്ട്. അപ്പൊ അവിടെ അർക്കദിയാക്കോനുണ്ട്. 781 ചൈനയിലെ സഭയിൽ അർക്കദിയാക്കോനുണ്ട്. അപ്പോഴാണ് ഇപ്പൊ വളരെ അടുത്ത കാലത്ത് 1502 മുതലാണ് ഇവിടെ അർക്കദിയാക്കോൻ സംവിധാനം ഉണ്ടായതെന്നൊരു പുതിയ കണ്ടെത്തലുമായിട്ട് വരുന്നത്. ഈസ്റ്റ് സിറിയൻ ചർച്ചിന്റെ പാരമ്പര്യം അറിയാവുന്ന ആർക്കും അറിയാവുന്നതാണ്, വൈദികനാണെങ്കിൽ ഡീക്കൻ വേണം, മെത്രാനാണെങ്കിൽ ആർച്ച് ഡീക്കൻ അർക്കദിയാക്കോൻ വേണം. അപ്പൊ 1502 മുതലാണ് ഇവിടെ അർക്കദിയാക്കോൻ സംവിധാനം ഉണ്ടായതെന്ന് അവകാശപ്പെടുമ്പോൾ അതൊരിക്കലും ഈസ്റ്റ് സിറിയൻ ചർച്ചുമായിട്ടുള്ള പൗരാണികമായ ബന്ധം വെച്ച് നോക്കുമ്പോൾ അതൊരിക്കലും ശരിയാകാൻ യാതൊരു സാധ്യതയും ഇല്ലാത്തതാണ്. അത് തള്ളിക്കളയേണ്ട ഒരു ആർഗ്യുമെന്റ് തന്നെയാണ്. അടുത്ത 10ാമത്തെ രേഖ എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് തന്നെയാണ്. അത് 1720 വെട്ടിക്കട്ടയിൽ മത്തായി കത്തനാര് സുറിയാനിയിൽ എഴുതിയൊരു നീണ്ട കത്താണ്. അതിൽ പറയുന്ന പ്രകാരം AD 823, അതായത് നേരത്തെ പറഞ്ഞ പാത്രികീസ് തിമോത്തിയുടെ അവസാന കാലഘട്ടത്തിൽ 3 പേര് ഇന്ത്യയിൽ വന്നു, കൊല്ലത്ത് വന്നു. അവരെ കൊണ്ടുവന്ന ആദ്യത്തെ ആള് മരുവാൻ സപ്രീശോ എന്ന കച്ചവടക്കാരനാണ്. അദ്ദേഹത്തിന്റെ കപ്പലിലാണ് ഈ മാർ സാബോറും പ്രോത്തും ഇന്ത്യയിലെത്തി ഇവിടെ സുവിശേഷം അറിയിച്ചു എന്ന് ഈ രേഖ പറയുന്നു. നമ്മുടെ ഇവിടെ വളരെ ശക്തമായി അങ്ങനെ ഒരു 3 പേരുടെ പാരമ്പര്യം ഇവിടെയുണ്ട്. ഈ രേഖ പ്രകാരം മാർ സാബോറും പ്രോത്തും എത്തിയത് കൊല്ലം പട്ടണം നിർമ്മിച്ച, പിന്നീട് 849 ചെപ്പേട് കിട്ടിയത്, ഇതൊന്നും ഈ രേഖയിലില്ല, കിട്ടിയ മരുവാൻ സപ്രീഷോയുടെ കൂടെയാണ് കന്തീശങ്ങൾ എന്ന് വിളിക്കുന്ന മാർ സാബോറും പ്രോത്തും AD 823 കൊല്ലത്ത് വന്നിറങ്ങിയെന്ന് ഈ രേഖ സാക്ഷ്യപ്പെടുത്തുന്നു. അവർ പേർഷ്യൻ മെത്രാന്മാരാണെന്ന് തന്നെയാണ് ഈ രേഖ പറയുന്നത്. പക്ഷെ ഇത് 1720 രേഖയാണ്. അദ്ദേഹം അന്നുണ്ടായിരുന്ന ഇവിടെ ഉണ്ടായിരുന്ന മാർ ഗബ്രിയേലിന്റെ വിഭാഗത്തിൽപ്പെടുന്ന ആളുമാണ്. ക്നായ് തോമായുടെ കുടിയേറ്റത്തെ പറ്റിയൊക്കെ ഈ രേഖ ഈ നീണ്ട സുറിയാനി ഭാഷയുള്ള കത്ത് പറയുന്നുണ്ട്.
11ാമത്തെ രേഖ എന്ന് പറയുന്നത് ഈസ്റ്റ് സിറിയൻ സഭാ പാത്രികീസ്മാരായിരുന്ന മാർ തിയഡോഷ്യസ്, അദ്ദേഹം 853 മുതൽ 858 വരെ 9ാം നൂറ്റാണ്ടിന്റെ 2ാം പകുതിയിൽ പാത്രികീസ് ആയിരുന്നു. അടുത്തയാള് മാർ അബ്ദീശോയാണ്, 963 മുതൽ 983 വരെയുള്ള അദ്ദേഹത്തിന്റെ കാലം. ഇവർ രണ്ടുപേരുടെ എഴുത്തുകളിലെ ആശയം സമാനമാണ്, അതുകൊണ്ടാണ് രണ്ടുപേരെയും ചേർത്ത് പറയുന്നത്. അതുപ്രകാരം ഇന്ത്യയിലേക്ക് വരുന്ന മിഷണറി മെത്രാന്മാര് 6 വർഷത്തിൽ ഒരിക്കൽ ബാഗ്ദാദിൽ വെച്ച് നടക്കുന്ന പൗരസ്ത്യ സുറിയാനി സുനഹദോസിൽ പങ്കെടുക്കേണ്ടതില്ല. അവർ പിന്നെ ഇന്ത്യയിൽ തന്നെ താമസിച്ച് ഇവിടെ തന്നെ മരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ധാരാളം പൗരസ്ത്യ സുറിയാനി മെത്രാന്മാർ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അവര് എന്ത് സംഭവിച്ചു, എവിടെ അടക്കി, ഇതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അക്കാലത്ത് പള്ളികളിൽ അച്ഛന്മാരെ മെത്രാന്മാരെ അടക്കുന്ന ഒരു പതിവില്ലാത്തതുകൊണ്ട് പുരയിടങ്ങളോട് ചേർന്ന് പലപ്പോഴും ശ്രാദ്ധവും കബറിടങ്ങളും ഒക്കെ കാണപ്പെടാറുണ്ട്. മാർ ആബോയുടെ കബറിടം തേവലക്കരയിൽ. ഇങ്ങനെ പക്ഷെ തുടർച്ചയായിട്ട് സുറിയാനി മെത്രാന്മാര് ഇന്ത്യയിലേക്ക് വന്നിരുന്നുവെന്ന്, 9ാം നൂറ്റാണ്ടിന് ശേഷം ഇന്ത്യയിലേക്ക് വന്നിരുന്നുവെന്ന് അടൂര് കണ്ണങ്കോട് പള്ളിയിലുള്ള സുറിയാനി സൂക്ഷിച്ചിരുന്ന സുറിയാനി രേഖ, അത് നമ്മുടെ രേഖയിൽ 12ാമത്തെ രേഖയാണ്. അതായത് ഈ രേഖ പ്രകാരം 9ാം നൂറ്റാണ്ടിന് ശേഷം വന്ന കുറെ മെത്രാന്മാരുടെ പേര് പറയുന്നുണ്ട്. ഈ ലിസ്റ്റ് പ്രകാരം 1407 മലയാളം കണക്കാണ്. 1407 വന്ന മാർ യാബല്ലായാണ് അവസാനത്തെ ഇന്ത്യയിലേക്ക് വന്ന മെത്രാപ്പോലീത്ത. അപ്പൊ ഈ ലിസ്റ്റില് 1449 ഈ കാഞ്ഞിരപ്പള്ളി അക്കരപ്പള്ളി നിർമ്മിച്ചപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഒരു മാർ യോസെഫില്ല. വിഖ്യാതമായ 1301 വത്തിക്കാൻ കോഡക്സിൽ പറയുന്ന മാർ ജേക്കബും ഇല്ല. അപ്പൊ ഈ ലിസ്റ്റ് പൂർണ്ണമല്ല. പക്ഷെ എന്നാൽ പോലും സുറിയാനി മെത്രാന്മാര് പിന്നീട് തുടർച്ചയായിട്ട്, ഇടയ്ക്ക് ഇടവേളകൾ ഉണ്ടെങ്കിൽ പോലും തുടർച്ചയായിട്ട് 9ാം നൂറ്റാണ്ടിന് ശേഷം ഇവിടെ എത്തിയെന്ന് ഈ രേഖ പറയുന്നു. രേഖ എന്തുമാത്രം പൂർണ്ണമാണ്, കൃത്യമാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഒരു മെത്രാന്മാരുടെ കണക്ക് അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഈ കണക്കിൽ പ്രധാനപ്പെട്ട 2 പേര് വിട്ടും പോയിട്ടുണ്ട്. അടുത്ത രേഖ എന്ന് പറയുന്നത് 13ാമത്തെ രേഖ എന്ന് പറയുന്നത് 1222 എഴുതപ്പെട്ട രേഖയാണ്. അത് എഴുതിയത് ബസ്രായിലെ മെത്രാനായ മാർ സോളമനാണ്, സോളമൻ ഓഫ് ബെർസയാണ്. ആ പുസ്തകത്തിന്റെ പേര്, ഗ്രന്ഥത്തിന്റെ പേര് തേനീച്ചയുടെ പുസ്തകം എന്നാണ്. ബുക്ക് ഓഫ് ബീസ്, സുറിയാനിയിൽ സാവാദ് ദൗറീസ, സുറിയാനിയിൽ എഴുതപ്പെട്ട ഗ്രന്ഥമാണ്. ഇതിന്റെ പ്രാധാന്യം എന്താണെന്ന് പറയുന്നത്, നമ്മളൊരു 4ാം നൂറ്റാണ്ട് മുതൽ കാണുന്ന തോമാസ് ലീഹായുടെ കബറിടം സ്ഥിതി ചെയ്യപ്പെടുന്നു എന്ന് പറയുന്ന കലാമിന മൈലാപ്പൂരാണെന്ന് ആദ്യമായിട്ട് അടയാളപ്പെടുത്തുന്നത് ഈ സാവാദ് ദൗറീസയാണ്, തേനീച്ചയുടെ പുസ്തകമാണ്. അതിൽ തോമാസ് ലീഹായുടെ കബറിടം മൈലാപ്പൂരാണെന്ന് അസന്ദിഗ്ധമായിട്ട് പറയുന്നു. അത് 1222 ഇതിനുശേഷം മാത്രമാണ് മാർക്കോപോളോ ഉൾപ്പെടെ പാശ്ചാത്യ സഞ്ചാരികൾ തോമാസ് ലീഹായുടെ കബറിടം മൈലാപ്പൂരാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നത്. അപ്പം ഈ രേഖയാണ് ആദ്യമായിട്ട് തോമാസ് ലീഹായുടെ കബറിടം ഈ കലാമിന എന്ന് പറയുന്ന സ്ഥലം മൈലാപ്പൂരാണ് എന്ന് സാക്ഷ്യപ്പെടുന്നത്. 13ാം നൂറ്റാണ്ടിലും കലാമിന എന്ന് വിശേഷിപ്പിക്കുന്ന രേഖകൾ നമുക്കുണ്ട്. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും പേരുകേട്ട രേഖ എന്ന് പറയുന്നത് 1301 വെറും 14 വയസ്സുള്ള ഔസേപ്പിന്റെ മകൻ സക്കറിയാസ് ഷമ്മാശൻ കൊടുങ്ങല്ലൂര് വെച്ച് എഴുതിയ വത്തിക്കാൻ കോഡക്സ് എന്ന പേരിൽ, കോഡക്സ് 22 എന്ന പേരിൽ വിശ്വവിഖ്യാതമായ സുറിയാനി രേഖയാണ്. ഇന്ത്യയിൽ നിന്ന് കിട്ടിയ ഏറ്റവും പഴക്കമുള്ള സുറിയാനി രേഖയും ഇതാണ്. ഇത് പ്രകാരം അന്ന് പൗരസ്ത്യ സുറിയാനി പാത്രക്കീസ് ആയിരുന്ന മാർ യാബല്ല, അദ്ദേഹം തുർക്കിക്കാരനാണെന്ന് പറയുന്നത്, മംഗോളിയൻ വിഭാഗക്കാരനാണെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ കീഴില് അദ്ദേഹം നിയമിച്ച മാർ യാക്കോബാണ് ഇന്ത്യയിലെ മാർത്തോമാസ് ലീഹായുടെ കിരീടത്തിൽ, അല്ലെ ഇന്ത്യയിലെ മാർത്തോമാസ് ലീഹായുടെ സിംഹാസനത്തിന്റെ അധികാരി, തലവൻ. ആ സിംഹാസനം സ്ഥിതി ചെയ്യുന്ന കൊടുങ്ങല്ലൂരാണ്. 1301 രേഖയാണ് പറയുന്നത്. ഈ 14 വയസ്സുള്ള ഷമ്മാശൻ ഈ സുറിയാനി ലേഖന വായനകളുടെ, പൗരസ്ത്യ സുറിയാനി പാരമ്പര്യം അനുസരിച്ചുള്ള ലേഖന വായനകളുടെ ക്രമം പകർത്തിയതിന്റെ കൊളോഫോണാണ് ഈ പറയുന്നത്. അതിമനോഹരമായ ക്ലാസിക്കൽ സുറിയാനി ഭാഷയിലാണ് 14 വയസ്സുള്ള ഒരു ഷമ്മാശൻ എഴുതിയിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പാണ്ഡിത്യം, അദ്ദേഹത്തിന്റെ ഒരു പരിശീലനം നമുക്ക് അതിൽ ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇതേപോലെ ഒരു സുറിയാനി പിന്നീട് ഞാൻ കണ്ടിരിക്കുന്നത് പാറേമംഗലച്ചനും കരിയാറ്റിയും കൂടി ചേർന്ന് 6ാം മാർത്തോമയെ പുനരൈക്യപ്പെടുത്താനായിട്ട് എഴുതിയ, റോമിലേക്ക് എഴുതിയ അതിന്റെ സുറിയാനി കത്താണ്. കർഷകനിലും ഉണ്ട്, സുറിയാനിയിലും ഉണ്ട്. ഇത്രമാത്രം ക്ലാസിക്കൽ സുറിയാനി നാട്ടുകാർ ഉപയോഗിക്കുന്ന ഒരു സുറിയാനി കത്ത് കണ്ടിരിക്കുന്നത്, അതിനു മുമ്പ് കണ്ടിരിക്കുന്നത് ഈ 14 വയസ്സ് മാത്രം പ്രായമുള്ള സക്കറിയ ശമാശന്റെ കത്തിലാണ്.
അപ്പം അതിൽ ഇന്ത്യൻ സഭയെ വളരെ വ്യക്തമായി അടയാളപ്പെടുത്തുന്നു. അതിന്റെ കേന്ദ്രം കൊടുങ്ങല്ലൂരാണെന്നും പാത്രികീസ് യാബല്ലായാണെന്നും യാബല്ലയുടെ കീഴിൽ മാർ യാക്കോബ് എന്ന് പറഞ്ഞ മെത്രാനാണ് അതിൽ അവരോധനായിരിക്കുന്നതെന്നും വളരെ കൃത്യമായിട്ട് പറയുന്നു. അടുത്ത 15ാമത്തെ രേഖ എന്ന് പറയുന്നത് MS സിറേക് 25 എന്നറിയപ്പെടുന്ന രേഖയാണ്. അതിൽ നിന്നൊരു കത്ത് ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ടെത്തുകയും അത് പഠിക്കുകയും അത് തർജ്ജമ ചെയ്യുകയും ചെയ്തിരുന്നു. അത് എഴുതിയിരിക്കുന്ന 1504 മെയ് 1-ാം തീയതിയാണ്. ഇന്ത്യയിലേക്ക് വന്ന 1504 ഇന്ത്യയിൽ എത്തിച്ചേർന്ന 4 മെത്രാന്മാരിൽ ഒരാളായ മാർ യാക്കോബാണ്. അദ്ദേഹം കൊല്ലത്ത് വെച്ചാണ് അത് എഴുതിയിരിക്കുന്നത്. നമ്മളൊക്കെ കത്തെഴുതുന്നത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്കാണ്. അതുപോലെ തന്നെ ഈ മാർ യാക്കോബ് കത്ത് എഴുതിയിരിക്കുന്ന അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾക്കാണ്. അത് മറ്റാരുമല്ല, ദൈവത്തിനാണ് അദ്ദേഹം ഈ കുറിപ്പ് എഴുതിയിരിക്കുന്നത്. അപ്പൊ മാർ യാക്കോബ് എന്തുമാത്രം വിശുദ്ധനാണെന്ന് പിന്നീട് ഫ്രാൻസിസ് സേവ്യറിനെ പോലുള്ള മിഷണറിമാരെ സാക്ഷ്യപ്പെടുത്തിയത് അവരുടെ സാക്ഷിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈ കത്തിൽ നിന്ന് ലഭ്യമാണ്. അപ്പൊ ഈ കുറിപ്പിൽ പറയുന്ന പ്രകാരം 4 മെത്രാന്മാര്, അതായത് അന്ന് പാത്രികീസ് മാർ ശിമയോൻ 5-ാമന്റെ നിര്യാണത്തെ തുടർന്ന് മാർ ഏലിയ അധികാരമേൽക്കുന്നു. മാർ ഏലിയ ഉടനെ ചെയ്തത് 4 മെത്രാന്മാരെ ഇന്ത്യയിലേക്ക് ഗസർത്തായിൽ വെച്ച് അഭിഷേകം ചെയ്ത് ഇന്ത്യയിലേക്ക് അയക്കുന്നു. അവര് ഇന്ത്യയിൽ കണ്ണൂർ എത്തിച്ചേർന്നു. വളരെ സന്തോഷമായിട്ട് തന്നെ പോർച്ചുഗീസുകാരെ യങ് ആൻഡ് എനർജറ്റിക് ക്രിസ്ത്യൻസ് എന്നാണ് പോർച്ചുഗീസുകാരെ വിശേഷിപ്പിക്കുന്നത്. അവരെ കാണുകയും സന്തോഷമായിട്ട് തന്നെ 2 കൂട്ടർക്ക് സന്തോഷമായിട്ട് പിരിഞ്ഞ് പിന്നീട് കൊല്ലത്ത് നിന്നാണ് ഈ കത്ത് എഴുതിയിരിക്കുന്നത്. ഇത് 1504 മെയ് 1-നാണെന്ന് ഈ കത്തിൽ തന്നെ ഡേറ്റ് ഉണ്ട്. ഈ കത്ത് നമുക്ക് ഈ 4 മെത്രാന്മാര് ഇതിന് ശേഷം ഒരു കത്ത് അയക്കുന്നുണ്ട്. അതിന് മുമ്പുള്ള കത്താണ്. അതുകൊണ്ട് തന്നെ ഈ രേഖയ്ക്ക് ഇന്ത്യയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഈ 4 മെത്രാന്മാരിൽ ആദ്യത്തെ ഒരു സുറിയാനി രേഖ എന്നുള്ള രീതിയിൽ ഇതിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. അടുത്ത 16ാമത്തേതും അവസാനത്തേതുമായ രേഖ 1504 തന്നെ ഈ 4 മെത്രാന്മാരിൽ ഏറ്റവും ഇളയവനായ മാർ ദനഹ, അദ്ദേഹം 4 മെത്രാന്മാർക്ക് വേണ്ടിയും പാത്രികീസിന് അയക്കുന്ന കത്താണ്. വത്തിക്കാൻ 204 204 വത്തിക്കാൻ കോഡക്സ് 204 എന്നറിയപ്പെടുന്ന ഈ കത്ത് വളരെ നീണ്ട ഒരു സുറിയാനി രേഖയാണ്. വളരെ സുറിയാനി ഭാഷയിൽ എഴുതിയ നീണ്ട ഒരു സുറിയാനി കത്താണ്. ഇത് കേരള ചരിത്രത്തിൽ തന്നെ ഒരു അമൂല്യനിധിയാണ്. കാരണം മാർത്തോമാ നസ്രാണികളെ പറ്റി ഒരു ആദ്യത്തെ സെൻസസ് കിട്ടുന്ന ഈ രേഖയിലാണ്. കൊടുങ്ങല്ലൂരിനും കൊല്ലത്തിനും ഇടയിൽ 30,000-ഓളം കുടുംബങ്ങൾ മാർത്തോമാ നസ്രാണികൾ അധിവസിക്കുന്നുണ്ടെന്ന് ഈ രേഖ പറയുന്നു. പ്രധാനമായി 20 പട്ടണങ്ങളിൽ, അതിൽ 3 വലിയ പട്ടണങ്ങളാണ്. കൊടുങ്ങല്ലൂരും കൊല്ലവും നമുക്കറിയാം, പേര് കേട്ട പ്രശസ്തമായ വലിയ പട്ടണങ്ങളാണ്. പക്ഷെ 3ാമത്തെ വലിയ പട്ടണം എന്ന് പറയുന്നത് പാലയൂരാണ്. നമുക്കിന്ന് അത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. പിന്നെ 17 ചെറിയ പട്ടണങ്ങളിലായിട്ട്, പിന്നെ ആ പട്ടണങ്ങൾക്ക് അപ്പുറം അങ്ങാടികൾക്ക് വെളിയിൽ കുരുമുളക് കൃഷിയും കുരുമുളകിന്റെ കച്ചവടക്കാരും ഒക്കെ ആയിട്ട് 30,000-ഓളം മാർത്തോമാ നസ്രാണികളുടെ കുടുംബങ്ങൾ താമസിക്കുന്നുണ്ടെന്ന് ഈ രേഖ സാക്ഷ്യപ്പെടുന്നു. 1490 ചരിത്രം പറയുന്നുണ്ട്. 1490 മുതലുള്ള ചരിത്രം ഈ രേഖ പറയുന്നുള്ളൂ. 3 പേരെ ഇവിടുന്ന് മാർത്തോമാ നസ്രാണികളുടെ പ്രതിനിധികളായിട്ട് മെത്രാനെ കിട്ടാനായിട്ട് അയക്കുന്നു. കുറച്ചു കാലം, നീണ്ട കാലം, ഒരു 1450 ശേഷം ഇവിടെ മെത്രാന്മാരില്ലാത്തൊരു സാഹചര്യം ഉണ്ടായി. 1450 എന്ന് പറയാൻ കാരണം 1449 ഈ കാഞ്ഞിരപ്പള്ളി അക്കരപ്പള്ളിയുടെ കൂതാശയിലിന് മാർ യൂസേപ്പ് ഇവിടെ ഉണ്ടായിരുന്നെന്ന് സാക്ഷിയുണ്ട്. കാഞ്ഞിരപ്പള്ളി അക്കരപ്പള്ളി 1449 സ്ഥാപിച്ചത് നമുക്ക് തെക്കുംകൂർ രാജാവിന്റെ രേഖയുണ്ട്, അദ്ദേഹത്തിന്റെ തീട്ടൂരമുണ്ട്. അപ്പം അന്ന് ഉണ്ടായിരുന്ന മാർ യൂസേപ്പ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ 1450 ശേഷമാണ് മെത്രാന്മാരില്ലാത്ത ഒരു അവസ്ഥ സംജാതമായത്. അപ്പൊ ആ ഒരു അവസ്ഥയ്ക്ക് മെത്രാന്മാരെ കിട്ടാൻ വേണ്ടി 3 പേരെ അയക്കുന്നു. അതിൽ 2 പേര് അവിടെ എത്തിച്ചേരുന്നു. ഒരാൾ മാർഗവത്തെ മരിക്കുന്നു. ആ എത്തിച്ചേർന്ന 2 പേര്, ഒരാള് ഗീർവർഗീസ് എന്നും മറ്റേ ആളുടെ പേര് ഔസേപ്പ് എന്നുമാണ്. 2 പേരും ഇന്ത്യയിലെ മൽപ്പാന്മാരുടെ കീഴിൽ ഏറ്റവും മികച്ച ശിക്ഷണം കിട്ടിയവരാണെന്ന് പാത്രികീസിന് ബോധ്യപ്പെട്ടുകൊണ്ട് അവർക്ക് അന്നേരം തന്നെ പട്ടങ്ങൾ കൊടുക്കുന്നു. അവര് മാർത്തോമാ നസ്രാണികളുടെ പ്രതിനിധികൾ എന്ന രീതിയിൽ മാർ യൂജിന്റെ ദേറായിലെത്തി 2 സന്യാസികളെ ഇവരാണ് സെലക്ട് ചെയ്യുന്നത്. അവരെ മെത്രാന്മാരായിട്ട് മാർ തോമായെന്നും മാർ യോഹന്നാനെന്നും പറഞ്ഞ് ഇന്ത്യയിലേക്ക് അയക്കുന്നു. ഈ മെത്രാന്മാർക്ക് വലിയ സ്വീകരണമാണ് കിട്ടിയത്. ഈ പോയ ഗീർവർഗീസ്, പകലോമറ്റം ഗീർവർഗീസ് പിന്നെ 1502 ഈ മാർ യോഹന്നാൻ എന്ന് പറഞ്ഞ് പകലോമറ്റത്തെ അർക്കദിയാക്കോനായിട്ട് മാറുന്നുണ്ട്. നമുക്ക് രേഖാപരമായിട്ട് പകലോമറ്റത്ത് നിന്ന് കിട്ടുന്ന ആദ്യത്തെ അർക്കദിയാക്കോൻ ഈ ഗീർവർഗീസ് ആണ്. ഔസേപ്പ് പിന്നീട് വളരെ പ്രശസ്തനായ, ഇന്ത്യക്കാരൻ ഔസേപ്പ് എന്ന് പറഞ്ഞ് പാശ്ചാത്യ ലോകത്ത് വളരെ പ്രശസ്തനായ ഔസേപ്പായി തീർന്നു. അപ്പൊ ഇവര് ഈ മെത്രാന്മാരോടൊപ്പം ഇന്ത്യയിലെത്തി. ഈ മെത്രാന്മാർ ഇവിടുത്തെ സാഹചര്യങ്ങൾ പഠിച്ചതിന് ശേഷം, വേറെ പോർച്ചുഗീസുകാരുടെ വരവുണ്ടായതിനു ശേഷം
മാർ തോമ തിരികെ പോയി വേറെ 4 മെത്രാന്മാരെ കൂടി കൂട്ടിക്കൊണ്ടുവരുന്നു. അവരുടെ കാര്യമാണ് നേരത്തെ പറഞ്ഞത്. അപ്പം ഒരു 1490 ശേഷമുള്ള വളരെ വിസ്തരിച്ചുള്ള ഒരു സഭാചരിത്രം മാത്രമല്ല കേരള ചരിത്രവും ഈ രേഖയിലുണ്ട്. അപ്പൊ ഈ രേഖ വളരെ സവിശേഷമായ പ്രാധാന്യമുള്ളതാണ്, ധാരാളം പഠിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഇതിനു മുമ്പുള്ള രേഖയും വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ ചെറിയൊരു കത്തായതുകൊണ്ട് അധികാരി തന്നെ പഠിച്ചിട്ടില്ല. ആ രേഖയിൽ തന്നെ പറയുന്നുണ്ട്, ഞാൻ മാർ യാക്കോബിന്റെ കത്തിൽ തന്നെ പറയുന്നുണ്ട്, 4 മെത്രാന്മാരിൽ 2 പേര് മെത്രാപ്പോലിത്തമാരാണ്. ഇന്ത്യക്കും ചൈനയ്ക്കും ജാവയ്ക്കും മഹാചൈനയ്ക്കും അയക്കപ്പെട്ട ഈ 4 പേരിൽ 2 പേര് മെത്രാപ്പോലിത്തമാരാണ്. അതായത് മാർ യോഹന്നാനും മാർ യാബല്ലായും മെത്രാപ്പോലിത്തമാരാണ്. ഈ കത്തെഴുതിയ മാർ യാക്കോബും കൂടുതൽ ഏറ്റവും ഇളയവനായ ധനഹായും മെത്രാന്മാരാണ്. അപ്പൊ ഒരു വിശാലമായ 1500ന്റെ ആരംഭത്തിൽ തന്നെയും ഒരു വിശാലമായ ഒരു സഭാ സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണി എന്നുള്ള രീതിയിലാണ് ഇന്ത്യയെ അവതരിപ്പിക്കുന്നത്. അപ്പം പിന്നീട് നമുക്ക് 16-ാം നൂറ്റാണ്ടിൽ ഇഷ്ടം പോലെ സുറിയാനി ഭാഷയിലുള്ള രേഖകൾ പോർച്ചുഗീസ് കാലഘട്ടത്തിൽ കിട്ടുന്നുണ്ട്. അതൊക്കെ ഞാൻ വിടുകയാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ 16 രേഖകളും ഒരേ കാര്യം തന്നെയാണ് പലതരത്തിൽ പറയുന്നത്. ഇന്ത്യൻ സഭയ്ക്ക് പ്രത്യേകമായ ഒരു വ്യക്തിത്വമുണ്ട്. അത് പേർഷ്യൻ ചർച്ചുമല്ല, ചൈനീസ് ചർച്ചുമല്ല, ചൈനയിലെ സഭയുമല്ല. അത് പ്രത്യേകമായ ഒരു വ്യക്തിത്വമുള്ള സവിശേഷമായ ഒരു സഭയാണ്. ആ സഭ തോമാസ് ലീഹായുടെ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഫലമാണ്. അദ്ദേഹം ഇവിടെ സുവിശേഷം അറിയിച്ചു, ഇന്ത്യയിൽ തന്നെ അദ്ദേഹം രക്തസാക്ഷിത്വം വരിച്ചു, ഇവിടെ കബറടക്കി. പൗരസ്ത്യ സുറിയാനി സഭയുമായുള്ള ബന്ധം നമുക്കൊരു 3-ാം നൂറ്റാണ്ട് മുതൽ ഇന്ത്യൻ സഭയുമായിട്ട് രേഖാപരമായിട്ട് നമുക്ക് കാണുന്നുണ്ട്. പക്ഷെ ഈ ഇന്ത്യ എന്ന് പറയുന്നത് ഏത് ഭാഗത്തെ ഇന്ത്യ എന്ന് വിസ്തരിച്ച് ഈ രേഖകൾ പറയുന്നില്ല. മാർ അപ്രേമിന്റെ ആ ഒറ്റ രേഖ വെച്ചു, അതും ദക്ഷിണേന്ത്യ ആണ് എന്നൊരു സാഹചര്യ തെളിവിന്റെ ഒരു നിഗമനത്തിൽ, അല്ലാതെ വേറെ സാധ്യതകളൊന്നുമില്ല. കാരണം മൈലാപ്പൂരിന്റെ ഒരു പ്രാധാന്യമൊക്കെ കണക്കിലെടുക്കുന്നു. അതല്ലാതെ ഇന്ത്യ എന്നത് വിസ്തരിച്ച് ഇന്ന ഇന്ത്യ എന്ന് പറയുന്നില്ല. മറിച്ച് പാത്രികീസ് ഈശോയാ മൂന്നാവിന്റെ കത്തിൽ ഇന്ത്യ എന്നത് വളരെ വ്യക്തമായിട്ട്, ഇന്ത്യൻ സഭ ഇന്ത്യ എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിന്റെ ഒരു മാറ്റുലി 1785 ഇന്ത്യക്കാർ ഭരിക്കണം, നാം ഇന്ത്യക്കാർ ഒരു ജാതി എന്ന് പറയുന്ന വർത്തമാന പുസ്തകത്തിന്റെ ജോഗ്രഫിയിലും കാണുന്നുണ്ട്. ഇന്ത്യ എന്നത് പാറേമാക്കലച്ചൻ പറയുന്ന ഇന്നത്തെ ഒരു ചെറിയൊരു ഭൂഭാഗത്തെ അല്ല ഇന്ത്യ എന്നറിയപ്പെടുന്നത്. പേർഷ്യൻ അതിർത്തി മുതൽ കടലില് ദ്വീപ്, ചെറുതും വലുതുമായ ദ്വീപുകളെല്ലാം ഉൾപ്പെടുന്ന സൊക്കോട്രോയും മാൻസീനായും അല്ലെങ്കിൽ ഇന്തോ ചൈനയും ഒക്കെ ഉൾപ്പെടുന്ന ഒരു സഭാ സമൂഹത്തിന്റെ അമരത്തിരിക്കുന്ന ഒരു ഇന്ത്യൻ ചർച്ചിനെയാണ് അദ്ദേഹം പലപ്പോഴും റെഫർ ചെയ്യുന്നത്. അപ്പം സുറിയാനി രേഖകള് 16 സുറിയാനി രേഖകളിലൂടെ നമ്മൾ ഇന്ത്യൻ സഭ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. പൈസച്ച ഒന്ന് ഉപസംഹരിക്കാമോ? ജോസൂട്ടി വളരെ വ്യക്തമായിട്ട് ഇന്ത്യ എങ്ങനെയാണ് സുറിയാനി രേഖകളിൽ കാണപ്പെട്ടത്, ഏതർത്ഥത്തിലുള്ള ഒരു സ്ഥാനമാണ് ഇന്ത്യക്ക് സുറിയാനി ലോകത്ത് സുറിയാനി രേഖകളിൽ ഉള്ളതെന്ന് 16 രേഖകൾ വളരെ വ്യക്തമായി വിശകലനം ചെയ്തുകൊണ്ട് ജോസൂട്ടി പറയുകയുണ്ടായി. ജോസൂട്ടി പ്രത്യേക അഭിനന്ദനം അറിയിക്കുകയാണ്. ഞാൻ 2-3 കാര്യങ്ങൾ മാത്രം എന്നോട് അനുഷ്ഠിതമായി കൂട്ടിച്ചേർക്കാൻ ആശിക്കുകയാണ്. മറാഹയുടെ കാലത്താണ് നമ്മുടെ സെലൂസിയൻ ടെസിഫോൺ ചർച്ച് എസ്റ്റർ ഗീറിന്റെ നേതൃത്വത്തിൽ അത് റീഓർഗനൈസ് ചെയ്ത് സ്വതന്ത്ര സഭയായി മാറിയത് എന്ന് പറയാൻ ആശിക്കുകയാണ്. മറാഹയുടെ പങ്ക് അതാണ്. അപ്പൊ 410 നടന്ന ആ ഒരു സുനോസ് വെച്ചാണ് സെലൂസിയൻ ടെസിഫോൺ ചർച്ച് രൂപീകരിക്കപ്പെട്ടത്, അല്ലെങ്കിൽ ഈസ്റ്റ് ശ്രീക് ചർച്ച് രൂപീകരിക്കപ്പെട്ടത്. അപ്പൊ അദ്ദേഹം അന്ന് കാതോലിക്കാസാണ്, പിന്നീട് അദ്ദേഹം പാത്രികീസായി മാറുന്നത് എന്ന കാര്യം ഒന്ന് ഓർപ്പിക്കുന്നു. അപ്പം ജോസൂട്ടി പറഞ്ഞ ആ വിവരങ്ങള്, സീറ്റ് ക്രോണിക്കളിലെ വിവരങ്ങള് വളരെ കൃത്യമായിട്ട് നമ്മുടെ ഉള്ളില് ഇദ്ദേഹത്തിന് ഇന്ത്യ വരെയുള്ള സ്ഥലങ്ങളിലെ അദ്ദേഹത്തിന്റെ സ്വാധീനം, ക്രൈസ്തവ കൂട്ടായ്മകളുടെ മേല്, ഈ കച്ചവടത്തിൽ ഏർപ്പെട്ട ക്രൈസ്തവ വണിക് സംഘങ്ങളുടെ മേലുള്ള മർഹായുടെ സ്വാധീനം എല്ലാം വളരെ വ്യക്തമായിട്ട് യോജിപ്പിക്കുന്ന വിവരമാണ് സീറ്റ് ക്രോണിക്കളിൽ നിന്ന് ജോസൂട്ടി പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റു കാര്യം എടുത്ത് അടിവരയിട്ട് പറയേണ്ടത് തിമോത്തിയുടെ കാലഘട്ടത്തില്, തിമോത്തി 1-ാമന്റെ കാലഘട്ടത്തിൽ വളരെ അഗ്രസീവായിട്ടുള്ള ഒരു പ്രേക്ഷക പ്രവർത്തനം അദ്ദേഹം നടത്തുകയുണ്ടായി. ഇന്ത്യയിലേക്കും അദ്ദേഹം
ചൈനയിലേക്ക് ധാരാളം മിഷണറിമാരെ അയച്ചു. ഇന്ത്യയിൽ ഒരു രൂപത വരെ തുടങ്ങിയിരുന്നു. ആ രൂപതയുടെ ആസ്ഥാനം കൊടുങ്ങല്ലൂരായിരുന്നു എന്ന് റോബർട്ട് ഫ്രിക്കൻബർഗ് പറയുന്നുണ്ട്. ചൈനയിലേക്ക് ഒത്തിരി മിഷണറിമാരെ അയക്കുന്നുണ്ട്. ആ പശ്ചാത്തലത്തിൽ സുറിയാനി ലിഖിതത്തെ നമ്മൾ എടുക്കുമ്പോഴും അവിടുത്തെ ആർച്ചിഡിക്കണത്തെ പരാമർശം എടുക്കുമ്പോഴും നമുക്ക് ഇച്ചിരി വിശദമായ അർത്ഥം കിട്ടുമെന്നും കൂടി ഞാൻ ജോസഫ് പറഞ്ഞതോടുകൂടി സപ്ലിമെന്റ് ചെയ്ത് പറയുകയാണ് ചെയ്തത്. അത് വലിയൊരു കാഴ്ചപ്പാടുകൂടി അതിനെ എടുക്കാൻ നമ്മളെ സഹായിക്കും എന്നുകൂടി ഉള്ള ഒരു സപ്ലിമെന്ററി ഇൻഫർമേഷൻ മാത്രമേ ഞാൻ നൽകാൻ ആശിച്ചുള്ളൂ. മൂന്നാമത്തെ കാര്യം ഞാൻ പറയാൻ ആശിക്കുന്നത്, ഈ കലാമിനെ കുറിച്ച് സുറിയാനി രേഖയിൽ ആദ്യം പറയുന്നത് തേദോർ ബാർ കോനി എന്ന് പറഞ്ഞ 9ാം നൂറ്റാണ്ടിലെ ഒരു രേഖയാണ്. അദ്ദേഹം സ്കോളിയോൺ എന്ന് പറഞ്ഞ സുറിയാനി തിയോളജിക്കൽ ട്രീറ്റീസിലാണ് തോമസ് ലീഹ മരിച്ചത് ഇന്ത്യയിലെ കിളിമോൺ അഥവാ മാരബൽ എന്ന പട്ടണത്തിൽ വെച്ചാണെന്ന് പറഞ്ഞത്. ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് പഠിച്ച ഹെർമൻ ടോയിലെ പറയുന്നത് ഇത് രണ്ട് സ്ഥലമായിട്ടാണ് അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. തേദോർ ബാർ കോനി പറയാൻ ഉദ്ദേശിക്കുന്നത് കിളിമോൺ എന്നുള്ള കലാമിനെയാണെന്നും മാരബ് എന്നത് മൈലാപ്പൂരാണെന്നും അദ്ദേഹം കൊണ്ട് വിശദീകരിച്ചിട്ട് പിന്നീട് ഡയനീഷ്യസ് ബാർ സലീബി തുടങ്ങിയവരെല്ലാം ഈ കലാമിനെ കുറിച്ച് പറയുന്നു. അപ്പൊ കലാമിനെ കുറിച്ച് ജോസഫ് പറഞ്ഞുകൊണ്ട് നമ്മൾ സൂചിപ്പിക്കാൻ ആശിക്കുകയാണ്. കലാമിന എന്ന പേരില് നമ്മൾ 11ാം നൂറ്റാണ്ടാണ് വരുന്നത്. അതിന് മുമ്പ് തന്നെ 9ാം നൂറ്റാണ്ടിന് കിളിമോൺ എന്ന പേരിലും മാരബ് എന്ന പേരിലുമൊക്കെ സുറിയാനി കൃതികളിൽ പരാമർശം ഉണ്ടായിരുന്നു എന്നൊരർത്ഥം സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. സപ്ലിമെന്ററി ഇൻഫർമേഷൻ മാത്രം പറഞ്ഞെന്നേ ഉള്ളൂ. അപ്പം നമുക്ക് വളരെ വളരെ എന്താ പറയുക, ഒരു ഓൾട്ടർനേറ്റീവ് നറേറ്റീവ്, മറ്റു രേഖകളിൽ കാണാത്ത പല മാനങ്ങളും പല ചിത്രങ്ങളും എടുത്തിട്ട് എങ്ങനെയാണ് ഇന്ത്യ എന്ന ആ ഒരു ഭൂപ്രദേശം, ആ ഒരു സാംസ്കാരിക പ്രദേശം മനസ്സിലാക്കപ്പെട്ടത് സുറിയാനി ലോകത്തിലെ സുറിയാനി മിഷണറിമാരുടെ, സുറിയാനി സഭാപിതാക്കന്മാരുടെ ഇടയിൽ, സുറിയാനി ഭാഷ പരിജ്ഞാനമുള്ള മേഖലയിലെല്ലാം മനസ്സിലാക്കപ്പെട്ടിരുന്നത് എന്ന് പറയുകയുണ്ടായി. ഞാൻ ഇതിനോട് കൂട്ടിച്ചേർത്ത് ഒരു കാഴ്ചകളും പറയാൻ ആശിക്കുന്നത്, ഗ്രേറ്റർ ഇന്ത്യ എന്ന് പറഞ്ഞൊരു കാഴ്ചപ്പാട് പ്രാചീന ഇന്ത്യയിലുണ്ടായിരുന്നു. അത് ഇന്ത്യയുടെ അഫ്ഗാനിസ്ഥാൻ തുടങ്ങി കണ്ടഹാർ തുടങ്ങി സൗത്ത് ഈസ്റ്റ് ഏഷ്യ വരെ പോകുന്ന ഒരു ഗ്രേറ്റർ ഇന്ത്യ എന്നൊരു കാഴ്ചപ്പാട് ഉണ്ടായത് സ്വാതന്ത്ര്യ സമരകാലത്ത് എന്തര ഇന്ത്യയാണ് നമ്മൾ പുനർനിർമ്മിക്കേണ്ടത്, റീകൺസ്ട്രക്ട് ചെയ്യേണ്ടതെന്ന് വന്നപ്പോൾ പല ആശയങ്ങൾ വന്നു. കാരണം ഇന്ത്യ എന്നൊരു ആശയം എങ്ങനെയുള്ളതായിരിക്കണം, അതെല്ലാം ഭൂപ്രദേശം ഉൾക്കൊള്ളണം, ഏതെല്ലാം സാംസ്കാരിക വിഭാഗം ഉൾക്കൊള്ളണം എന്നൊക്കെ ആശയം വന്നപ്പോൾ ഒരു വിഭാഗം ഉയർത്തിപ്പിടിച്ചൊരു ആശയമാണ് കണ്ടഹാർ തൊട്ട് സൗത്ത് ഈസ്റ്റ് ഏഷ്യ വരെയുള്ള, ഇന്നത്തെ ഇന്തോനേഷ്യ വരെയുള്ള വിയറ്റ്നാം, കംബോഡിയ തുടങ്ങിയ സ്ഥലങ്ങൾ. അപ്പോൾ സുറിയാനി പാരമ്പര്യമുള്ള സംസ്കൃത പാരമ്പര്യങ്ങൾ, ഇന്ത്യക്ക് സിവിലൈസേഷനെ ഇൻഫ്ലുവൻസ് സ്ഥലങ്ങളെല്ലാം ഇന്ത്യയുടെ ഭാഗമായിരിക്കുന്ന ഒരു കാഴ്ചപ്പാട് കൊണ്ടുവരികയുണ്ടായി. അത് നമ്മുടെ ഇന്ത്യൻ ചരിത്ര മനസ്സിലാക്കലിന്റെ ഭാഗമായിട്ട് കിടക്കുന്ന ഒന്നാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ രൂപപ്പെട്ടു വന്ന ഒരു ഓൾട്ടർനേറ്റീവ് നറേറ്റീവാണ് ഗ്രേറ്റർ ഇന്ത്യ എന്നൊരു കൺസെപ്റ്റ്. ആ കൺസെപ്റ്റ് അല്ല സ്വാതന്ത്ര്യം പ്രാപിച്ചപ്പോൾ ഏറ്റവും സ്വീകാര്യമായി ഇന്ത്യ എന്ന കാഴ്ചപ്പാട് കൊണ്ടുവന്നു കൂടി സൂചിപ്പിക്കുന്നു. പക്ഷേ ഇന്ന് ജോസൂട്ടി പറയാൻ ആശിച്ചു വന്ന് സുറിയാനി സഭയിലെ സുറിയാനി ഭാഷ സ്വാധീനമുള്ള മേഖലയെല്ലാം ഇന്ത്യ എങ്ങനെയാണ് മനസ്സിലാക്കപ്പെട്ടിരുന്നത്. അത് പേർഷ്യൻ ഗൾഫ് മുതൽ കേല അല്ലെങ്കിൽ കൊല എന്ന് പറഞ്ഞ കേദ എന്ന് പറഞ്ഞ മലയ പെനിൻസുലയിലെ കേദയാണ്. 1200 പരാസംഗ് ദൂരം ജോസൂട്ടി 6500 കിലോമീറ്റർ എന്നാണ് സൂചിപ്പിച്ചത്. ഇത്രയും ദൂരം നീണ്ടു കിടക്കുന്ന ഭൂപ്രദേശം ഉൾക്കൊള്ളുന്ന ഒരു ഇന്ത്യ എന്നുള്ള ധാരണയിലാണ്. അപ്പൊ അങ്ങനെ ഒരു ഇന്ത്യ എന്ന് പറഞ്ഞ ഭൂപ്രദേശത്ത് സ്വാഭാവികമായിട്ടും സൗത്ത് ഇന്ത്യ ഉൾപ്പെടും എന്ന് വളരെ വ്യക്തമാണ്. അത് നമ്മുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച നമ്മുടെ തേദോർ ബാർ കോനിയുടെയും അല്ലെങ്കിൽ ഡേനിഷസ് മാർ സലീബിയുടെയും ബസ്രയിലെ ഷ്ലേമോന്റെ ഒക്കെ കൃതികളില് മലൂഫും അത് കലാമിനെയും ഒക്കെ കടന്നു വരുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ദ്രാവിഡ ഇന്ത്യ അതിന്റെ ഭാഗമാണ്, അല്ലാത്തൊരു ഇന്ത്യ മാത്രമല്ല, ഈ ഇന്ത്യയെല്ലാം അതിന്റെ ഭാഗമാണ്. അത് വളരെ വ്യക്തമായിട്ട് ജോസൂട്ടി പറയുകയുണ്ടായി. ജോസൂട്ടി അഭിനന്ദിക്കുന്നു. ഞാൻ 2 വാക്ക് കൂട്ടി പറഞ്ഞത് സപ്ലിമെന്ററി സോഴ്സ് ഓഫ് ഇൻഫർമേഷനോ അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കുമ്പോൾ ലാർജ് കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ സൂചിപ്പിച്ചതാണ്. ജോസൂട്ടി ഒരിക്കൽ കൂടി എല്ലാവരുടെയും പേര് ഞാൻ അഭിനന്ദിച്ചുകൊണ്ട് ഈ പേപ്പർ ഡിസ്കഷനായി നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുകയാണ്. ചോദ്യങ്ങളും ക്വസ്റ്റ്യൻസും ഒക്കെ ജോസൂട്ടി ചോദിക്കാം. ജോസൂട്ടി അത് വ്യക്തമായിട്ട് പറഞ്ഞുകൊള്ളും. വളരെ അടുക്കുകളിലൂടെ കടന്ന ഒരു ഇന്നലകളെ ഓരോ അടുക്കുകളും ഓരോ ലെയറും എടുത്ത് വിശകലനം ചെയ്തുകൊണ്ട്
വളരെ വ്യക്തമായിട്ട് ക്രൊണോളജിക്കൽ സീക്വൻസിൽ അതിൻ്റെ ന്യൂവാൻസുകളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ജോസ് കുട്ടി അതിന് വിശകലനം ചെയ്തിട്ടുണ്ട്. ആ അഭിനന്ദനം ജോസ് കുട്ടി അർഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ നിങ്ങൾ പണ്ഡിതരായ പ്രഗത്ഭരായ മൈക്കിൾ സാർ ഉൾപ്പെടെയുള്ള പല പ്രഗത്ഭരുണ്ട് നിങ്ങളുടെ മുന്നിൽ ചർച്ചയ്ക്കായിട്ട് ഈ പേപ്പർ സമർപ്പിക്കുന്നു. താങ്ക് യു പൈസച്ച. ഡോക്ടർ മലാനണി, അല്ല, ആരെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട്? നമുക്ക് മെസ്സേജ് ഇടാം, അതല്ലെങ്കിൽ ചോദ്യങ്ങളായിട്ട് തന്നെ ചോദിക്കാം. ജോസഫ് ബ്രദറെ, ഇവിടുന്ന് ഒരു ക്ലബ് ഹൗസിൽ നിന്ന് ഞങ്ങളൊരു കുറച്ച് ചോദ്യം ചോദിക്കുന്നതിന് കുഴപ്പമുണ്ടോ? ഇല്ല, ചോദിക്കാം. ഓക്കെ, ഞാനത് കേൾപ്പിക്കാം. അതായത് എൻ്റെ ഐ ഡി നിന്നാണ് വരുന്നത്, അന്നേരത്തേക്കിന് അവര് ചോദിക്കുന്നതാണ്, കേൾപ്പിക്കുന്ന കുഴപ്പമില്ല. ചില ചോദ്യങ്ങൾക്ക് എന്നെക്കാളും നന്നായിട്ട് മലയക്കണ്ടത്തിലച്ഛനായിരിക്കാം ഉത്തരം തരാൻ സാധിക്കുന്നത്. കാരണം ഞാൻ സുറിയാനി സോഴ്സ് മാത്രമേ എനിക്ക് പരിചയമുള്ളൂ. ഒരു കുറച്ചും കൂടി വിശാലമായ ചരിത്രം അറിയാവുന്നത് മലയക്കണ്ടത്തിലച്ഛനാണ്. അപ്പം ചില ചോദ്യങ്ങൾക്ക് അദ്ദേഹം ഉത്തരം തരും. സുറിയാനി സംബന്ധമായ സോഴ്സുകളെ സംബന്ധിച്ച് ഞാൻ ഉത്തരം പറഞ്ഞോളാം. ഓക്കെ, ചോദിച്ചോളൂ. ഞാൻ പൊതുവിലെ ആദ്യത്തെ നമ്മളിവിടെ ഡോക്യുമെന്റ് ആയിട്ട് നമ്മളിപ്പോ വെച്ചിരിക്കുന്നത് ഈ AD 250 അടുത്ത് എഴുതപ്പെട്ടിട്ടുള്ള ആക്ട് ഓഫ് ജൂദാസ് തോമസ് എന്ന് പറയുന്ന പുസ്തകമാണ്. ഇവിടെ അദ്ദേഹത്തിന്റെ ഓതറിനെ കുറിച്ച് ഇവിടെ പരാമർശിച്ചിട്ടില്ല. ഒന്ന്, അത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ബർദോസാൻ എന്ന് പറയുന്നത് നോസ്റ്റിക് ബിഷപ്പായിരുന്നു. അദ്ദേഹം പേർഷ്യയിലുണ്ടായിരുന്ന ബിഷപ്പായിരുന്നു. ഇത് എഴുതി എന്നുള്ളതാണ് എന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്ന ഈ പിൽക്കാലത്തുണ്ടായിരുന്ന മാനിക്കേനിസത്തിന്റെ സ്ഥാപകനായ മാനി ബർദോസാന്റെ ശിഷ്യനായിരുന്നു എന്നും പറയപ്പെടുന്നു. മറ്റൊരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്ന് ബർദോസാൻ ഇന്ത്യയിൽ വന്നിരുന്നു, അതുകൊണ്ടാണ് ആക്ട് ഓഫ് തോമസ് എഴുതിയതെന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് പല ചരിത്രകാരന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇതിനെ ഒന്ന് വിശദീകരിക്കാൻ സാധിക്കുമോ? ഞാൻ പറയാമെന്ന് കരുതുകയാണ്. അതൊന്ന് വെച്ച് കഴിഞ്ഞാല് ആക്ട് ഓഫ് ജൂദാസ് തോമസ് എഴുതപ്പെട്ടത് ഇതിങ്ങനെ ഓരോരുത്തരും പറയുന്നേ ഉള്ളൂ. എഴുതിയിരിക്കുന്നത് എദേസയിൽ വെച്ചാണ്. എദേസ സുറിയാനി സഭയുടെ സുറിയാനി പാരമ്പര്യത്തിന്റെ ഈറ്റില്ലമാണ്. അവിടെ വെച്ചാണ് ഈ കൃതി എഴുതപ്പെട്ടിരിക്കുന്നത്. എദേസയെ നോർത്ത് വെസ്റ്റ് ഇന്ത്യയായിട്ട് വളരെ ശക്തമായ വാണിജ്യ ബന്ധമുണ്ട്. ആ വാണിജ്യ ബന്ധത്തിന്റെ ഈ സിൽക്ക് റൂട്ട് എന്ന് പറയുന്ന സിൽക്ക് റൂട്ട് എഗ്ബത്താന കടന്ന് മേർവ് കടന്ന് ഓക്സസ് നദി കടന്ന് ചൈനയിലേക്ക് സിൽക്ക് വാങ്ങാൻ വേണ്ടി പോകുന്ന റൂട്ടാണ്. ആ റൂട്ടിലൂടെ പോകുന്നതിന്റെ അരികിലുള്ള സ്ഥലമാണ് ഈ കണ്ടഹാർ അല്ലെങ്കിൽ തക്ഷശില, ഈ കൊണ്ടഫാറിന്റെ രാജകൊട്ടാരത്തിന്റെ അല്ലെങ്കിൽ രാജഭരണത്തിന് കീഴിലുള്ള ഭൂപ്രദേശങ്ങളെല്ലാം. ആ പ്രദേശങ്ങളെല്ലാം ഒരു ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ, അത് ന്യൂസ് സർക്കുലേഷന്റെയും കമോഡിറ്റി സർക്കുലേഷന്റെയും എല്ലാം ഒരു ചാനലിൽ കിടക്കുന്നതാണ്. അതിലൂടെ നടന്നതാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് ധാരാളം വർക്കുകൾ നടന്നിട്ടുണ്ട്. സിൽക്ക് റൂട്ടിനെ കുറിച്ചും ഈ ആക്ട് ഓഫ് ജൂദാസ് തോമസിനെ കുറിച്ചും. അതിന്റെ ഓദർ ഇപ്പോഴും കൃത്യമായിട്ട് വ്യക്തമായിട്ടില്ല. അത് സുറിയാനിയിൽ എഴുതി ഗ്രീക്കിലേക്ക് എന്താ പറയുക തർജ്ജമ ചെയ്ത ഒരു കൃതിയാണ്. രണ്ടാമത്തെ കാര്യം, മനി ജീവിച്ചിരുന്ന സത്യമാണ്. മനിക്കൻ മിഷണറിമാർ പലയിടത്തും ഉണ്ടായിരുന്നു എന്ന സത്യമാണ്. ഇദ്ദേഹം ഈ എഴുതിയ ആക്ട് ഓഫ് ജൂദാസ് തോമസ് എഴുതിയതിന്റെ ശിഷ്യനാണ് മനി എന്ന് രേഖകൾ ഒരിടത്തും കണ്ടിട്ടില്ല. ഇത് പലരും കെട്ടിച്ചമച്ച കഥകളുടെ ഭാഗമായിട്ട് പറയുന്നു അല്ലെങ്കിൽ പ്രചരിപ്പിക്കുക. കാരണം നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്ന കൂടുതൽ ചരിത്രപരമായ ഉറവിടങ്ങളുടെ അടിസ്ഥാനമാക്കിയാണ്.
അപ്പൊ ഹിസ്റ്റോറിക്കൽ സോഴ്സുകളിലൊന്നും നമ്മളങ്ങനെ കണ്ടിട്ടില്ല. മനി ഉണ്ടായിരുന്നു, മനിയുടെ മിഷണറിമാര് ലോകത്തിന്റെ പല ഭാഗത്തുണ്ട്, യൂറോപ്പിലും ആഫ്രിക്കയിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അതൊക്കെ ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ അക്സർ ജൂഡസ് തോമസിന്റെ ഗ്രന്ഥകർത്താവും ഈ മനി കേസിലെ മനിയുമായിട്ട് ഏതെങ്കിലും ബന്ധമുള്ളതായിട്ട് രേഖകളൊന്നും കണ്ടിട്ടില്ല എന്ന് കൂടി പറയാൻ ആശിക്കുന്നു. ചോദിച്ചോട്ടെ? രണ്ട്, സിയാട്ടിന്റെ നാളാഗമമാണ് സിയാട്ടിൽ, അതായത് ക്രോണിക്കിൾസ് ഓഫ് സിയാട്ടാണ്. അതിനകത്ത് ദൂതിമിത്രാൻ വന്നു, അത് വാസ്തവമാണ്. പിന്നെ മൂന്നാമത് പറഞ്ഞിരിക്കുന്ന അപ്രേമിന്റെ കൃതികളാണ്. ഡോക്ടർ മിൻഖാനയുടെ പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് മെൻഷൻ ചെയ്യുന്നത്, അപ്രേമിന്റെ കൃതികൾ മെൻഷൻ ചെയ്യുന്നത് എത്യോപ്യ ആണ് കറുത്തവർഗം എന്നുള്ള രീതിയിലാണ് അതിനെക്കുറിച്ച് മെൻഷൻ ചെയ്യുന്നത്. ഡോക്ടർ അൽഫോൻസോ മിൻഖാന അങ്ങനെയാണ് പറയുന്നത് എന്നുള്ളത്. ഞാനത് വേണമെങ്കിൽ റെഫറൻസ് പിന്നീട് എടുത്തു തരാൻ സാധിക്കും. ഡോക്ടർ അൽഫോൻസ്, അതിനെക്കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? അത് എത്യോപ്യ ഉൾപ്പെടെ ചൈന വരെയുള്ള ഒരു ഇന്ത്യയാണ് അന്ന് വിഭാവനം ചെയ്തിരുന്നതെന്നുള്ള ഒരു കാഴ്ചപ്പാടാണുള്ളത്. മറുപടി പറയുന്നുണ്ടോ? ഞാൻ പറയാം ജോസിന്റെ അതിനൊത്ത കാര്യം. എത്യോപ്യ എന്ന് പറയുന്നത് ആഫ്രിക്കയുടെ ഭാഗം അബിസീനിയ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അബിസീനിയയിലെ ഒരു ക്രിസ്ത്യൻ ഭരണകൂടം എത്യോപ്യ, അബിസീനിയ, ഇപ്പോഴത്തെ അറേബ്യ എന്നീ പ്രദേശങ്ങൾ ഉൾക്കൊള്ളിക്കുന്ന ആക്സുമൈറ്റ് കിങ്ഡം എന്ന് പറഞ്ഞു റോമ സാമ്രാജ്യം തകർന്നപ്പോൾ രൂപപ്പെടുത്തിയൊക്കെ ഉണ്ടായി. അപ്പൊ ആക്സുമൈറ്റ് കിങ്ഡമോ അല്ലെങ്കിൽ എത്യോപ്യ, അബിസീനിയ എന്നുള്ളത് 4-ാം നൂറ്റാണ്ട് അവസാനം തൊട്ട് 5-ാം നൂറ്റാണ്ട് വളരെ വ്യക്തമായിട്ട് യൂറോപ്യൻ ചരിത്ര അല്ലെങ്കിൽ ഗ്രന്ഥകർത്താക്കൾക്ക്, അറേബ്യൻ ഗ്രന്ഥകർത്താക്കൾക്ക്, സുറിയാനി ഗ്രന്ഥകർത്താക്കൾക്ക് വ്യക്തമാണ്. ഇത് സുറിയാനി കൃതിയിൽ എഴുതിയ സുറിയാനി ഭാഷയിലെ കൃതിയാണ്. അത് സുറിയാനി ഭാഷയും പാരമ്പര്യവും ഉപയോഗിക്കുന്ന സ്ഥലങ്ങളെയാണ് ഈ ഭാഷയ്ക്ക് പാരമ്പര്യത്തിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. എത്യോപ്യൻ പറയുന്ന കോപ്റ്റിക് പാരമ്പര്യം, ഏറ്റവും പഴയ സഭാ പാരമ്പര്യപ്പെട്ട ഒന്നാണ് കോപ്റ്റിക് സഭാ പാരമ്പര്യം എന്നുള്ളത്. അത് ഇതിനകത്ത് പെടുത്തിയില്ല. മിഞ്ഞാനയുടെ കൃതിക്കകത്ത് അദ്ദേഹം ചില സന്ദേഹങ്ങൾ ഉയർത്തുന്നുണ്ട്. ഏർലി സ്പ്രെഡ് ഓഫ് ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ആർട്ടിക്കിളിനകത്ത് ഇങ്ങനെ ചില സന്ദേഹങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അതിനുശേഷം അത് 929 ഇറങ്ങിയെന്നാണ് എൻ്റെ ഓർമ്മ. ഏകദേശം 95-96 വർഷം കഴിഞ്ഞു. ഒത്തിരി റിസർച്ച് ഈ മേഖല നടത്തപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം മിഞ്ഞാന മനസ്സിലാക്കിയ ഒരു കാലഘട്ടത്തെക്കാൾ ഏറെ മനസ്സിലാക്കല് അന്നത്തെ എത്യോപ്യയെക്കുറിച്ചും ഇന്ത്യയെക്കുറിച്ചും ഇന്ന് രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. അത് ഇൻഡോ റോമൻ ട്രേഡ്, ഇൻഡോ സസാനിയൻ ട്രേഡ്, ഈ ട്രേഡിനെ കുറിച്ച് പഠിക്കുന്നവരും ഇവിടെ സാംസ്കാരിക ബന്ധങ്ങളെ കുറിച്ച് പഠിച്ചവരുടെയും പഠനഫലമായിട്ടാണ് ഇത് എത്രമാത്രം ഈ ആശയങ്ങൾ ഇന്ത്യ എന്നുള്ള വ്യതിരിക്തമായ ഒരു ആശയം അവരുടെ ഉണ്ടായിരുന്നോ എന്ന് ഇന്ന് മനസ്സിലാക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ അതിനെ വിളിച്ചതിനും കൂടിയാണ് പറയുന്നത്. ഇപ്പോൾ വെറുതെ സുറിയാനി കൃതിയുടെ മാത്രം അടിസ്ഥാനത്തിലല്ല. മിഞ്ഞാന സൂചിപ്പിക്കുമ്പോൾ അദ്ദേഹം ഈ പറഞ്ഞ മൊണാസ്ട്രിയെ കുറിച്ച് പറയുമ്പോൾ, ജോസഫ് പറഞ്ഞ മൊണാസ്ട്രിയെ കുറിച്ചും മിഞ്ഞാന പറയുന്നുണ്ട്. ഈ പറഞ്ഞ ദ്വീപിനടുത്ത് ഉള്ള മൊണാസ്ട്രിയെ ഇതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അത് സൗദി അറേബ്യയിലായിരിക്കാം, അല്ലെങ്കിൽ അറേബ്യൻ പെനിൻസുലയിൽ നിന്ന് ആയിരുന്നിരിക്കാം എന്ന് പോലും മിഞ്ഞാന സൂചിപ്പിക്കുന്നുണ്ട്. അത് സത്യമാണ്. പക്ഷേ നമ്മൾ അതിനുശേഷം റിസർച്ചുകൾ ഒത്തിരി മുന്നേറിപ്പോയിട്ടുണ്ട്. സുറിയാനി ഭാഷയിലുള്ള പഠനങ്ങളും അതോടൊപ്പം തന്നെ ഈ ട്രേഡ് റിലേഷൻഷിപ്പ്, കൾച്ചറൽ എക്സ്ചേഞ്ചുകൾ, റിലീജിയസ് പേഴ്സണാലിറ്റികൾ, മിഷണറിമാരുടെ സർക്യൂട്ടുകൾ, അവരുടെ സഞ്ചാര പദങ്ങൾ, ട്രജക്ടറീസിനെ കുറിച്ചൊക്കെയുള്ള വിശകലനം നടത്തിയതിനു ശേഷം ഏതൊക്കെയായിരിക്കാം ഇന്ത്യ അല്ലെങ്കിൽ ഏതൊക്കെയാണ് എത്യോപ്യയുടെ ഭാഗമായിട്ട് വരുന്നത്, ഒരു ഈ സിറിയക് ട്രജക്ടറിയിൽ സിറിയക് സ്കോളേഴ്സിന്റെയും സിറിയക് മിഷണറീസിന്റെയും ട്രജക്ടറിയിൽ എത്യോപ്യ വരുന്നത് എങ്ങനെയാണ് എന്ന ചോദ്യങ്ങളൊക്കെ ഉയർന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എത്യോപ്യ എന്നുള്ളത് ഇന്ന് മനുഷ്യൻ ഒഴിവാക്കിയിട്ട് ഇന്ന് സിറിയക് പാരമ്പര്യമുള്ള പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും ആയിരിക്കും ഇതെന്നുള്ള മനസ്സിലാക്കലാണ് എന്നുള്ളത് പറയാൻ ആശിക്കുകയാണ്. ജോസ് കുട്ടി കൂട്ടിച്ചേർക്കാവുന്നതാണ്. ഈ ബർദൈസാന്റെ കാര്യം, നേരത്തെ യൂദാ തോമായുടെ നടപടികൾ ബർദൈസാനാണ് രചിച്ചതെന്നാണ് കരുതിയിരുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെ സ്കോളേഴ്സ് ആരും വിശ്വസിക്കുന്നില്ല. മറിച്ച് അനോണിമസ് ഓതർ എന്നുള്ള രീതിയിലാണ് സുറിയാനി ലോകത്തെ സുറിയാനി പണ്ഡിതന്മാര് അത് ആ രീതിയിലാണ് എടുക്കുന്നത്. ഈ പറയുന്ന സുറിയാനി ആക്ട്സിന് പിന്നീട് ഗ്രീക്കിലും ലത്തീനിലും ഒക്കെ പല കൂട്ടിച്ചേർക്കലുകളോടുകൂടി വിവിധ ആക്ട്സുകൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ഈ ഒറിജിനൽ സുറിയാനി ആക്ട്സുമായി ബന്ധപ്പെടുത്തി കൂട്ടിച്ചേർക്കലുകൾ നടന്നിട്ടുള്ളതാണ്. അപ്പൊ കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നതനുസരിച്ച് ഈ ആക്ട്സിലും കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയിൽ നിന്ന്. പിന്നെ രണ്ടാമത് പറഞ്ഞ കാര്യം, ഈ സുറിയാനി സഭാപിതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ പക്ഷെ യൂറോപ്യൻ അല്ലെങ്കിൽ ലാറ്റിൻ ഗ്രീക്ക് സഭാപിതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ എന്നതിൽ നമുക്ക് ഞാൻ അത് ആദ്യമേ തന്നെ പറഞ്ഞു,
അവർക്ക് എന്തുമാത്രം വ്യക്തമാണ് അവ്യക്തമാണെന്നുള്ളതിൽ നമുക്ക് ധാരണയൊന്നുമില്ല. പക്ഷെ സുറിയാനി സഭാപിതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയോട് ചേർന്ന് കിടക്കുന്ന സസാനിയൻ എംപയറും അതിന്റെ ചുറ്റുവട്ടത്തുമാണ് ഇവരെല്ലാം താമസിക്കുന്നത്. അപ്പം ഇവർക്ക് വളരെ വ്യക്തമായിട്ട് ഇന്ത്യ അറിയാം. അതില് എത്യോപ്യയിലെ കറുത്തവരാണെന്ന് പറയുന്ന, ആഫ്രിക്കയിലെ കറുത്തവരാണെന്ന് പറയുന്നതിൽ എന്തെങ്കിലും ലോജിക് ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. പിന്നെ രണ്ടാമത്തെ സംഗതി, മിങ്കാന എന്നൊരു പണ്ഡിതൻ 1920-കളിൽ അദ്ദേഹം ഇത് പറയുമ്പോൾ അദ്ദേഹം തോമസ് ലീഹായുടെ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഫലമായിട്ടല്ല, മറിച്ച് ഈസ്റ്റ് സിറിയൻ മിഷണറിമാരാണ് ഇവിടെ ക്രിസ്ത്യാനിറ്റി പ്രചരിപ്പിച്ചത് എന്ന ഒരു ധാരണ വെച്ചുകൊണ്ടാണ് ആ കൃതി എയർലി സ്പ്രെഡ് ഓഫ് ക്രിസ്ത്യാനിറ്റി എഴുതപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ആ രീതിയിലാണ് അതിന്റെ ഇന്റർപ്രിട്ടേഷൻസ് പോകുന്നത്. അത് എത്യോപ്യ ആകാനുള്ള സാധ്യത എൻ്റെ ഒരു ധാരണയിൽ വളരെ വിരളമാണ്. കാരണം കറുത്തവർ എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് അങ്ങനെ മലയാളത്തിലും ഇംഗ്ലീഷിലും പറയാൻ പറ്റുള്ളൂ. സൂര്യപ്രകാശം അടിച്ച് കറുത്ത മനുഷ്യരാണ്. ഇപ്പം എന്റെയൊക്കെ ചാച്ചൻ വെളുത്തിരിക്കുന്ന ആളാണ് എന്നെ പോലെ. പക്ഷേ ഈ കരിപ്പാടത്ത് ചെളിയിൽ പണിയാൻ ഇറങ്ങുമ്പോൾ ഇവർ ഷർട്ടൊന്നും ഇടിയല്ല, നാണം മറയ്ക്കാനായിട്ട് ഒരു തോർത്ത് മാത്രമേ കാണുള്ളൂ. ഇത് കൂലിപ്പണിക്കാരന്റെ കാര്യമല്ല പറയുന്നത്, ഈ 10-40 ഏക്കർ പാട്ടത്തിന് എടുത്ത് കൃഷി ചെയ്യുന്ന ഒരു മനുഷ്യന്റെ കാര്യമാണ് പറയുന്നത്. അപ്പം ഈ കരിപ്പാടത്തെ ഒരു 2-3 മാസത്തെ പണി കഴിഞ്ഞ് വരുമ്പം കറുത്ത് പിടച്ചായിരിക്കുന്നേ. കൃഷി നിർത്തി കഴിയുമ്പോൾ ചാച്ചൻ വെളുക്കും. ഞാൻ പറയുന്നത് ഇങ്ങനെ കറുത്ത മനുഷ്യരാണെന്നുള്ളതാണ് ആ സിറിയക് ഡോക്യുമെന്റിൽ കിടക്കുന്നത്. സൺബൺഡ് ആണ്, കറുത്തവർ എന്ന് പറയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം അത് സ്വാഭാവികമായിട്ടും ദക്ഷിണേന്ത്യയിലെ ദ്രാവിഡ വംശജരെ ആയിരിക്കാം. കാരണം എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല, കാരണം ചരിത്രത്തിൽ അങ്ങനെ ഉറപ്പ് പറയുന്നത് ശരിയുമല്ല. കാരണം നാളെ കൂടുതൽ തെളിവുകൾ കിട്ടുമ്പോൾ സ്ഥിരീകരിക്കപ്പെടേണ്ട ഒരു വസ്തുതയാണ്, അല്ലെങ്കിൽ തള്ളിക്കളയപ്പെടേണ്ട ഒരു വസ്തുതയാണ്. പക്ഷേ എത്യോപ്യ ആയിരിക്കാനുള്ള സാധ്യത വളരെ വിരളമാണ്. ഓക്കെ, വീണ്ടും ചോദിക്കാനുള്ള അവസരമുണ്ടോ? ഞാൻ ചോദിച്ചോട്ടെ. അടുത്ത പോയിന്റ് അതിനകത്ത് ഇച്ചിരി ബഹുമാനപ്പെട്ട അച്ഛൻ ഇച്ചിരി ഒന്ന് കവർ ചെയ്തതാണ്. ബ്ലാക്ക് ഐലൻഡ് കാലാമിന എന്നുള്ള വിഷയമാണ്. ഇത് ഞാൻ മിങ്കാനയാണ് ഞാൻ ഈ ഒരു വിഷയത്തിലും കോട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഈ മിങ്കാനയുടെ പുസ്തകം വായിക്കുന്ന കാലഘട്ടത്തിൽ, ഞാൻ പണ്ട് വായിച്ചിട്ടുള്ള, പിന്നെ ഈ അടുത്തിടയ്ക്ക് വീണ്ടും ഒന്ന് വായിക്കാനുള്ള ഒരു അവസരം കിട്ടി മിങ്കാനയുടെ പുസ്തകം. അപ്പോ ഞാൻ സത്യത്തിൽ അത് വായിച്ചിട്ട് ഞാൻ വളരെ ത്രില്ഡ് ആയി പോയ ഒരു ഇതാണ്. കാരണം ഈ ഗൾഫ് മേഖലകളിൽ മുഴുവനും നമ്മുടെ മൊണാസ്ട്രീസ് ഉണ്ടായിരുന്നു, ക്രൈസ്തവ മൊണാസ്ട്രീസ് ഉണ്ടായിരുന്നു, ക്രൈസ്തവ മേഖലകളായിരുന്നു എന്നുള്ള ആ ഒരു സത്യം മനസ്സിലാക്കിയപ്പോഴത്തേക്ക് അത് മിങ്കാന അത് വളരെ ചരിത്രപരമായി നരേറ്റ് ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് വളരെ രോമാഞ്ചം ഉണ്ടായി. അപ്പോൾ ഈ ബ്ലാക്ക് ഐലൻഡ് എന്ന് പറയുന്നതിന്റെ ഈ പറയുന്ന സ്പെസിഫിക്കേഷൻ അനുസരിച്ച് അത് കൂടുതൽ യോജിക്കുന്ന ബഹ്റിൻ ആണെന്നുള്ളതാണ് പറയുന്നത്. കാരണം മിങ്കാനയുടെ പുസ്തകത്തിൽ തന്നെ അതിനോട് അടുത്ത് തന്നെ പല രേഖകൾ കോട്ട് ചെയ്തിട്ടാണ്. ഞാനിപ്പം മിങ്കാനയുടെ പുസ്തകം എടുത്ത് മുമ്പിൽ വെച്ചിട്ടില്ല, വേണമെങ്കിൽ എടുത്തതിന് ശേഷം വേണമെങ്കിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാവുന്ന ഒരു വിഷയമാണ്. അപ്പൊ അത് ഖത്തറിയ എന്നാണ് അത് കോട്ട് ചെയ്യുന്നത്. അത് ഖത്തറായിരിക്കണം ആണ്. മറ്റൊന്ന് മിലാൻ എന്നാണെന്ന് തോന്നുന്നു, എന്റെ ഓർമ്മ ശരി തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. അത് ഒമാനെ കുറിച്ചാണ് അത് കോട്ട് ചെയ്യുന്നത്. അവിടെ നിന്ന് ഇത്ര കിലോമീറ്റർ, ഖദീരിയയിൽ നിന്ന് ഇത്ര കിലോമീറ്റർ, ഇതെല്ലാം കൂടെ കോട്ട് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈന്തപ്പനയുടെ രാജ്യം, ഈ തുടങ്ങിയ വിഷയങ്ങൾ എല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്ക് അത് കൂടുതൽ യോജിക്കുന്നത് ബഹ്റിനുമായിട്ടാണ് യോജിക്കുന്നത്. മാത്രമല്ല ഈ അടുത്തിടയിൽ തന്നെ ബഹ്റിനിൽ തന്നെ എക്സ്കവേഷൻസ് നടത്തുകയും ഇതുപോലെ ഒരു മൊണാസ്ട്രി ഉണ്ടായിരുന്നതായിട്ടും അതിനെക്കുറിച്ച് വിപുലമായ പഠനങ്ങൾ ഇപ്പോൾ നടക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കാലാമിന എന്ന് പറയുന്ന വാക്ക്, ബ്ലാക്ക് ഐലൻഡ് എന്ന് പറയുന്ന കൂടുതൽ യോജിക്കുന്നത് ബഹ്റിനല്ലേ? ഇതാണ് എന്റെ ചോദ്യം. ഞാനത് ഒന്ന് വിശദീകരിച്ചോട്ടെ. നമ്മുടെ ഈ പെർഷ്യൻ സഭ സ്വതന്ത്ര, ഈസ്റ്റ് സിറിയക് സഭ സ്വതന്ത്രമായി കഴിഞ്ഞപ്പോൾ വളരെ അഗ്രസീവായ ഒരു മിഷണറി പ്രവർത്തനം നടക്കുകയുണ്ടായി. അപ്പൊ അർദാഷ്യന്റെ കാലഘട്ടത്തിലാണ് സസാനിറ്റ്സ് 8 തുറമുഖങ്ങൾ അവര് റീഎസ്റ്റാബ്ലിഷ് ചെയ്യുകയോ പുതിയ തുടങ്ങുകയോ ചെയ്യുകയുണ്ടായി. അത് അറേബ്യൻ പെനിൻസുലയുടെ ചുറ്റുമാണ്, ബഹ്റിൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ. അതോടൊപ്പം തന്നെ പേർഷ്യൻ ഫാഴ്സ് റീജിയനില്, ഇന്നത്തെ ഇറാന്റെ തെക്ക് ഭാഗം, ഇറാഖിന്റെ തെക്ക് ഭാഗത്തൊക്കെ ആയിട്ട് ഒത്തിരി തുറമുഖങ്ങളുണ്ടായി. അങ്ങനെ 8 തുറമുഖങ്ങൾ റീഎസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ടായി. ഈ തുറമുഖങ്ങളിലെ കച്ചവടത്തിനായിട്ട് ക്രിസ്ത്യൻസ് വരുന്നുണ്ട്. ഈ ക്രിസ്ത്യൻസിനെ സസാനി രാജാക്കന്മാർ വളരെയേറെ പ്രോത്സാഹിപ്പിക്കുകയുണ്ടായി. അപ്പം ഒരു ക്രിസ്ത്യൻ എസ്റ്റാബ്ലിഷ്മെന്റ്, ക്രിസ്ത്യൻ എൻക്ലേവ്സ്, മക്കൻഡൈൽ എൻക്ലേവ്സ് ഈ പറഞ്ഞ തുറമുഖങ്ങളോടനുബന്ധിച്ച് ഒത്തിരി അടുത്തുണ്ടായി. ഈ ക്രിസ്ത്യൻ എസ്റ്റാബ്ലിഷ്മെന്റ് ഒറ്റയ്ക്കല്ല, അതൊരു മൊണാസ്റ്റേറിയൽ കോംപ്ലക്സ് ആണ്. മൊണാസ്ട്രി കോംപ്ലക്സ് ഉണ്ട്. ദേറ സംസ്കാരം എന്ന് വിളിച്ചാലും മൊണാസ്ട്രി സംസ്കാരം എന്ന് വിളിച്ചാലും ഈ പേർഷ്യൻ ക്രിസ്ത്യാനികളുടെ ആദ്യകാല
എക്സ്പാൻഷൻ മുഴുവൻ ഒരു മൊണാസ്റ്റിക് ട്രഡീഷന് ബന്ധപ്പെട്ടാണ്. അപ്പം അത് പേർഷ്യൻ ഗൾഫ് ഒത്തിരി അടുത്തുണ്ട്. ഇപ്പൊ പറഞ്ഞ ബഹ്റൈനും അല്ലെങ്കിൽ അടുത്ത സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് ഇതിനു മുമ്പും ഒത്തിരി എക്സ്കവേഷൻ, ആർക്കിയോളജിക് എക്സ്കവേഷൻ പേർഷ്യൻ ഗൾഫ് പ്രദേശങ്ങളിൽ, ബഹ്റൈൻ പ്രദേശങ്ങൾ, സമീപ പ്രദേശങ്ങൾ നടത്തിയിട്ടുണ്ട്. പല കണ്ടുപിടുത്തങ്ങൾ ഡേവിഡ് വൈറ്റ് ഹൗസ് ഉൾപ്പെടെയുള്ളവർ ധാരാളം ആർക്കിയോളജിക് എക്സ്കവേഷൻ നടത്തിയിട്ടുണ്ട്. അത് മുഴുവൻ അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്, ഡേറ്റ് എന്ന് പറയുന്നത് ഈന്തപ്പഴം ആണ് എന്ന് നമ്മൾ മലയാളത്തിൽ പെടുത്താമെങ്കിലും ആ ഒരു ഘടനയിലുള്ള പ്ലാന്റുകൾ മൈലാപ്പൂരിനടുത്തുണ്ട്. നിങ്ങളൊരു പ്രത്യേകതരം പന കണ്ടിട്ടുണ്ട്, മുള്ളുള്ള പന. അത് ചെത്തി കള്ളെടുക്കുന്നത് ആന്ധ്രയിലും ഈ തമിഴ്നാട്ടിലെ തീരപ്രദേശങ്ങളുണ്ട്. അതും ഡേറ്റും ഇതായിട്ട് കാഴ്ചയിൽ, അപ്പിയറൻസിൽ സാദൃശ്യം തോന്നാം. ഞാൻ മൈലാപ്പൂരാണ് എന്ന് വാദിക്കുകയോ തർക്കിക്കുകയോ ഒന്നുമല്ല. അപ്പൊ കൊടുത്തിരിക്കുന്ന വാക്ക്, കാരണം ഇവർ കണ്ണിപ്പെടുന്ന വിധത്തിലാണ് അവർ എഴുതുന്നത്. സഞ്ചാരികളെ കുറിച്ച് ഒത്തിരി പഠിക്കുകയും എഴുതുകയും ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്, സഞ്ചാരികൾക്ക് കണ്ണിപ്പെടുന്ന വിധത്തിലാണ് അവർ മനസ്സിലാക്കുന്ന വിധത്തിലാണ് രേഖപ്പെടുത്തുന്ന വിധത്തിലാണ് നറേറ്റീവ്സ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ അവർ മനസ്സിലാക്കി വരുന്ന നറേറ്റീവ്സ് ഉണ്ടാണ്. അപ്പം അവര് ഈ ഈന്തപ്പന പോലെ തന്നെയുള്ള അല്ലെങ്കിൽ മുള്ളുകളുള്ള ഈ ഇന്ത്യയുടെ കിഴക്കൻ തീരപ്രദേശങ്ങൾ ധാരാളം കാണുന്ന കൊടപ്പന അല്ല, ഈ മറ്റേ കരിമ്പന അല്ല, മറ്റു തരം ഈ കള്ളി എത്തിയെടുക്കുന്ന മുള്ളുള്ള ഒരു പന വിഭാഗമുണ്ട്. അത് ഈ ഡേറ്റിനോട് ചേർന്ന് പോകുന്നത് അതായിരിക്കാം ഒരു വശാൽ ചിലപ്പോൾ അവരെ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കും. രണ്ടാമത്തെ കാര്യം, നമ്മൾ തുടർച്ചയായിട്ട് പിന്നെ പാരമ്പര്യം കാണുന്നതെല്ലാം കിലാമിന എന്ന് പറഞ്ഞ പാരമ്പര്യം, പിന്നെ ഈ സ്ത്രീ ട്രഡീഷനിലെല്ലാം നമ്മളത് ശക്തമായിട്ട് കാണുകയാണ് ഈ പറഞ്ഞ കലാമിന എന്ന വാക്ക്. ഇത് 5-ാം നൂറ്റാണ്ടിൽ ഗ്രിഗറി ടൂൾസ് ആണ് ആദ്യം എഴുതുന്നത്. ഗ്രിഗറി ടൂൾസ് കലാമിന എന്ന വാക്കല്ല പറയുന്നത്, അദ്ദേഹം, ഞാൻ കൃത്യം വാക്കുകൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഈ ഒരു പുസ്തകത്തെ അവതരിപ്പിക്കുകയാണ്. ഈ അപ്പോസ്റ്റൽ സെന്റ് തോമസ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് ഈ അടുത്ത കാലത്ത് മൗണ്ട് സെന്റ് തോമസിനെ പ്രസിദ്ധീകരിച്ചൊരു പുസ്തകമാണ്. 14 ആർട്ടിക്കിളുള്ള. അതിനകത്ത് ഒരു ആർട്ടിക്കിളാണ് ഹെർമൻ ടോയിലേടേത്. കാരണം അതൊരു വിധത്തിൽ ഒത്തിരി ആർട്ടിക്കിളുണ്ട്. തോമസിന്റെ പ്രേക്ഷ്യത്തെ കുറിച്ച് പറയുന്ന കൃതിയാണ്. അത് പ്രൈമസ് ബുക്സ് ന്യൂഡൽഹിയിൽ നിന്ന് പബ്ലിഷ് ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ ആ പുസ്തകം അവതരിപ്പിച്ചിട്ട് പറയുന്നത്, അതിനകത്ത് നമ്മൾ വിശദമായിട്ട് ഇത് അനലൈസ് ചെയ്തിട്ടുണ്ട്. ഗ്രിഗറി ടൂൾസ് മെറവിഞ്ചിയൻ ഡൈനാസ്റ്റി എന്ന് പറഞ്ഞ ഫ്രാൻസിലെ ആദ്യത്തെ രാജകുടുംബത്തെ കുറിച്ച് ഏറ്റവും ആധികാരികമായിട്ടുള്ള കൃതി എഴുതിയിരിക്കുന്ന വ്യക്തി ഈ ഗ്രിഗറി ടൂൾസ് ആണ്. അദ്ദേഹമാണ് പറയണത് ഇന്ത്യയിലെ എക്സാക്ട് സ്ഥലം ഓർക്കുന്നില്ല, അവിടെ അവർ മൊണാസ്ട്രി ഉണ്ടെന്നും അവിടെ ഒരു പള്ളി ഉണ്ടെന്നും തോമാസ് ശ്ലീഹായുടെ കബറിടത്തിൽ തിരികെ എത്തിക്കുന്നുണ്ട് എന്നും. അപ്പൊ ആ ഒരു സംസാരം, ഈ നമ്മൾ സുറിയാനി വാക്കുകളും പാരമ്പര്യം മാത്രം എടുത്ത് പറഞ്ഞാൽ പോരാ, അതിനെ ഒരു ഹോളിസ്റ്റിക് പിക്ചറിൽ എടുത്ത് വിശകലനം ചെയ്യുമ്പോഴാണ് മനസ്സിലാകുന്നത് ഈ സ്ഥലം മനസ്സിലാക്കപ്പെടുന്നത് ഓരോ ഭാഷ സംസ്കാരത്തിനും അതിൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ്. അതിന് പാരലായിട്ട് വേറെ ഭാഷാ സംസ്കാരങ്ങളുണ്ട്, വേറെ മനസ്സിലാക്കൽ വിധങ്ങളുണ്ട്. അവർ പറയുന്നത് ഇത് രണ്ടും കൂടെ കൺവേർജ് ചെയ്യുന്നുണ്ട്. നമ്മൾ നോക്കുക, കൺവേർജ് വെച്ചുകൊണ്ടാണ് പറഞ്ഞത് ഈ കലാമന എന്ന് പറയുന്നത് ബഹ്റൈനിലെ കലാമന അത് ആണോ അല്ലയോ എന്നൊന്നും ഞാൻ പറയാനാണല്ല, ഞാൻ അങ്ങനെ സൂചിപ്പിച്ചാൽ ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷേ കലാമിന ചോളമണ്ഡലത്തിലെ, അത് 19-ാം നൂറ്റാണ്ട് വരെ കിഴക്കൻ തീരപ്രദേശം മുഴുവൻ അറിയപ്പെടുന്ന കൊറമാണ്ടൽ എന്നാണ്. ആ കൊറമാണ്ടൽ എന്ന് പറയാൻ കാരണം ചോളമണ്ഡലം, ചോളന്മാരെ അടുത്തുള്ള തീരപ്രദേശ നിലയ്ക്കാണ് ചോളമണ്ഡലം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത്. ആ ചോളമണ്ഡലത്തിന്റെ ലോപിച്ച വാക്കായിട്ട് അബ്രിവേഷൻ ആയിട്ടും മിലാപൂർ അല്ലെങ്കിൽ മാരബ് മഹ്ലൂഫ് എന്ന് പറഞ്ഞതെല്ലാം മൈലാപ്പൂരിന്റെ അബ്രിവേഷൻ ആയിട്ടും ഈ സ്കോളേഴ്സിൽ എടുത്തിരിക്കുന്നത്. ഇതിനെ വളരെ വ്യക്തമായിട്ട് ഈ ഹെർമൻ ടോയിലെ, ബെൽജിയൻ സ്കോളറായ ഹെർമൻ ടോയിലെ വിശകലനം ചെയ്യുന്നുണ്ട്. ഇതാണ് എനിക്ക് അതിന് ഉത്തരമായിട്ട് നൽകാനുള്ളത്. ഞാനൊന്ന് കൂട്ടിച്ചേർത്തോട്ടെ. ഈ മിങ്കാനായുടെ ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് പേർഷ്യൻ മാർട്ടേഴ്സിനെ പറ്റി സുറിയാനി ഭാഷയിൽ രചിക്കപ്പെട്ട ഗ്രന്ഥമാണ്. അതെന്റെ കയ്യിലുണ്ട്. അതിൽ ഈ സാധോയെ പറ്റി പറയുന്ന, ഇന്ത്യയിലെ മാർത്തോമാദയറായുടെ അധിപനായ സാധോയെ പറ്റി സാധോയി എഴുതിയ അദ്ദേഹത്തിന്റെ ഗുരുവര്യനായ നേരത്തെ ആപട്ടായിരുന്ന മാർ യവനാനെ പറ്റി പറയുന്ന ഭാഗത്താണ്. ഒരു 60ഓളം പേജുകളുണ്ട്. അത് ഇപ്പോഴത്തെ തിരക്കുകൾ കഴിഞ്ഞാൽ അത് തർജ്ജമ ചെയ്യാൻ തന്നെയാണ് പദ്ധതി ഇട്ടിരിക്കുന്നത്. പക്ഷെ എന്ന് ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ, കാരണം ഇപ്പോഴത്തെ അസൈൻമെന്റുകളെല്ലാം തീർന്ന. അപ്പൊ നമുക്ക് കൂടുതലായി കുറെ കൂടി വ്യക്തത വരും ആ കാര്യത്തില്. ഈ മിങ്കാനായുടെ 1504 മാർ യാക്കോബ് എഴുതിയ കുറിപ്പ്, മിങ്കാനോ വളരെ തെറ്റായിട്ടാണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ഇവിടുത്തെ സ്ഥലങ്ങൾ പരിചയമില്ലാത്തത് കൊണ്ടും കൊല്ലം എന്നൊക്കെ ഉള്ളത് എവിടെയോ പൗരസ്ത്യ ദേശത്ത് കിടക്കുന്ന ഇല്ലാത്ത ഒരു സ്ഥലപ്പേരാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ
അവരുടെ കോൺസെൻട്രേഷൻ ഡേറ്റ് ആണ് കത്തിന്റെ ഡേറ്റ്, അല്ല കത്തിന്റെ ഡേറ്റ് കോൺസെൻട്രേഷൻ ഡേറ്റ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അതായത് മെയ് 1 ഈ കത്ത് എഴുതിയത് മെയ് 1 1504 മെയ് 1 ഈ 4 മെത്രാന്മാരുടെ കോൺസെൻട്രേഷൻ നടന്നതെന്നാണ് എടുത്തിരിക്കുന്നത്. യൂറോപ്പിലെയും മിഡിൽ ഈസ്റ്റിലെയും മുഴുവൻ ചരിത്രകാരന്മാരും ഇതങ്ങ് ഫോളോ ചെയ്യുകയാണ്. കാരണം ആരും സുറിയാനി ഒറിജിനൽ വായിക്കുന്നില്ല. അപ്പൊ മിങ്കാനയ്ക്ക് തെറ്റ് പറ്റുമോ? മിങ്കാന ഒരു തെറ്റ് വരുത്തിയാൽ ബാക്കിയുള്ളവരെല്ലാം അതങ്ങ് ഫോളോ ചെയ്യുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഞാൻ ഒരു തുണ്ട് കടലാസ് എടുത്ത് തർജ്ജമ ചെയ്തപ്പം അതിന്റെ ഒരു ഹിസ്റ്റോഗ്രാഫി മുഴുവൻ മാറി. അപ്പം ഒരാൾ ആ വിഷയത്തിൽ അഗ്രഗണ്യനാണെന്ന് വെച്ച് അയാൾക്ക് എല്ലാ കാര്യങ്ങളും അറിയണമെന്നില്ല. പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയുടെ ഒരു ഭൂമിശാസ്ത്രമോ കൊല്ലം എന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാം, ഒരു മലയാളിക്ക് അറിയാം. പക്ഷെ മിങ്കാനയ്ക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹം മിഡിൽ ഈസ്റ്റിൽ ഇല്ലാത്ത ഒരു സ്ഥലപ്പേര് വെച്ചു, അവിടെ വെച്ചാണ് ഇവരുടെ കോൺസെൻട്രേഷൻ നടന്നത്. അപ്പം ഡേറ്റ് 1 വർഷം പുറകോട്ട് പോയി. ഞാൻ പറയുന്നത് അപ്പൊ അത് തന്നെയാണ്. അപ്പം മിങ്കാന ഒരു ചെറിയ തുണ്ട് കടലാസിൽ വന്ന വലിയ അബദ്ധങ്ങളാണ് ഞാൻ പറയുന്നത്. പിന്നീട് ഇന്ന് വരെ ഞാൻ ഇസ്ത്വാൻ ബേഴ്സലിനെ കാണിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് യൂറോപ്പിൽ സംഭവിച്ച ഈ അബദ്ധം. മിങ്കാന പറഞ്ഞു, അതുകൊണ്ട് അവരെല്ലാം ആ ഡേറ്റ് തന്നെ ഫോളോ ചെയ്തു. വേറെ ആരും മിങ്കാന പറഞ്ഞുകൊണ്ട് സുറിയാനി പരിശോധിച്ചില്ല. അപ്പൊ ഞാൻ പറയുന്നത് ഈ ഒറിജിനൽ രേഖ നമുക്കുണ്ട്. അത് സൂക്ഷ്മമായിട്ട് ഇരുന്ന് പഠിച്ചാൽ അത് സമയമെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തു തീർത്താൽ അതിന്റെ റിസൾട്ട് കിട്ടില്ല. അത് സമയമെടുത്ത് നമുക്കൊരു ടീം ഉണ്ടാക്കണം അതിന്. കാരണം ഒരാൾ ട്രാൻസ്ലേറ്റ് ചെയ്താൽ അത് പരിശോധിക്കണം. അപ്പൊ ഇത് എളുപ്പമുള്ളൊരു സംഗതിയല്ല. പക്ഷെ സമയമെടുത്ത് അത് നമുക്ക് പരിശോധിച്ച് അത് മൈലാപ്പൂരാണോ പേർഷ്യൻ ഗൾഫാണോ നമുക്ക് നിഷ്പക്ഷമായിട്ട് തന്നെ വിലയിരുത്താം. ഇപ്പൊ മൈലാപ്പൂർ ഒരു ദേറ ഉണ്ടെന്ന് സ്ഥാപിക്കേണ്ടത് ഒരു ചരിത്രകാരന്റെ ആവശ്യമല്ല. ഉണ്ടെങ്കിൽ അത് തള്ളിക്കളയേണ്ട ആവശ്യമില്ല. നമുക്കത് ആ രീതിയിൽ തന്നെ എടുക്കാം. നമ്മുടെ ഈ സംഗതി നമ്മുടെ കയ്യിലുണ്ട്, സുറിയാനി ഡോക്യുമെന്റ് നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ മിങ്കാനായ്ക്ക് ഇതിനു മുമ്പ് ഇന്റർപ്രറ്റ് ചെയ്തതിൽ പറ്റിയൊരു പാളിച്ച, മനഃപൂർവ്വം ചെയ്തതല്ല. കേരളത്തിന്റെ ഭൂമിശാസ്ത്രമോ കേരളത്തിന്റെ പരിസ്ഥിതി അതിനെ അറിഞ്ഞുകൂടാ, അതുകൊണ്ട് സംഭവിച്ചതാണ്. ഓക്കെ, വളരെ നന്ദിയുണ്ട്. എനിക്കൊരു അവസരം തന്നതിലും ചർച്ച ചെയ്യാനുള്ള അവസരം തന്നെ വളരെ നന്ദിയുണ്ട്. ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ട് ഞാനത് പിന്മാറാം, മറ്റുള്ളവർ ചോദിക്കട്ടെ. അടുത്തത് നമ്മുടെ 5ാമത്തെ പോയിന്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ക്രോണിക്കിൾസ് ഓഫ് സിയാർട്ട് ആണ്. ഈ ക്രോണിക്കിൾസ് ഓഫ് സിയാർട്ടിനെ കുറിച്ച് ചരിത്രകാരന്മാരുടെ ഇടയിൽ അതിന്റെ ഓതർഷിപ്പ് ഓതന്റിസിറ്റിയെ കുറിച്ച് ഒരു സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാൻ അതിനെ വളരെ ബഹുമാനത്തോടു കൂടിയാണ് ക്രോണിക്കിൾസ് ഓഫ് സിയാർട്ട് കാണുന്നത്, വളരെ ഇതായി കാണുന്നത്. കാരണം 4ാം നൂറ്റാണ്ട് മുതൽ നമ്മുടെ കേരള സഭയ്ക്ക്, ഭാരത സഭയ്ക്ക് പേർഷ്യൻ സഭയുമായുള്ള ബന്ധം ദൂതി എന്ന് പറയുന്ന മെത്രാൻ ഇവിടെ വന്നതായിട്ട്, ദൂതി അയച്ചതായിട്ട് പറയുന്നത് ക്രോണിക്കിൾസ് ഓഫ് സിയാർട്ടിലാണ്. അത് ഞാൻ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് അത് ആ ഒരു ചരിത്ര രേഖയായിട്ട് പറയുമ്പോഴും ഒരു ചോദ്യം നിലനിൽക്കുന്നു. ക്രോണിക്കിൾസ് ഓഫ് സിയാർട്ടിന്റെ അതോടെ ഓതന്റിസിറ്റി എന്താണ് എന്നുള്ള ഒരു ചോദ്യം നിലനിൽക്കുന്നു. പല ചരിത്രകാരന്മാരും സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതിനെ എങ്ങനെ വിലയിരുത്താൻ സാധിക്കും? മലക്കടത്തലച്ച പറയുന്നുണ്ടോ? ഈ ക്രോണിക്കിൾസ് തീർത്ത് സെക്യുലർ ഹിസ്റ്റോറിയൻസും ഉപയോഗിക്കുന്ന ഒരു സോഴ്സാണ്. ഡേവിഡ് വൈറ്റ് ഹൗസ് പഴയ സസാനി ട്രേഡിനെ കുറിച്ച്, അത് ഏറ്റവും ആധികാരികമായ സസാനി ട്രേഡിനെ കുറിച്ച് വർക്ക് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി, ഈ ആർക്കോളജിക്കൽ എക്സ്കവേഷൻ കഴിഞ്ഞ് ഡേവിഡ് വൈറ്റ് ഹൗസ് തുടങ്ങിയവരൊക്കെയാണ്. അവർ ഏറ്റവും ആധികാരികമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സോഴ്സിലൊന്ന് ഈ സീറ്റ് ക്രോണിക്കിളാണ്. അപ്പൊ സീറ്റ് ക്രോണിക്കിളിനകത്ത് ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ഇന്നലകൾ സിനോപ്റ്റിക് ആയിട്ട് കൊടുക്കണം എന്നുള്ളതാണ്. അപ്പൊ അതിനകത്ത് തലമുറ കൈമുറ വരുമ്പോൾ ഹിസ്റ്റോറിക്കൽ ന്യൂക്ലിയസ് ഉണ്ട്, ഒരു ഹിസ്റ്റോറിക്കൽ എലമെന്റ്സ് ഓഫ് ട്രൂത്തിന്റെ സാന്നിധ്യമുണ്ട്. അപ്പൊ അതിനകത്ത് അവിടെ ഇവിടെയൊക്കെ ഡീവിയേഷൻ ഉണ്ടാകാം, അവിടെ ഇവിടെയൊക്കെ മാറലുണ്ടാകാം. അത് ക്രോസ് ചെക്ക് ചെയ്യാനും അത് അങ്ങനെ തന്നെയാണ് നടന്നതെന്ന് ഒന്നും കൂടി ഉറപ്പുവരുത്താനുമാണ് ഈ സപ്പോർട്ടീവ് ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ കൊറാബറേറ്റീവ് സോഴ്സുകളെല്ലാം ഉപയോഗിക്കുക. കാരണം ഒരു 4ാം നൂറ്റാണ്ടിലെ 5ാം നൂറ്റാണ്ട് 10 തൊട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ 9ാം നൂറ്റാണ്ട് 11ാം നൂറ്റാണ്ട് ക്രോഡീകരിക്കുമ്പോൾ വ്യത്യാസം വരാം. പക്ഷേ ഇതിന് മുന്നേ പല വിധത്തിലുള്ള ക്രോണിക്കുകളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ക്രോണിക്കുകളിലൂടെ കൈമാറിപ്പോയതാണ് എന്ന് വാദിക്കുന്നവരുമുണ്ട്. ഈ കണ്ടെത്തിയ ഈ കൃതി സീറ്റിന് കിട്ടിയെന്ന് ജോസൂട്ടി പറയുകയുണ്ടായി. അപ്പൊ അവിടെ കിട്ടുന്ന ആ കൃതി എന്ന് പറയുന്നത്
പല കൃതികളിലൂടെ കടന്നു വന്ന ഒരാശയത്തിന്റെ കടന്നുവരവ് തന്നെയാണ്. വെറുതെ പെട്ടെന്ന് 14ാം നൂറ്റാണ്ടിൽ കമ്പൈൽ ചെയ്യപ്പെട്ടതല്ല. ഇപ്പൊ കൈ കിട്ടിയിരിക്കുന്ന സീർട്ട് എന്ന് പറയുന്ന സീർട്ട് ക്രോണിക്കൽ എന്ന് പറയുന്നത് 15ാം നൂറ്റാണ്ടിലെ ക്രോഡീകരിക്കപ്പെട്ട കമ്പൈൽ ചെയ്യപ്പെട്ടതാണ്. പക്ഷെ അതൊരു വായുവിൽ നിന്ന് എഴുതപ്പെട്ടതല്ല. അത് ഒരു ഹിസ്റ്റോറിക്കൽ കോൺഷ്യസ്നെസ് നിന്ന് രൂപപ്പെട്ടു വന്നതാണ്. ആ ഹിസ്റ്റോറിക്കൽ കോൺഷ്യസ്നെസ് വെറും വാമൊഴി പാരമ്പര്യം മാത്രമല്ല, അതിന് മുന്നേ ലിഖിതമായിട്ട് സുറിയാനിയിലോ എവിടെയെങ്കിലും കൈമാറ്റം ചെയ്യപ്പെട്ടിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെട്ടിട്ട് അവസാനം ഇന്ന് കാണുന്ന അവസ്ഥയിൽ നമുക്ക് കണ്ടുകിട്ടിയെന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഹിസ്റ്റോറിയൻസ് എല്ലാം അത് ഒരു ഒത്തന്റിക് വർക്കായിട്ട് കണക്കാക്കിക്കൊണ്ട് സോഴ്സ് കൃതിയായിട്ട് എടുത്തുകൊണ്ട് പറയുക. പിന്നെ അത് 100% നമുക്ക് റിലേ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്, കാരണം അത് there's a gap of time from what actually happened and from when it was being recorded. ഇത് രണ്ടും തമ്മിലുള്ള ഗ്യാപ്പ് ഉണ്ട്, ഗൾഫുണ്ട്. ആ ഗൾഫിനകത്ത് ചിലപ്പോൾ വ്യത്യാസം വരാം, ചിലപ്പോൾ അഡീഷൻ വരാം, ചിലപ്പോൾ മോഡിഫിക്കേഷൻ വരാം. അതുകൊണ്ട് അത് അങ്ങനെ തന്നെയാണോ നടന്നറിയാൻ വേണ്ടിയിട്ട് കൊറാബറേറ്റീവ് സോഴ്സുകൾ ഉപയോഗിക്കണം, സപ്പോർട്ടീവ് സോഴ്സുകൾ ഉപയോഗിക്കണം, ആർക്കിയോളജിക്കൽ സോഴ്സുകൾ ഉപയോഗിക്കണം. ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് പഠനം നടക്കുന്നത് എന്ന് കൂടി പറയാൻ ആശിക്കുകയാണ്. അവസരം തന്നതിൽ ഞാൻ നിർത്തുന്നു. ജോസൂട്ടി, ഇനി ചോദ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഉപസംഹാരത്തിലേക്ക് കടക്കാം. നമ്മുടെ ഈ ക്ലബ് ഹൗസിൽ നിന്നല്ലാതെ വേറെ ചോദ്യങ്ങൾ വന്നില്ല. ആർക്കും ഇല്ലെന്ന് കരുതുന്നു. ചോദ്യ അവസരമുണ്ട്. ആർക്കും ചോദിക്കാനില്ലെങ്കിൽ മാത്രം നമുക്ക് അവസാനിപ്പിക്കാം. അല്ല, ഒരു സെക്കൻഡ്, ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ഓക്കെ, ചോദിച്ചു. ഹലോ, വിചാരിക്കട്ടെ. എന്റെ ചോദ്യം എന്ന് വെച്ചാൽ, ഈ ക്രോണിക്കിൾ ഓഫ് സീർത്ത് എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു അത് കടന്നു വന്നിട്ടുള്ളത് ദാവീദ് ബർ മറിയം എഴുതിയിട്ടുള്ള ഒരു എക്ലിയാസ്റ്റിക്കൽ ക്രോണിക്കിൾസിന്റെ റെഫറൻസ് ചെയ്തിട്ടാണല്ലോ ഈ സീർത്ത് വന്നിട്ടുള്ളത്, ഈശോബർ നൂന്റെ കാലത്തെങ്ങാണ്ട് അല്ലെ? അത് 830 825 കാലഘട്ടങ്ങളിലല്ലേ ഈ ക്രോണിക്കിൾ ഓഫ് സീർത്ത് എഴുതിയിട്ടുള്ളത്? അത് റെഫറൻസ് ചെയ്യുന്നത് ദാവീദ് ബർ മറിയം എഴുതിയിട്ടുള്ള എക്ലിയാസ്റ്റിക്കൽ, ആ ലോസ്റ്റ് എക്ലിയാസ്റ്റിക്കൽ ക്രോണിക്കിളിന്റെ വർക്ക് ഇതിന്റെ അകത്ത് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഹലോ അല്ലേ? ചോദിച്ചു. ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? കേട്ടു. അത് നമ്മളെ ഈ പണ്ട് സഭ തുടങ്ങിയപ്പോൾ തൊട്ട് എല്ലാ റിലീജിയസ് കമ്മ്യൂണിറ്റികളും ഉണ്ട് ആ പാരമ്പര്യം. നമ്മുടെ ക്രിസ്ത്യൻ പാരമ്പര്യത്തിൽ അതെ, നമ്മുടെ മിഷണറി എൻഡവറുകള്, നമ്മുടെ എക്ലസിയാസ്റ്റിക്കൽ ആക്ടിവിറ്റീസ്, അതെല്ലാം അത് റെക്കോർഡ് ചെയ്യുക എന്നൊരു പാരമ്പര്യം എല്ലാ സഭകളിലുണ്ട്. നമ്മുടെ സഭയിലുണ്ടായിരുന്നു. പക്ഷെ അത് പല കാരണം കൊണ്ട് നഷ്ടപ്പെട്ടു പോയി. ഹ്യൂമിഡിറ്റി നഷ്ടപ്പെട്ടു, ഉദയംബോസ് നശിപ്പിക്കപ്പെട്ടു, പലവരും നശിപ്പിക്കപ്പെട്ടു. അപ്പൊ ഇന്നലകളെ രേഖപ്പെടുത്തുക എന്നുള്ളൊരു സെൻസ് ഓഫ് കമ്മ്യൂണിറ്റി ബിൽഡപ്പ് ചെയ്യുന്നതിനകത്ത്, കമ്മ്യൂണിറ്റി കൊഹേഷൻ രൂപപ്പെടുത്തുന്നതിനകത്ത് അത് ആവശ്യമാണ്. എല്ലാ കമ്മ്യൂണിറ്റിക്കകത്തുണ്ട്, നമ്മുടേതിനകത്തും ഉണ്ടായിരുന്നു. അപ്പൊ ഈ പേർഷ്യൻ സഭ രൂപപ്പെട്ടു വന്നിട്ടുള്ള വിവരങ്ങള് അത് പല വിധത്തിൽ അവർ രേഖപ്പെടുത്തപ്പെട്ടിരുന്നു, സൂക്ഷിക്കപ്പെട്ടിരുന്നു. അതാണ് പിന്നീട് ഈ സീർട്ട് ക്രോണിക്കലിന് മാട്രിക്സ് ആയി മാറിയ കൃതിയായിട്ട് വന്നേ. അപ്പൊ അതിനകത്ത് എല്ലാവർക്കും അംഗീകരിക്കപ്പെട്ടത് അല്ലാത്ത ഒരെണ്ണം വന്നു കഴിഞ്ഞാൽ അസത്യമാണ് എന്ന് പറയുകയും ചെയ്തില്ല. കാരണം ഈ വെറുതെ ഒരു എന്താ പറയുക, ആരും കാണാതെ എഴുതുകയും ആരും കാണാതെ ട്രാൻസ്മിറ്റ് ചെയ്യുകയും ചെയ്തിരുന്ന ഇൻഫർമേഷൻ അല്ലത്. അതൊരു കമ്മ്യൂണിറ്റി സെൻട്രിക് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി റിലേറ്റഡ് റെക്കോർഡിംഗ് ഓഫ് ദ ഹിസ്റ്റോറിക്കൽ കോൺഷ്യസ്നെസ് ഓഫ് ദ കമ്മ്യൂണിറ്റിയാണ്. അപ്പൊ കമ്മ്യൂണിറ്റിയുടെ ഇന്നലെ കുറിച്ച് മനസ്സിലാക്കുക, തെറ്റുകൂടാതെ എഴുതേണ്ടത് ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ചുമതലയാണ്. അതിന് തെറ്റ് വന്നു കഴിഞ്ഞാൽ തെറ്റ് വന്നു എന്ന് ആ കമ്മ്യൂണിറ്റി ലീഡർഷിപ്പ് ഇടപെടുകയും അത് തിരുത്തപ്പെടുകയും ചെയ്യണം. അപ്പൊ അങ്ങനെയാണ് കൈമാറ്റം എല്ലായ്പ്പോഴും നടക്കുന്നത്. എല്ലാ മതവിഭാഗങ്ങളും നമ്മുടെയൊക്കെ അങ്ങനെയാണ് നടന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെ കാരണം നമ്മുടെ പള്ളികളിൽ ഇപ്പം നമ്മൾ നടക്കുന്ന നാളാഗമം എഴുതുന്നത് പോലെ തന്നെ, കാരണം സത്യത്തിന് വിരുദ്ധ എഴുതാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ ആ എഴുതപ്പെട്ട് മുഴുവൻ വന്നിട്ടില്ല. ഇന്ന് സീർട്ട് ക്രോണിക്കൽ എന്ന് പറഞ്ഞത് ഒന്നാണ് നമ്മളെ കിട്ടിയിരിക്കുന്നത്. പക്ഷെ അതിന്റെ പുറകില് ഈ പല ഡെവലപ്മെന്റ്സ് രേഖപ്പെടുത്തുന്ന ഒത്തിരി പ്രക്രിയകൾ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ആ പ്രക്രിയകളിലൂടെ കിട്ടിയ അറിവാണ് ഈ സീർട്ട് ക്രോണിക്കലിന്റെ മാട്രിക്സ് ആയി മാറിയെന്ന് നിങ്ങൾ സൂചിപ്പിച്ച കൃതി.
അപ്പൊ അത് നഷ്ടപ്പെട്ടു പോയി കഴിയുമ്പോൾ അതിൽ നിന്നാണ്, അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, കാരണം ഇസ്ലാമൈസേഷന്റെ ഭാഗമായിട്ട് 641 സസാനിസിനെ തോൽപ്പിച്ചിട്ട് അറബിക് ഇസ്ലാം പേർഷ്യയിൽ എത്തുകയും ഇസ്ലാമൈസേഷന്റെ ഭാഗമായിട്ട് ക്രിസ്ത്യൻ കച്ചവട കേന്ദ്രങ്ങൾ മുഴുവൻ കീഴ്പ്പെടുത്തുകയും ചെയ്തു. ക്രിസ്ത്യാനി മുഴുവൻ തുരത്തി, ക്രിസ്ത്യൻ സെന്റേഴ്സ് മുഴുവൻ തുരത്തി. 750 സെലൂസ ടെസിഫോൺ എന്ന് പറഞ്ഞ പ്രദേശം സസാനിസിന്റെ ആസ്ഥാന സ്ഥലം അബ്ബാസിഡ്സ് കൈയടക്കി, ബാഗ്ദാദ് എന്ന് പറഞ്ഞ ആസ്ഥാനമാക്കിയവര്. അപ്പൊ ഈ വലിയ മാറ്റങ്ങളുടെ മധ്യേ ഈ ഇന്നലകളെ രേഖപ്പെടുത്തപ്പെടേണ്ട ആവശ്യം വന്നപ്പോഴാണ് ഈ ഇങ്ങനെയുള്ള ക്രോണിക്കിളൊക്കെ ആവശ്യം വരുന്നത്. അപ്പൊ അത് ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ സൂചിപ്പിച്ചതേ ഉള്ളൂ. ഹലോ, നെക്സ്റ്റ് ചേട്ടാ. ഒരു സെക്കൻഡ് ജോസൂട്ടി, ഇനി പറ്റുമോ അതോ ഇവിടെയുള്ള ഇന്ത്യയിൽ നിന്ന് ഏതെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ചോദ്യങ്ങളെല്ലാം ഒരേ പാറ്റേൺ തന്നെയാണ്. വ്യത്യസ്തമായ രീതിയിലുള്ള ചോദ്യങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ. മൈക്കിൾ ഹലോ, ഹലോ, മൈക്കിൾ തരൻ സാറേ, സ്വാഗതം. ഞാന് ജോസൂട്ടിയോട് എന്റെ അഭിനന്ദനങ്ങൾ ആദ്യമായിട്ട് അറിയിക്കുകയാണ്. ഞാനിത് കേൾക്കാനായി മാത്രം വന്നതാണ്. ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കുകയും ഒന്നും ചെയ്തിട്ടുള്ള ആളോ സുറിയാനി ഭാഷയെക്കുറിച്ച് അറിവുള്ള ആളുമല്ല. അതുകൊണ്ട് വളരെ കൺവിൻസിംഗ് ആയിട്ട് വളരെ വ്യക്തമായ രീതിയിൽ അവതരിപ്പിച്ച കാര്യങ്ങളെക്കുറിച്ച് തീർച്ചയായിട്ടും അത് എൻ്റെ ചിന്താഗതിയിൽ തന്നെ വലിയ വ്യത്യാസം വരുത്തുന്ന രീതിയിലുള്ള വാദഗതികളാണ് അത് ജോസൂട്ടി ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. എനിക്ക് ചോദിക്കാനുള്ളത് ഇവിടെ അവതരിപ്പിച്ച കാര്യങ്ങളെക്കുറിച്ചൊന്നുമല്ല, പക്ഷെ എനിക്ക് ലഭിച്ച ക്ഷണക്കത്തില് കോട്ട് ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് പാറേമ്മക്കൽ വർത്തമാന പുസ്തകത്തിൽ അതേക്കുറിച്ച് ഞാൻ പഠിക്കുന്നുണ്ട്, ഞാൻ എഴുതുന്നുമുണ്ട്. പാറേമ്മക്കലിന്റെ എഴുത്തുകളില് കരിയാറ്റി മെത്രാപ്പോലീത്ത ഇന്ത്യയെക്കുറിച്ചും ഇന്ത്യക്കാരെ കുറിച്ചും ഇന്ത്യയുടെ വിദേശികളുടെ ഭരണം വേണ്ടെന്ന് വെക്കണം എന്നുമൊക്കെ പറഞ്ഞിട്ടുള്ളതായിട്ട് പറയുന്നുണ്ട്. ഇത് ഫാദർ മാലേക്കണ്ടത്തിലും പയസച്ചനും അദ്ദേഹത്തിന്റെ പഴയ പേപ്പറുകളിൽ എഴുതിയിട്ടുള്ളതാണ്. അതായത് ഒരു അൺപബ്ലിഷ്ഡ് വർക്കാണ് ഇന്ത്യ ഫോർ ഇന്ത്യൻസ്. ഇത് എവിടെ പബ്ലിഷ് ചെയ്തു എന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും അറിവ് നമുക്ക് ലഭ്യമായിട്ടുണ്ടോ? അതോ അൺപബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു വർക്കാണെന്നുള്ള രീതിയിലാണോ ഇപ്പോഴും ചരിത്രകാരന്മാര് കൺസിഡർ ചെയ്യുന്നത്? മൈക്കിൾ സാറേ, അത് നമ്മുടെ 1977 ജനതാ ബുക്സ് പബ്ലിഷ് ചെയ്ത മൂത്തേടനച്ചൻ മലയാളത്തിലേക്ക് ട്രാൻസ്ലിറ്ററേറ്റ് ചെയ്ത വർത്തമാന പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നതാണ് നമ്മുടെ പാറേമ്മക്കൽ തോമാക്കത്തനാരുടെ ഇതര കൃതികൾ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ അതിനകത്ത് പറയുക ഒന്നാണ് ഈ പറഞ്ഞ പുസ്തകം, ഞാൻ കോട്ട് ചെയ്തേക്കുന്ന ആർട്ടിക്കിളുള്ള പുസ്തകം. ഞാൻ പരമാവധി ശ്രമിച്ചു ഈ പുസ്തകം എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ കരുതി പാറായി കുടുംബത്തിലെങ്കിലും കാണുമെന്ന് എനിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇല്ല, ഇവിടെ ഇല്ല. എന്ന് മാത്രമല്ല അങ്ങനെ ഒരു ബുക്ക് ഉണ്ടാകാനുള്ള സാധ്യത ചരിത്രപരമായിട്ട് പരിശോധിക്കുമ്പോൾ ഇതുവരെ എനിക്ക് തോന്നിയിട്ടുള്ളത് അത് ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല. എന്ന് വെച്ചാൽ ഇവിടെ പ്രശ്നം വരുന്നത്, ഇപ്പോ ഫാദർ പയസ് തന്നെ പറഞ്ഞിട്ടുള്ള പോലെ ഈ ഒരു കോമൺവെൽത്ത് ഓഫ് ഒരു സെന്റ് തോമസ് ക്രിസ്ത്യൻസ് എന്ന് പറയാവുന്ന ഒരു കോമൺവെൽത്തിനെ കുറിച്ചൊരു പുതിയ ആശയം, അത് വളരെ വളരെ താല്പര്യപൂർവ്വം ഞാൻ ഫോളോ ചെയ്ത ഒരു ആശയമാണ് ഈ അടുത്ത കാലത്ത് അച്ഛൻ എഴുതിയിട്ടുള്ളത്. അപ്പൊ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ മധ്യേഷ്യ മുതൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യ വരെയുള്ള ഒരു ഇന്ത്യയെക്കുറിച്ചും ആ ഇന്ത്യയെ ജനിക്കാത്ത ആളുകൾ
ജന്മാന്തരക്കേടെന്നാണ് ഈ മിഷണറിമാരെ കുറിച്ച് പറയുന്നത്. അവർക്ക് ജന്മത്തിൽ തന്നെ എന്തോ കേടുണ്ടെന്നാണ്. അപ്പൊ ഈ കേടുള്ള ആളുകൾ പിന്നെ ഏഷ്യക്കാരല്ലാത്തവരായിരിക്കണം. ഏഷ്യക്കാരല്ലാത്ത എല്ലാവർക്കും എതിരായിട്ട് ഏഷ്യയിലുള്ള ജനങ്ങളുടെ ഒരു സമരാഹ്വാനമായിരുന്നു എന്നൊക്കെ സംശയിക്കാവുന്നതാണ്. പിന്നെ വേറൊരു പ്രശ്നമുള്ളത് ഈ പിന്നെ ഈ പറമാക്കലിനെ കുറിച്ചൊന്നും അല്ല നമ്മൾ ചർച്ച ചെയ്യേണ്ടതെന്ന് എനിക്കറിയാമെങ്കിലും, പറമാക്കലിന്റെ കാലത്ത് തന്നെ കൂടെ ഉണ്ടായിരുന്ന ഗോവയിൽ നിന്നും പോയവര് അവർക്കും കൂടെ വലിയ റോൾ ഉണ്ടായിരുന്ന ഒരു ഇൻസിഡന്റ് ഓഫ് പിന്റോ എന്ന് പറയുന്ന ഒരു വിപ്ലവ ശ്രമം സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് തന്നെയുള്ളത്. അതായത് പോർച്ചുഗീസ് അധികാരത്തിനെതിരായിട്ട് സമരം തൊട്ടടുത്തുള്ള ഗോവയിൽ ഉണ്ടായിട്ടുണ്ട്. അവര് ആ സമരം സംഘടിപ്പിക്കാനായിട്ട് ടിപ്പു സുൽത്താനുമായിട്ട് ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു. അപ്പോ പക്ഷെ കേരളത്തില് അങ്ങനെയുള്ള യാതൊരു നടപടികളും ഇവിടെ ടിപ്പു സുൽത്താനാണല്ലോ ശത്രു. ടിപ്പു സുൽത്താനെ മാറ്റി നിർത്തുകയാണല്ലോ നമ്മൾ. ഇപ്പോഴാണെങ്കിലും നമ്മൾ ആ ആറ്റിറ്റ്യൂഡ്, നമ്മൾ പലരുടെയും ആറ്റിറ്റ്യൂഡ് അതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മുടെ എന്നാ ഇവരുമായിട്ട് ലിസ്ബണിൽ ഒരുമിച്ച് താമസിക്കുകയും ഒക്കെ ചെയ്തവരാണല്ലോ പിന്നെ പറമാക്കലും കരിയാറ്റിയും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിനെന്തോ ഒരു പ്രശ്നമുണ്ട്. ഞാനിത് ഉണ്ടെന്നോ ഇല്ലെന്നോ അല്ല, ഇതിനെക്കുറിച്ച് ഇനിയും ഗവേഷണം വേണ്ടതല്ലേ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. സാറ് പറഞ്ഞ പോലെ നമ്മൾ കാരണം ഒരു വിഷയത്തിനും ഫൈനൽ വേർഡ് പറയാൻ മാത്രം നമുക്ക് ചരിത്രരേഖകൾ കിട്ടിയിട്ടില്ല. നമ്മളിതൊരു പ്രോസസ്സാണ്. നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്ന തെളിവുകളും അതിന്റെ വെളിച്ചത്തിലുള്ള ലോജിക്കും വെച്ച് നമ്മൾ ഇൻഫർ ചെയ്യുന്നു. പക്ഷെ വേറെ രേഖ കിട്ടുമ്പോൾ വേറൊന്നായിട്ട് ചിലപ്പോൾ വരാം. അപ്പൊ നമുക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്ന രേഖകൾ വെച്ച് നമ്മളുള്ള മനസ്സിലാക്കലാണ് നമ്മൾ നടത്തുക. അപ്പൊ അത് പുതിയ രേഖകൾ വരട്ടെ എന്നും ശരിയായ ദിശയിൽ നമ്മുടെ ചരിത്ര ഗവേഷണങ്ങൾ പോകട്ടെ എന്നും നമുക്ക് ആഗ്രഹിക്കുകയും അത് ശ്രമിക്കുകയും ചെയ്യാൻ. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മള് മൂത്തേണ്ണച്ചൻ അങ്ങനെ ആ ഇത് കൊടുത്തപ്പോൾ ഞാൻ സംശയിച്ചില്ല. ഞാൻ ഒത്തിരി ക്രോസ് ചെക്ക് ചെയ്തു ആ പുസ്തകം എവിടെ കിട്ടുന്നത്. എന്റെ അറിവിൽ ഒരിടത്തും കണ്ടെത്താൻ പറ്റിയിരുന്നില്ല. മൂത്തണ്ണച്ചന്റെ എഴുത്തിന്റെ പരിശ്രമങ്ങളെ കുറിച്ചുമൊക്കെ വ്യക്തിപരമായിട്ട് അറിയാൻ സാധിച്ചിട്ടുള്ള ആളെന്നുള്ള നിലയ്ക്ക് എനിക്ക് ഇതേക്കുറിച്ച് കാര്യമായ ഒരു സംശയം, അതായത് ഞാൻ പറഞ്ഞ ചരിത്രപരമായിട്ട് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ മൂത്തണ്ണച്ചനെ സംശയിക്കൊന്നുമല്ല. അദ്ദേഹത്തിന്റെ ആധികാരികതയും അദ്ദേഹത്തിന്റെ പാണ്ഡിത്യത്തെയും ഒന്നും ഞാൻ ചോദ്യം ചെയ്യുകയല്ല. അതൊക്കെ ബഹുമാനിക്കേണ്ടത് തന്നെയാണ്. അപ്പൊ ഞാൻ അതിനെക്കുറിച്ചൊരു സംശയം പോലെ തോന്നിയതുകൊണ്ട് അത് പക്ഷെ ഈ ഇൻവിറ്റേഷനിൽ അത് ഉദ്ധരിച്ചത് കൊണ്ട് ഞാൻ ചോദിച്ചത്. ഹലോ, കേൾക്കുന്നുണ്ട്. താങ്ക് യു സാർ. കേൾക്കുന്നുണ്ട്. ജോസൂട്ടി ബ്രദറെ, എൻ്റെ ഒരു ചോദ്യം എന്ന് വെച്ചാല്, നമ്മുടെ ഈ നേരത്തെ 3-ാം നൂറ്റാണ്ട് തൊട്ട് ഇവിടെ എന്താ പറയുക 15-ാം നൂറ്റാണ്ട് വരെ ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തല്ലോ. എൻ്റെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഈ പൗരസ്ത്യ സുറിയാനി സഭ, അതായത് ചർച്ച് ഓഫ് ദ ഈസ്റ്റ് അല്ലെങ്കിൽ ദ ചർച്ച് ഓൺ ഫയർ, അങ്ങനെ പല പേരുകളുണ്ടല്ലോ ചർച്ച് ഓഫ് ദ ഈസ്റ്റിന്. ഈ പൗരസ്ത്യ സുറിയാനി സഭ ഒഴിച്ച് ഏതെങ്കിലും ഒരു സഭ ഇവിടെ ഈ മലങ്കരയിൽ അല്ലെങ്കിൽ മാലിയാങ്കരയിൽ കാനോനിക അധികാര പ്രയോഗം ചെയ്തിരുന്നു? കാനോനികം അധികാര പ്രയോഗം ചെയ്തിരുന്നു പൗരസ്ത്യ സുറിയാനി സഭ ഒഴിച്ച്? പിന്നെ എൻ്റെ ഒരു രണ്ടാമത്തെ ഒരു ചോദ്യം കണക്റ്റഡ് ആയിട്ടുള്ളതാണ്. ഈ കാതോലിക്കോസ് പാത്രിയാർക്കീസ് എന്നുള്ള സംജ്ഞ, അത് നമ്മുടെ സഭയ്ക്ക്, പൗരസ്ത്യ സുറിയാനി സഭയ്ക്ക് മാത്രമുള്ളൊരു ടൈറ്റിലാണോ ഈ കാതോലിക്കോസ് പാത്രിയാർക്കീസ് എന്നുള്ള ഇത്? പിന്നെ ഈ ഒരു നേരത്തെ പറഞ്ഞല്ലോ, ഈ ആർക്കദിയാക്കോൻ എന്ന് പറയുന്ന ആ നമ്മുടെ ഒരു സവിശേഷ ആ പട്ടക്രമത്തിൽ അതിൻ്റെ സവിശേഷതകളൊന്ന് പറയാമോ? ഇതര സുറിയാനി സഭകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ആ പട്ടക്രമത്തിൽ ഈ അർക്കദിയാക്കോൻ്റെ കുറച്ചും കൂടെ ഉയർന്ന ശ്രേണിയിലല്ലേ നിൽക്കുന്നത് നമ്മുടെ ഈ പട്ടക്രമത്തിൽ നമ്മൾ നോക്കുമ്പോൾ? അതായത് മെത്രാൻ്റെ തൊട്ട് താഴെയല്ലേ പട്ടക്രമത്തിൽ അർക്കദിയാക്കോൻ്റെ ഇത് നിൽക്കുന്നത്? ഈ 3 ചോദ്യങ്ങൾ എൻ്റെ ഉള്ളൂ. ശരി, താങ്ക്സ്.
ഞാൻ അവസാനം തൊട്ട് പറഞ്ഞു തുടങ്ങാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആർച്ച് ഡീക്കൻ എന്ന് പറയുന്നത് ഏത് കാലത്ത് തുടങ്ങിയെന്ന് നമുക്കറിയില്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ഈ തിമോത്തി ഒന്നാമൻ പാത്രിയർക്കീസിന്റെ കാലത്ത് ഈസ്റ്റ് സിറിയൻ സഭ ഏഷ്യ മുഴുവൻ വ്യാപിപ്പിക്കാനായിട്ട് വളരെ പ്രോ ആക്റ്റീവ് ശ്രമം നടത്തുകയും മിഷണറിമാരെ അയക്കുകയും ചെയ്യുന്നുള്ള ചരിത്രരേഖകളാണ്. ആ സമയത്ത് തൊട്ട് ആർച്ച് ഡീക്കൻ ഇന്ത്യയിലുണ്ട്, ചൈനയിലൊക്കെ ഉണ്ട്. രണ്ട്, ഈ ആർച്ച് ഡീക്കൻ ഇടയ്ക്കിടയ്ക്ക് രേഖകളിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. നമ്മൾ ഈ അങ്കമാലിയിലെ വൈദികൻ പിന്നീട് ആർച്ച് ഡീക്കൻ ആക്കപ്പെടുന്നതായിട്ട് 1561 രേഖകളിൽ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ അതെല്ലാം ഭഗവമറ്റം കുടുംബത്തിൽപ്പെട്ടായിട്ട് പിന്നെ ആർച്ച് ഡീക്കൻ പൈതൃകം തുടരുന്നുണ്ടെന്ന് കാണാം. അപ്പൊ ഞാൻ സൂചിപ്പിച്ചു വന്നേ, ജാതിയുടെ സമുദായത്തിന്റെ നേതാവായിട്ട് നിൽക്കുന്ന വ്യക്തിയായിട്ടാണ് ആർച്ച് ഡീക്കൻ രേഖകളിൽ കാണപ്പെടുന്നത്. കാരണം ബിഷപ്പുമാർ നല്ല ശതമാനം പേര് വിദേശത്ത്, എല്ലാ ബിഷപ്പുമാരും വിദേശത്താണ്. അവർക്ക് ഇവിടുത്തെ ഭാഷ അറിയില്ല, ഇവിടെ സംസ്കാരം അറിയില്ല, ഇവിടുത്തെ പാരമ്പര്യം അറിയില്ല, ആചാരരീതി അറിയില്ല. ഒത്തിരി നാട്ടുരാജ്യങ്ങളുണ്ടായി. ചേരാജാക്കന്മാരുടെ 14 പ്രവിശ്യകൾ തകർന്ന് നാട്ടുരാജ്യങ്ങൾ ഉണ്ടായപ്പോഴും അത് വീണ്ടും വിവിധ നാട്ടുരാജ്യങ്ങൾ ഉണ്ടായപ്പോൾ ഇവിടുത്തെ കർത്താക്കന്മാരും കൈമളന്മാരോടും നാട്ടുരാജ്യങ്ങളിലെ ഭരണകർത്താക്കളോടും സംസാരിക്കാനോ ഇടപെടാനായിട്ടോ അവരുടെ അരികിൽ സമുദായത്തിന് ആവശ്യം പറയാനായിട്ടോ ഈ വിദേശ ഭാഷ സംസാരിക്കുകയും പാരമ്പര്യത്തിൽ ജനിച്ചുകൊള്ളുകയും ചെയ്ത മെത്രാന്മാർ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ സമുദായ നേതാക്കന്മാരായിട്ട് കൂടിയാണ് ഈ ആർച്ച് ഡീക്കന്മാർ നിലകൊണ്ടത് എന്നുകൂടി പറയാൻ ആശിക്കുകയാണ്. അപ്പൊ ആത്മീയ കാര്യങ്ങളുടെ നേതൃസ്ഥാനം ബിഷപ്പുമാർ, അവർ പ്രത്യേകിച്ച് ലിറ്റർജി, പട്ടം കൊടുക്കുക, മെത്രാന്മാർക്ക് കൊടുക്കേണ്ട കുദാശകൾ പരികർമ്മം ചെയ്യുക, അങ്ങനെ സ്പിരിച്വൽ ലീഡർഷിപ്പ് മെത്രാന്മാർക്കും കമ്മ്യൂണിറ്റി ലീഡർഷിപ്പ് ആർച്ച് ഡീക്കണം എന്ന രീതിയിലാണ് ഇവോൾവ് ചെയ്ത് വന്നായിട്ട് രേഖകൾ മുഴുവൻ കാണുന്നത്. അപ്പോൾ നമ്മുടെ ഈ ആർച്ച് ഡീക്കന് കൂടിയാണ് ഈ നസറണി ക്രൈസ്തവരുടെ പടയാളികളും കുറുപ്പുമാരും അവരുടെ പിള്ളമാരും പണിക്കന്മാരും എന്നൊക്കെ ജൊണ്ണാദിക്കത് പറയുന്നുണ്ട്. അപ്പോൾ സൈന്യം എപ്പോഴും ആർച്ച് ഡീക്കന് കൂടിയാണ് നടക്കുന്നത്. അപ്പോൾ സമുദായ ശക്തിയുടെ പ്രതീകമായിട്ട് ആർച്ച് ഡീക്കനും ആത്മീയ ശക്തിയായിട്ട് ബിഷപ്പായിട്ട് നിൽക്കുന്നതായിട്ടാണ് നമ്മൾ ആ കാലങ്ങളിലെ 16, 17, 18 രേഖകളൊക്കെ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത്. അതിന് മുന്നുള്ള ചോദ്യം ഞാൻ മറന്നുപോയി പറഞ്ഞതിനിടയ്ക്ക്. ടോം ഒന്നും കൂടെ പറയാമെങ്കിൽ ഞാനത് സൂചിപ്പിക്കാം. ഞാൻ ചോദിച്ചതെന്ന് വെച്ചാല് ഇതല്ലായിരുന്നു എൻ്റെ ചോദ്യം. അതായത് ഇപ്പം നമ്മുടെ പൗരസ്ത്യ സുറിയാനി സഭയുടെ നമ്മുടെ പട്ടക്രമത്തില് കാറോയ, ഹൗപദിയാക്കോനോ, ദിയാക്കാനോ, കശീഷോ, കോറപ്പിസ്കോപ്പ, ആർക്കദിയാക്കോൻ, അത് കഴിഞ്ഞ് മെത്രാൻ, മെത്രാപോലീത്ത, കാതോലിക്കോസ്, പാത്രിയാർക്കീസ്. അപ്പൊ അത് ഉയർന്ന ശ്രേണിയിൽ നിൽക്കുന്നതല്ലേ ആർക്കദിയാക്കോൻ? ഇതര സുറിയാനി സഭകളുടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആർക്കദിയാക്കോൻ ഇല്ല, കാണാൻ പ്രത്യക്ഷത്തിലില്ലെങ്കിലും ചിലപ്പോൾ അവർ ഉപയോഗിക്കാറുണ്ടെങ്കിലും അതൊരു ഡീക്കൻ്റെ, അതായത് ഒരു ഹയർ ഡീക്കൻ എന്ന നിലയ്ക്കല്ല നിൽക്കുന്നുള്ളൂ. ഇതൊരു മെത്രാന്റെ തൊട്ട് താഴെയുള്ള ഒരു സ്ഥാനീയനാണല്ലോ നമ്മുടെ. അതൊരു സവിശേഷതയല്ല ഈ പൗരസ്ത്യ സുറിയാനി സഭയുടെ. അതാണ് എൻ്റെ ചോദ്യമായിരുന്നത്. പൗരസ്ത്യ സുറിയാനി സഭയിൽ എല്ലായിടത്തും ഉണ്ടെന്ന് നമുക്ക് അറിയില്ല. ഇന്ത്യയിലും ചൈനയിലും ഉണ്ടായിട്ട് നമുക്ക് ഇതിന് തെളിവ് കിട്ടിയിട്ടുള്ളൂ. രണ്ട്, ഇത് അതിന് പ്രത്യേകം പട്ടം കൊടുത്തിരുന്ന രേഖകൾ ഒരിടത്ത് നമ്മൾ കാണുന്നില്ല. പ്രത്യേകം പട്ടം കൊടുത്താണ് വാഴിച്ചിരുന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല, രേഖകൾ കിട്ടിയിട്ടില്ല. അത് കേരളത്തില് കുറെ കഴിഞ്ഞപ്പോൾ അമ്മാവനിൽ നിന്ന് മരുമകനിലേക്ക് പോകുന്ന പാരമ്പര്യമാണ് ഉണ്ടായിരുന്നാണ് രേഖകൾ കണ്ടിരിക്കുന്നത്. ഒന്നാം മാർത്തോമേന്ന് അടുത്ത പെങ്ങളുടെ മകൻ അമ്മാവനിൽ നിന്ന് മരുമകനിലേക്ക് പോകുന്ന ആ ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നിട്ടൊക്കെയാണ് പല രേഖകളും കണ്ടിരിക്കുന്നത്. അപ്പൊ അത് വാഴിക്കലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊരു പ്രാദേശിക വാഴിക്കലാണ്. പണ്ടൊരിക്കല് ഈ രാജാക്കന്മാരെ വാഴിക്കാൻ വേണ്ടി പ്രത്യേക റൂബ്രിക്സ് ഒക്കെ ഉണ്ടാക്കിയിരുന്നു. നമ്മുടെ ഷാൾമേനൊക്കെ അങ്ങനെയാണ് വാഴിച്ചത്, നെപ്പോളിയനൊക്കെ അങ്ങനെയാണ് വാഴിച്ചത്. ആ റൂബ്രിക്സ് എന്നും ഒരു കുദാശയുടെ ഭാഗമായിട്ട് പിന്നെ നിലനിർത്തപ്പെട്ടിട്ടില്ല. അതേ രൂപത്തിൽ ഇപ്പൊ ഈ ആർച്ച് വാഴിക്കുന്ന അവസരം ചിലപ്പോൾ റൂബ്രിക്സ് ഉണ്ടായിരുന്നിരിക്കാം, പക്ഷെ അത് എന്താണ് എന്ന് നമുക്ക് രേഖകളിൽ കിട്ടിയിട്ടില്ല. പിന്നെ അത് ഈ പറഞ്ഞ ഈ ഹൈറാർക്കിക്കൽ ശ്രേണിയിൽ എവിടെ നിന്നതെന്നൊക്കെ പറയാനില്ല. അവര് അച്ഛന്മാരായിരുന്നു എന്ന് വ്യക്തമാണ്. പക്ഷേ ഈ അച്ഛന്മാരായിരുന്നവര് മെത്രാന്റെ തൊട്ടടുത്ത സ്ഥാനത്താണ്. അതിൽ വിക്കർ ജനറൽ എന്നുള്ള വെസ്റ്റേൺ ചർച്ചിന്റെ കൺസെപ്റ്റ് ഉണ്ടല്ലോ, ആ കൺസെപ്റ്റോട് ചേർന്നായിരുന്നിരിക്കാൻ ഇവർ നിന്നിരുന്നത് എന്നാണ് പൊതുവെ ഉള്ള ഒരു മനസ്സിലാക്കല്. പിന്നെ കാതോലിക്കോസ് എന്ന് പറഞ്ഞാൽ ഒരു സഭ സ്വതന്ത്രമായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് കാനോനികമായി നിൽക്കുമ്പോൾ അതിന്റെ കാനോനിക ഘടനയുണ്ട്, ലിറ്ററേച്ചർ പാരമ്പര്യമുണ്ട്, അതിന്റെ ഫാസ്റ്റ് ട്രഡീഷൻ അതിന്റെ തനതായ രൂപങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ പാത്രിയർക്കൽ ട്രഡീഷൻ വന്നു കഴിയുമ്പോഴാണ് അത് പാത്രിയർക്കീസ് ആകുന്നത്. അതിന് മുമ്പുള്ള ട്രാൻസിഷൻ പീരീഡ് അവിടെ കാതോലിക്കോസ് ആണ്.
അപ്പൊ നമ്മുടെ ആഹ എന്നുള്ള കാതോലിക്കസ് തന്നെയായിട്ട് നിന്നിരുന്ന ആ കാലഘട്ടത്തിൽ അന്ന് അദ്ദേഹം പാത്രികീസ് എന്ന് പറഞ്ഞ സ്ഥാനം ഏറ്റെടുത്തിരുന്നില്ല എന്നും കൂടി പറയാൻ ആശിക്കുകയാണ്. പിന്നെ ആദ്യം ചോദിച്ചാൽ വിട്ടുപോയിട്ടോ. അച്ചു, അപ്പൊ നമ്മൾ പക്ഷെ ഈ ആ സജ്ഞയില് നമ്മൾ കാതോലിക്കോസ് പാത്രിയാർക്കീസ് എന്ന്, അത് നമ്മുടെ ഒരു സവിശേഷതയല്ലേ പൗരസ്ത്യ സുറിയാനിയുടെ? ബാക്കിയുള്ള സഭകളിൽ പാത്രിയാർക്കീസ് എന്ന് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ കാതോലിക്കോസ് എന്ന് ഉപയോഗിക്കുമ്പോൾ പൗരസ്ത്യ സുറിയാനിയുടെ സഭയുടെ മാത്രം ഒരു സവിശേഷതയല്ല കാതോലിക്കോസ് പാത്രിയാർക്കീസ്, ആ രണ്ട് ടൈറ്റിലും കൂടി ഉപയോഗിക്കുന്നത്. അതാ ചോദിച്ചത്. അത് എനിക്ക് തോന്നുന്നത് ആഹ അത് ഉപയോഗിച്ചിരുന്നുകൊണ്ട് കാതോലിക്കസ് ഉപയോഗിച്ചിരുന്നത്, അദ്ദേഹം പാത്രികീസ് ഉപയോഗിച്ചിരുന്നില്ല. അതിനുശേഷം പിന്നീട് പിന്നെ വന്ന മെത്തഡ് ഞാൻ ഓർക്കുന്നില്ല. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ കാതോലിക്കോസ് തലവനാറിഞ്ഞ കൃത്യം ഓർക്കുന്നില്ല. അതിന്റെ കാലഘട്ടത്തിൽ അത് കാതോലിക്കോസ് പാത്രികീസ് ഉപയോഗിച്ചു, പിന്നെ പാത്രികീസ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ കാതോലിക്കോസ് ഉപയോഗിക്കണം നിർബന്ധമില്ല പാത്രികീസ് സ്ഥാനത്ത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം, ആദ്യത്തെ ഓർഡറിൽ ആദ്യത്തെ ചോദ്യം, മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു. അതായത് പൗരസ്ത്യ സുറിയാനി സഭ അല്ലെങ്കിൽ ചർച്ച് ഓഫ് ദി ഈസ്റ്റ്, ചർച്ച് ഓൺ ഫയർ, ഈ സഭ ഒഴിച്ച് ഏതെങ്കിലും സഭകള് പൗരസ്ത്യ സഭകളായാലും ഇവിടെ കാനോനിക അധികാരം പ്രയോഗിച്ചിരുന്നോ ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഈ പറയുന്ന നാട്ടില് മാലിയങ്കരയില്? നമ്മുടെ നാട്ടിൽ കാനോനിക അധികാരം ഉപയോഗിക്കുന്ന ഒരു ഹൈറാർക്കി സ്ട്രക്ചർ ഉണ്ടായിരുന്നു എന്ന് പറയാൻ ഏക തെളിവ് കിട്ടിയിരിക്കുന്നത് കോസ്മോസ് ഇൻഡിക്ക പ്ലസസിന്റെ ക്രിസ്ത്യൻ ടൊപ്പോഗ്രഫിയാണ്. അതിനകത്ത് അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ സെലൂസിയ ടെസ്റ്റിഫോണിലെ ഈ പാത്രികസിന്റെ കീഴിലാണ് ഈ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം, അത് സിബോർ, ഒറോത്ത, കല്യാൺ, സിന്തബോർ, മാഞ്ചറൂത്ത്, കേരളത്തിലെ 5 കുരുമുളക് കച്ചവടം നടക്കുന്ന സ്ഥലങ്ങള്, കാവേരിപട്ടണം എന്ന് പറഞ്ഞാൽ കാവേരിപട്ടണം പൂമ്പുകാറാണ്, പിന്നെ സിലോൺ, പിന്നെ സൊക്കോത്ര, ഇത്രയും സ്ഥലങ്ങള് ഈ പറഞ്ഞ നമ്മുടെ സെലൂസിയ ടെസ്റ്റിഫോണിലെ പാത്രികസിന്റെ കീഴിലാണ്. ഞാൻ വിച്ചുവിനും ബെസ്റ്റായിട്ട് പറയാൻ കാരണം, ഈ കൃതി എഴുതിയിരിക്കുന്ന കോസ്മോസ് ഇൻഡിക്ക പ്ലസസ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം പൗരസ്ത്യ പാരമ്പര്യത്തിൽ ജീവിച്ചിരുന്ന അലക്സാണ്ട്രിയയിലെ ഒരു സന്യാസിയാണ്. അപ്പൊ അലക്സാണ്ട്രിയ ഈ മോണോഫിസിറ്റ് ട്രഡീഷന്റെ ഇടമാണ്. പക്ഷെ അവിടെ പൗരസ്ത്യ വെസ്റ്റ് സിറിയക്കോ അല്ലെങ്കിൽ മോണോഫിസിറ്റ് ട്രഡീഷന്റെ ഇടമാണ്. അവിടെ പൗരസ്ത്യ പരം ജീവിച്ചിരുന്ന ചുരുക്കം ചില വ്യക്തികൾ, മൈനോറിറ്റിയിൽപ്പെട്ട ഒരാളാണ് കോസ്മോസ് ഇൻഡിക്ക പ്ലസസ്. അപ്പൊ അദ്ദേഹം ഈ പറഞ്ഞ സെലൂസിയ ടെസ്റ്റിഫോണിലെ പാത്രികസിന്റെ ഏറ്റവും അടുത്ത ഒരു പ്രിയപ്പെട്ട വ്യക്തിയാണ്. അപ്പൊ ആ പാത്രികസിനെ പ്രകീർത്തിച്ചുകൊണ്ട് അദ്ദേഹം എഴുതുന്നുണ്ട്. അപ്പൊ ആ പാത്രികസിന്റെ കീഴിലുള്ള ക്രിസ്ത്യൻ സാന്നിധ്യമുള്ള സ്ഥലങ്ങളെ കുറിച്ചാണ് അദ്ദേഹം ഈ ക്രിസ്ത്യൻ ടൊപ്പോഗ്രഫിക്കകത്ത് പറയുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞ കല്യാണിലെ മെത്രാനുണ്ട്, കേരളത്തില് ക്രിസ്ത്യാനികളുണ്ട്, പ്രീസ്റ്റുണ്ട്, ശ്രീലങ്ക പ്രീസ്റ്റുണ്ട്, ഈ കാബീർ, മഞ്ചറൂത്ത്, സിന്തപൂർ എന്ന് പറഞ്ഞ ഗോപയാണ്, ചന്ദ്രപൂർ എന്ന് പറഞ്ഞ സ്ഥലം. അപ്പം സോളോത്ത, ഈ സ്ഥലങ്ങളിലെ പേർഷ്യൻ ക്രിസ്ത്യൻ കച്ചവടം വരുന്നുണ്ട്. ഇത് ഒരു കാനൂനിക ഘടനയെ സൂചിപ്പിക്കുന്ന ഏറ്റവും പ്രാചീനമായ ഒരു രേഖയാണ്. അത് പൗരസ്ത്യ സഭയുടെ കീഴിലാണെന്നുള്ള വ്യക്തമാണ്. അതിന് മുന്നം നമുക്ക് ഒരു കാനൂനികമായിട്ടുള്ള രേഖകൾ പറയാനില്ല. പക്ഷെ ഒന്നുണ്ട്, നിസിബീസ് അല്ലെങ്കിൽ യഥേസ തൊട്ട് ഇന്ത്യയുടെ കിഴക്ക് ഭാഗം വരെ എന്ന് പറഞ്ഞാൽ കേദ അല്ലെങ്കിൽ മലയ പെനിൻസുല വരെയുള്ള പ്രദേശങ്ങള് ഈസ്റ്റ് സിറിയൻ ട്രഡീഷനിൽ, അതായത് യഥേസ, പാർത്തിയ, മേധസ്, ഇന്ത്യ, ഇതെല്ലാം ഒരു ചർച്ച് ട്രഡീഷനെ കടന്നായിട്ടാണ് എപ്പോഴും മനസ്സിലാക്കപ്പെട്ടിരുന്നത്. ഈ പറഞ്ഞ നേരത്തെ ഈശോയാബ് പാത്രികസിന്റെ വിവരം പറഞ്ഞ ജോസൂറ്റി പറയുണ്ടായില്ലേ, 1200 പരാസംഗ ദൂരം മുഴുവൻ ഫാഴ്സ് പ്രദേശത്തിലെ റിയു അർദാഷലിലെ മെത്രാപൊലിത്തയാണ് ഭരിച്ചിരുന്നത്. അത് ശരിയല്ല, അവർ ഇരുട്ടേക്ക് തള്ളി വിട്ടു, അവരെ സെലൂസിയ ടെസ്റ്റിഫോണിന്റെ കീഴിലേക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞുകൊണ്ട് ഈശോയാബ് മെത്രാപൊലിത്ത കത്തുകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇതെല്ലാം കാണിക്കുന്നത് ഒരേ ഈ ട്രഡീഷനാണ് കഴിഞ്ഞിരുന്നത്. പക്ഷേ അത് അതിനിടയിൽ വേറെ ഇന്റർമീഡിയറ്റ്സ് ഉണ്ടായിരുന്നോ? ഈ ഈശോയാബ് പാത്രികസിന്റെ കത്തിനകത്ത് വ്യക്തമാകുന്നത് ഇന്ത്യ കുറച്ചാണെങ്കിലും ഒരു 200 വർഷമെങ്കിലും ഫാഴ്സിലെ റിയു അർദാഷർ മെത്രാപൊലിത്തയുടെ കീഴിലായിരുന്നു, നേരിട്ട് പാത്രികസിന്റെ കീഴിലായിരുന്നില്ല എന്നതാണ്. 641 മുസ്ലിംസ് ആക്രമിച്ച് പേർഷ്യൻ കച്ചവട പ്രദേശങ്ങളെല്ലാം കീഴടക്കി അവിടെ മുസ്ലിം സാന്നിധ്യം വന്നു കഴിഞ്ഞപ്പോൾ
ക്രിസ്ത്യൻ എക്ലസ്യാസ്റ്റിക് സെന്റേഴ്സ് തകർക്കപ്പെടുകയുണ്ടായി, മൊണാസ്ട്രികൾ തകർക്കപ്പെടുകയുണ്ടായി. അങ്ങനെ ആ തകർക്കപ്പെടലിനകത്ത് ഈ ഫാൾസിലെ റൂ അർദാഷന്റെ ആർച്ച് ബിഷപ്പിന്റെ നേതൃത്വത്തിലുള്ള ഈ ഒരു സ്വാധീന വലയം ഡിസ്റപ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായി. അതിനുശേഷം പിന്നീട് സിരിയസ് ഡയറക്റ്റ് ആയിട്ടുള്ള ലിങ്കേജ് ആണ് പിന്നെ നമ്മൾ രേഖകളിൽ കാണുന്നത്. അങ്ങനെയൊക്കെയാണ് ഗേർഡ് ഗ്രോഫ് ഒക്കെ തുടങ്ങിയവരെല്ലാം അവരുടെ കൃതികളിൽ ഈ പ്രതിഭാസത്തെ വിശകലനം ചെയ്യുന്നത്. അപ്പൊ കാനോനികമായിട്ടുള്ള ഒരു സ്വഭാവം വ്യക്തമാക്കുന്ന കോസ്മോസ് ഇൻഡിക്കപ്ലോസസ് ആണ്. മറ്റ് കൃതികളിൽ നിന്ന് കിട്ടിയിരിക്കുന്ന വിവരം ഇത് ഒരു ചർച്ച് ട്രഡീഷനില്, ഒരു ചർച്ച് ലീഗസിയില്, ഒരേ തരത്തിലുള്ള സ്പിരിച്വൽ ട്രഡീഷനിൽ കടന്ന ഭൂപ്രദേശമായിട്ടാണെന്നും അതിനിടയ്ക്ക് റൂ അർദാഷന്റെ മെത്രാപ്പൊലീത്തയാണ് ഇന്ത്യ പോലുള്ള സ്ഥലങ്ങളിലെ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിന് തീരത്തുള്ള പ്രദേശങ്ങളെല്ലാം അവിടെ ആത്മീയകാര്യം നോക്കപ്പെട്ടതെന്നും അത് 200 വർഷമെങ്കിലും അങ്ങനെ ആയിരുന്നുവെന്നും പക്ഷെ അതിന്റെ മുകളില് സിലിയോസിന്റെ പാത്രീസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇത്രയാണ് അതിനെക്കുറിച്ച് ടോമി പറയാനായിട്ടുള്ളത്. ഓക്കെ താങ്ക്സ് അച്ചോ. അച്ചോ, ഈ കോസ്മോസ് ഇൻഡിക്കോപ്ലാറ്റിസ് നമ്മുടെ മാർ ആവ കാതോലിക്കോസ് പാത്രിയാർക്കീസിന്റെ ശിഷ്യനായിരുന്നില്ലേ? ശിഷ്യനായിരുന്നു. അതായത് അതെ. ഓക്കെ ഫൈൻ. താങ്ക് യു വെരി മച്ച്. ഡോക്ടർ അമലാന്റണി, നമുക്ക് സമയം അതിക്രമിച്ചുകൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നതിനും തുടർന്ന് വർത്തമാന പുസ്തകം വായിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നതിനുമായിട്ട് ഞാൻ ഗ്രേറ്റ് ബ്രിട്ടൻ മാർത്തോമാ നസ്രാണി സമാജത്തിൽ നിന്ന് മിസ്റ്റർ ബിനോയ് തോമസിനെ ക്ഷണിക്കുന്നു. ബിനോയ് ഉണ്ടോ അവിടെ? ഉണ്ട്. ഓക്കെ. താങ്ക് യു അമൽ സാറേ. പ്രിയമുള്ളവരെ, പ്രവാസിലേക്ക് കഴിഞ്ഞ നമുക്കും നമ്മുടെ അടുത്ത തലമുറയ്ക്കും കൈമാറുന്നതിനായി നമ്മുടെ സഭയെയും അതിൻ്റെ ഇന്ത്യൻ പാരമ്പര്യത്തെയും കുറിച്ചൊക്കെ വളരെ ഉപകാരപ്രദമായ രീതിയിൽ ക്ലാസുകളും പ്രബന്ധങ്ങളും അവതരിപ്പിച്ച ബഹുമാനപ്പെട്ട പയസ് മേലക്കണ്ടത്തിൽ അച്ഛനും ജോസൂട്ടി എബ്രാവിനും നന്ദി അർപ്പിക്കുക എന്ന ചുമതല ആണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ ഈ മീറ്റിംഗിൽ അധ്യക്ഷം വഹിക്കുകയും ക്വസ്റ്റ്യൻസുകൾക്കെല്ലാം നല്ല രീതിയിൽ ആൻസർ നൽകുകയും ചെയ്ത പയസ് മേലക്കണ്ടത്തിൽ അച്ഛന് നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇവിടെ പ്രധാന വിഷയം അവതരിപ്പിക്കുകയും ചർച്ചകൾ ഇടപെട്ട് സംസാരിക്കുകയും ചെയ്ത ജോസൂട്ടി എബ്രാവിനും ഞാൻ നിങ്ങളുടെ ഏവരുടെയും പേരിൽ നന്ദി അർപ്പിക്കുന്നു. അതുപോലെ നമ്മുടെ ഈ മീറ്റിംഗിൽ ആദ്യം സ്വാഗതം പറഞ്ഞ ഡോക്ടർ അമൽ ആന്റണി സാറിനെയും അതുപോലെ ഈ ക്ലാസ്സിൽ സന്നിഹിതനായിരുന്ന പ്രൊഫസർ മൈക്കിൾ തെരകൻ സാറിനെയും ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു. അവസാനമായി ഈ മീറ്റിങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇത് വിജയിപ്പിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. താങ്ക് യു. വർത്തമാന പുസ്തകത്തിന്റെ അവസാന മുഖവരയുടെ അവസാന ഖണ്ഡിക വായിച്ചുകൊണ്ടാണ് നമ്മൾ സാധാരണ നിർത്താറുള്ളത്. അത് ഓക്കെ, ഞാൻ വായിക്കാം. ശരി. എന്നിരുന്നാലും ഇതിന്റെ ചരിത്രം നമ്മുടെ ജ്യേഷ്ഠാനുജന്മാരും സഭാതനയരേവരും വേണ്ടവിധം അറിഞ്ഞിരിക്കേണ്ടതിനായി ഞങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് പുറപ്പെട്ട് യൂറോപ്പിലും പോയ വഴിയിലും പോർച്ചുഗൽ രാജ്യത്തും റോമ നഗരത്തിലും ശേഷമുള്ള എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് നേരിടേണ്ടി വന്ന സംഭവങ്ങളും ഉടയതമ്പുരാന്റെ പ്രത്യേകമുള്ള സഹായങ്ങളും ഈ പുസ്തകത്തിൽ എഴുതി നമ്മുടെ ജ്യേഷ്ഠാനുജന്മാരെ എല്ലാവരെയും അറിയിപ്പാൻ നിശ്ചയിക്കുകയും ചെയ്തു. എന്നാൽ ക്രിസ്ത്വാബ്ദം 1773 അരിയാപോലീസിന്റെ മെത്രാനായ മാർ ഫ്ലോറൻസിയോസ് മരിച്ചപ്പോൾ മലങ്കര ഇടവകയിലുണ്ടായ സംഭവങ്ങൾ മുതൽ നമ്മുടെ യാത്രാവിശേഷങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നു. എന്ന് വരുമ്പോൾ നമ്മുടെ ജ്യേഷ്ഠാനുജന്മാരൊക്കെയും ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളും ഉടയതമ്പുരാന്റെ പ്രത്യേകമുള്ള സഹായങ്ങളും വായിച്ചറിഞ്ഞ് ഭാവിയിൽ നമ്മുടെ സമുദായത്തിന്റെ ഗുണത്തിനും ഐക്യത്തിനും ആവശ്യമായിട്ടുള്ളതൊക്കെയും ചെയ്യുവാനായി ഏക മനസ്സോടും മനോരമ്യതയോടും കൂടി ദൃഢനിശ്ചയം ചെയ്തു കൊള്ളണമെന്ന് തങ്ങൾ എല്ലാവരോടും വളരെ താല്പര്യപൂർവ്വം അപേക്ഷിക്കുകയും ആയതിനും നമ്മെ രാവും പകലും അനുദിനവും അനുഗ്രഹിക്കണമെന്ന് ഉടയതമ്പുരാനോട് നാം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നന്ദി. നമുക്ക് പിരിയാം. സ്തുതിയായിരിക്കട്ടെ. ജോസൂട്ടി ഒരിക്കൽ കൂടി അഭിനന്ദനം. എല്ലാവരും കാണാൻ കഴിഞ്ഞ സന്തോഷമുണ്ട്. താങ്ക് യു. സന്തോഷം. താങ്ക് യു. ഓക്കെ.